അറിയാത്ത എല്ലാ മേഖലകളിലും പരിശുദ്ധാത്മാവിന്റെ സ്പർശനം കാണാൻ ഇടയായിത്തീരും. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റു പറഞ്ഞു പ്രാർത്ഥിക്കാം. കാൽവരി ക്രൂശിൽ എന്റെ കർത്താവ് എന്റെ പാപത്തെയും എന്റെ ശാപത്തെയും തന്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എന്റെ രോഗത്തെയും എന്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തന്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിന്റെ ദുരാത്മാക്കൾക്കോ എന്റെ മേലോ എന്റെ ശരീരത്തിന്റെ മേലോ എന്റെ കുടുംബത്തിന് മേലോ അവകാശമില്ല. ദാരിദ്ര്യത്തിന്റെ ശാപത്തെ കർത്താവ് ക്രൂശിൽ വഹിച്ചതുകൊണ്ട് എനിക്ക് സമൃദ്ധി വന്നിരിക്കുന്നു. അബ്രഹാമിന്റെ സകല അനുഗ്രഹങ്ങളും നന്മയും കരുണയും സകലതും എന്റെ മേൽ വന്നിരിക്കുന്നു. ഐശ്വര്യവും സമ്പത്തും എന്റെ മേൽ വന്നിരിക്കുന്നു. ഞാൻ വാരി വിതറി കൊടുക്കും, വായ്പ വാങ്ങിക്കാൻ ഇടവരത്തില്ല. ജാതികളുടെ നടുവിൽ എന്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എന്റെ പ്രജയം അറിയും. എന്റെ തലമുറകളെ കാണുന്നവരൊക്കെ യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. ദൈവത്തിന്റെ വലിയ അഭിഷേകത്തിനായി നന്ദി പറയുന്നു. വലിയ കൃപകൾക്കായി നന്ദി പറയുന്നു. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നല്ലോ. ഇന്ന് ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലും ലൈവിലും എല്ലാം കണ്ടിരുകൊണ്ടിരിക്കുന്ന സകലരെ ഞാൻ യേശുവിന്റെ നാമത്തിൽ നന്ദി പറയുന്നു. സ്വർഗത്തിലെ ദൈവം നമ്മളെ സൂക്ഷിക്കുന്നല്ലോ. വൻ കൃപകളാൽ കർത്താവ് നിറയ്ക്കുന്നല്ലോ. നമുക്ക് യേശുവിന്റെ നാമത്തിൽ നന്ദിയോടെ പ്രാർത്ഥിക്കാം. തുടക്കത്തിലെ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കാണിക്കുക. ജോയി തോമസ് എന്ന് പറയുന്ന ഒരു പേര് എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഈ കുടുംബവുമായിട്ട് ഈ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ആരാണോ കേട്ടുകൊണ്ടിരിക്കുന്നത്, ഇന്ന് സൂമിലാണെങ്കിൽ നിങ്ങൾക്ക് അത് പ്രതികരിക്കാം. ആമേൻ പറഞ്ഞ് കർത്താവിൻ്റെ ഉള്ളത്തിൽ പറയുകയാണ്, ആ കുടുംബത്തിൽ നിന്ന് അനർത്ഥം വിട്ടൊഴിഞ്ഞ് സമാധാനത്തോടെ ഇരിക്കുവാനും സമാധാനത്തോടെ ജീവിക്കുവാനും സ്വർഗത്തിലെ ദൈവം വഴി തുറക്കുവാന്ന് പറയുന്നത്. സൂമിലോ ലൈവിലോ ആ കുടുംബം എന്നെ കേൾക്കുന്നുവെങ്കിൽ യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ച് ജോയി തോമസ് എന്ന് പറയുന്ന ഒരു പേരാണ് ഞാൻ ആ കുടുംബത്തിൽ ആ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കാണിക്കുന്നത്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആരാണോ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് യേശുവിന്റെ നാമത്തിൽ അത്ഭുതത്തെ സ്വീകരിച്ചു, കർത്താവിന്റെ വലിയ പ്രവൃത്തിയെ ദൈവം നിങ്ങളുടെ മേൽ തുറക്കാൻ വേണ്ടി പോകുന്നു. നന്ദി കർത്താവേ, നന്ദി പിതാവേ. ബാക്കി എല്ലാവരും മൈക്കുകളെ മ്യൂട്ട് ചെയ്ത് ആലോചന സൂമിലാണ് നിങ്ങൾക്ക് ഇടപെട്ടതെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി ആരാണോ യേശുവിന്റെ നാമത്തിൽ താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. മാർക്കറ്റിൽ നിൽക്കുന്ന അനുഭവം ഉണ്ടാകരുതേ, കർത്താവിന്റെ കൂട്ടായ്മയ്ക്ക് നിൽക്കുന്ന അനുഭവം നമുക്ക് ഉണ്ടാകണം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ. ആ ഭവനത്തിന്റെ മേൽ വലിയൊരു പ്രവൃത്തിയെ ദൈവം അയക്കുവാൻ വേണ്ടി പോകുന്നതിന് ഉള്ളത്തിൽ പറയുന്നു. ഓ നന്ദി യേശു. കർത്താവിന്റെ വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നപ്പോൾ ഈ നിമിഷം തന്നെ ദൈവമേ അങ്ങ് ആ ഭവനത്തെ അങ്ങ് സ്പർശിക്കുന്നുള്ളൂ. കർത്താവിന്റെ ശക്തി ആ കുടുംബത്തിന്റെ മേൽ വ്യാപരിക്കുന്നുണ്ട്. സകല പ്രതിസന്ധികളെ നീക്കി ദൈവം ഇന്ന് അത്ഭുതം ചെയ്യുന്ന കൃപയ്ക്ക് നന്ദി. നന്ദി യേശുവേ, നന്ദി കർത്താവേ. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഒരു സോജി എന്ന് പേരുള്ള ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവോട് പറയാം. സോജി. ഞാൻ ഈ സോജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഒരു ചെറിയൊരു ആൺ തലമുറ, ഒത്തിരി കുഞ്ഞല്ല എന്നാൽ ഒരു വലിയ ചെറുപ്പക്കാരനും അല്ലാത്ത ഒരു തലമുറയെ ഞാൻ കാണുവാണ്. സോജിയും ആ തലമുറയിനെയും ദൈവം സ്പർശിക്കാൻ വേണ്ടി പോകുന്നു പറയുന്നു. സോജിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇന്ന് ആലോചന അവർക്ക് വേണ്ടി ഏറ്റെടുത്തോണം. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണം. പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കുവാൻ ഇന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് കഴിയും. ആ കുടുംബം ആരാണ് അതുമായിട്ട് ബന്ധപ്പെട്ടത് അത്ഭുത സാക്ഷ്യം തുറക്കാൻ വേണ്ടി പോവാന്ന കുടുംബത്തോട് പറഞ്ഞോണം. യേശുവിന്റെ നാട് കർത്താവ് ഞാൻ സോജീനെയും കുടുംബത്തെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ, ആ തലമുറയെ പ്രത്യേകിച്ച് പൊതിഞ്ഞു പ്രാർത്ഥിക്കുന്നപ്പ യേശുവിന്റെ നാമത്തിൽ വലിയ ദൈവപ്രവൃത്തി ആ കുടുംബത്തിന്റെ മേൽ സ്വർഗം ചെയ്യുന്നതിന് നന്ദി പറയുന്നു. അത്ഭുത സാക്ഷ്യമായി ദൈവഭവനത്തെ മാറ്റുന്നല്ലോ. ആമേൻ പറഞ്ഞത് സ്വീകരിച്ചോ. ദൈവത്തിന്റെ പ്രവൃത്തിക്കായിട്ട് സ്തുതിക്കുന്നു. ദൈവത്തിന്റെ അത്ഭുതത്തിനായി സ്തുതിക്കുന്നപ്പ നന്ദി കർത്താവേ. അങ്ങ് തൊട്ട ഭവനത്തെ വിടിവിക്കുന്ന കൃപയ്ക്ക് നന്ദി. ആ കുടുംബം ഒരത്ഭുതമാകാൻ വേണ്ടി പോകുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് ഇന്ന് സകലത്തെയും സൂക്ഷിക്കുന്നല്ലോ. ദൈവ പ്രവൃത്തികൾക്കായി നന്ദി പറയുന്നു.
ഇത്രത്തോളം പ്രാർത്ഥിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ ഓരോരുത്തരെയും ശക്തീകരിച്ചു. ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നു. നമുക്ക് പിന്നെയും പ്രാർത്ഥനയോടെ വചനത്തിൽ മുന്നേറാം. കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട വചന ചിന്ത ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പ്രതികരിച്ചാട്ടെ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കും. ആമേൻ. നമ്മൾ ഇന്നലെ കേട്ടു, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. നമ്മൾ തളർന്നു പോകുമ്പോൾ എങ്ങനെയാണ് ദൈവപ്രവൃത്തി നടക്കുന്നുള്ളത് കേട്ടു. ഇന്ന് വീണ്ടും നമുക്ക് വചനത്തിൽ എന്നെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെട്ട ഒരു വചന ചിന്ത നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഉള്ളത്തിൽ കയറിക്കൂടിയ ചില തെറ്റിദ്ധാരണകളുണ്ട്. തെറ്റിദ്ധാരണ ഞാൻ പറയുന്നില്ല, പകരം വിശ്വാസി അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പിശാചിന്റെ തന്ത്രങ്ങളെ ജയിക്കുവാൻ നിങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം. അതിനായിട്ട് ഞാനൊരു വാക്യത്തിലേക്ക് ദൈവാത്മാവ് നമ്മളെ ഗൈഡ് ചെയ്യുന്നു. മർക്കോസ് ലീഹായുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. അവിടെ എങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? നമുക്കറിയാം, കർത്താവ് ഉയർത്തതിന് ശേഷം, രക്ഷാപദ്ധതിയെ വെളിപ്പെടുത്തിയ ശേഷം ഭൂലോകത്തിനടുത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്ന രക്ഷിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് താഴേക്ക് പറയുകയാണ്, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്ന് കുടിച്ചാലും ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. ഞാൻ ഒട്ടുമുക്കാലും വിശ്വാസികളായിട്ടുള്ള ആൾക്കാര് അവര് ഭയപ്പെടുന്ന ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിശാചിന്റെ പ്രവൃത്തികളെ ഭയപ്പെടുന്ന ആൾക്കാരുണ്ട്. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ വിശ്വാസം പോലെയാണ് നിങ്ങൾക്ക് ഫലിക്കുന്നത്. വളരെ ശ്രദ്ധിക്കണേ. നിങ്ങൾ എപ്പോഴും ഓർത്തോണം, ഒരു ദുർമന്ത്രവാദമോ ഒരു ആഭിചാരമോ വിശ്വാസിയായ യേശുവിനെ കർത്താവൻ രക്ഷിതാവുമായി വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ മേൽ ഫലിക്കണമെങ്കിൽ, നിങ്ങളുടെ മേൽ ആ പിശാചിന്റെ കൂടോത്രമോ ആഭിചാരമോ മന്ത്രവാദമോ ഫലിക്കണമെങ്കിൽ, നിങ്ങൾ ആ സകല ദുഷ്ടപ്രവർത്തികളെയും കേറുവാൻ തക്കതായിട്ടുള്ള ഒരു വാതിൽ തുറന്നു കൊടുക്കണം. ഒന്നുകൂടെ ഞാൻ പറയാം, വാതിൽ തുറന്നു കൊടുത്തെങ്കിൽ മാത്രമേ ഇതിന് പ്രവേശിക്കുവാൻ കഴിയത്തുള്ളൂ. അല്ലാതെ ഒരിക്കലും നിങ്ങളെ തൊടാൻ കഴിയത്തില്ല. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ നിങ്ങളെപ്പറ്റി ഒരു വാക്ക് പറഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, ആവർത്തന പുസ്തകം 28:7 പറയും, നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ, നോക്കിക്കേ, എന്നോട് എതിർക്കുന്ന ആഭിചാരമായിക്കോട്ടെ, മന്ത്രവാദമായിക്കോട്ടെ, പിശാചുക്കളായിക്കോട്ടെ, യഹോവ എന്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. അവർ ഒരു വഴി കൂടെയാ വന്നെങ്കിൽ 7 വഴി കൂടെ അവരെ ഓടിപ്പിക്കും ദൈവം. അപ്പൊ ഇത് നിങ്ങളുടെ മേലുള്ള വാഗ്ദത്തമാണ്. നിങ്ങൾ ഒരിക്കലും ശത്രുവിന് നിങ്ങളെ ജയിക്കുവാൻ കഴിയത്തില്ല. എന്റെ കൂടെ ഒന്ന് പറഞ്ഞ്, ശത്രുവിന് എന്നെ ജയിക്കുവാൻ കഴിയത്തില്ല. പറഞ്ഞേ, ഇത് നിങ്ങളുടെ മേലുള്ള വാഗ്ദത്തമാണ്. എന്നാൽ ഒട്ടുമുക്കാലും വിശ്വാസികളുടെ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഈ ദുഷ്ടശക്തികൾ പ്രവർത്തിക്കുന്നതും അവര് ഭയപ്പെട്ടും അവര് വല്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് കാണാൻ പറ്റും. എന്തുകൊണ്ടാണെന്നറിയാവോ? നിങ്ങൾ പോലും അറിയാതെ വിശ്വാസത്തിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കുന്നു. ഇങ്ങനെ വിശ്വാസത്തിന്റെ വാതിൽ തുറക്കുന്ന അറിയാവോ? ഇവിടെ വചനം പറയുന്നു, സർപ്പങ്ങളെ നിങ്ങൾ പിടിച്ചെടുക്കും. മർക്കോസിന്റെ 16 പറയുന്നു, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്ന് കുടിച്ചാലും ഹാനി വരത്തില്ല. നോക്കിക്കേ, അതിനർത്ഥം ഇനി കൂടോത്രം ചെയ്ത് ആഭിചാരം ചെയ്ത് കൈവശം നിങ്ങളുടെ ഉദരത്തിൽ കൊണ്ട് തന്നാലും ബൈബിൾ പറയുന്നു നിങ്ങൾക്കത് ഏക്കത്തില്ല. പക്ഷെ എന്താ കുഴപ്പമെന്നറിയാവോ? പണ്ടൊരു ബ്രദർ ഒരു പ്രസംഗം, നിങ്ങൾ പലപ്പോഴും പ്രസംഗ വാചകങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. എന്നാൽ പലരും ഉപയോഗിക്കുന്ന ഒരു വാചകമാണ്. അദ്ദേഹം മാത്രമല്ല, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത്, ഇന്ത്യക്കാണോ മറ്റേതൊരു രാജ്യത്തിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞത്, പക്ഷെ ഞാൻ ഇന്ത്യ ആയിട്ട് അങ്ങ് പറയുക. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര സമയത്ത് ഒരു മനുഷ്യൻ ബ്രിട്ടീഷുകാരെ പേടിച്ച് ആ മനുഷ്യൻ എന്ത് ചെയ്തു? കാട്ടിലേക്ക് ഓടിപ്പോയി. ഞാൻ വെറുതെ ഉദാഹരണമല്ല, മറ്റൊരാൾ പറഞ്ഞ ഉദാഹരണമാണ്. അപ്പൊ കാട്ടിലേക്ക് അദ്ദേഹം ഓടിപ്പോയി. നീണ്ട കാലഘട്ടം ബ്രിട്ടീഷുകാരെ ഭയന്ന് അദ്ദേഹം കാട്ടിൽ താമസിച്ചു. എന്നാൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയി, ഇന്ത്യ സ്വതന്ത്ര രാജ്യമായിട്ട് മാറി, ഇന്ത്യക്ക് ഒരു ഭരണകൂടം വന്നു, ഇന്ത്യയിൽ സ്വാതന്ത്ര്യം വന്നു. അങ്ങനെ ഇന്ത്യയിലെ ജനങ്ങളൊക്കെ എല്ലാം ഫ്രീഡം ലഭിച്ചു. എന്നാൽ ഈ മനുഷ്യൻ ഇത് അറിയാതെ കാട്ടിൽ താമസിക്കുക.
കുറേ കാലം ഇദ്ദേഹം കാട്ടി താമസിക്കുക. അപ്പൊ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ മൊത്തവും ഇദ്ദേഹം ബ്രിട്ടീഷുകാർ ഇന്ത്യയെ പിടിച്ചുകൊടുത്തിരിക്കുന്നു, ഇന്ത്യക്കാർ മുഴുവനെ അവരെ അടിമയാക്കി വെച്ചിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ഓടിപ്പോയത് കൊണ്ട്, കാട്ടിൽ താമസിക്കുന്നത് കൊണ്ട്, നാടുമായിട്ടുള്ള ഇൻഫർമേഷൻ ഇല്ലാത്തത് കൊണ്ട്, നാട്ടിലെ ഇൻഫർമേഷൻ ഇദ്ദേഹത്തിന് ലഭിക്കാത്തത് കൊണ്ട് ഇദ്ദേഹം ഇപ്പോഴും ഒരു ബോണ്ടേജിന്റെ അകത്ത് കിടക്കുക. ഇദ്ദേഹം ഇപ്പോഴും വിശ്വസിക്കുന്നത് ഞാൻ ഇപ്പോഴും സ്വാതന്ത്ര്യത്തിലല്ല, അടിമ നുഖത്തിലാണ്. ശ്രദ്ധിച്ചോണേ, ഇതാണ് പല വിശ്വാസികൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ടിട്ടും ഇത് നിങ്ങളെ പഠിപ്പിക്കുന്നില്ല. യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്ന ഒരു വ്യക്തിയെപ്പറ്റി ബൈബിൾ പറയുകയാണ്, നിങ്ങൾ ഇന്നലെ വരെ സർപ്പം നിങ്ങളെ പിടിക്കാൻ വേണ്ടി വന്നെങ്കിൽ നിങ്ങൾ ഇന്നു മുതൽ സർപ്പത്തെ പിടിച്ചെടുക്കുന്നവരാ. അപ്പൊ ഞാൻ ഇന്നാള് പറഞ്ഞായിരുന്നു, സർപ്പം എന്ന് പറഞ്ഞാൽ അണലിയെ പറ്റിയാണോ തമ്പുരാൻ പറഞ്ഞത്, മൂർഖം പാമ്പിനെ പറ്റിയാണോ തമ്പുരാൻ പറഞ്ഞത്, അതോ രാജവെമ്പാലെ പറ്റിയാണോ തമ്പുരാൻ, ഏത് പാമ്പിനെ പറ്റിയാണ് കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞേ? ഏത് പാമ്പിനെ പറ്റിയാണ് യേശു പറഞ്ഞത്? ആമേൻ. ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് അണലിയെ കൊല്ലുന്ന കാര്യമോ മൂർഖം പാമ്പിനെ പിടിക്കുന്ന കാര്യമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പഴയ പാമ്പായ സർപ്പത്തിന്റെ രൂപത്തിൽ വന്ന പിശാച്, തന്ത്രശാലിയായ പിശാച്, ഇന്നലെ വരെ അവൻ മനുഷ്യനെ പിടിക്കുമായിരുന്നു, കൊത്തി മറിക്കുമായിരുന്നു. എന്നാൽ ഇവിടെ എന്ത് സംഭവിച്ചു? യേശു ക്രിസ്തു കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിന്റെ അകത്ത്, ഇത് നിങ്ങളുടെ ഉള്ളത്തിൽ കയറണമേ. ആരുടെങ്കിലും ജീവിതത്തിന്റെ അകത്ത് ഏതെങ്കിലും രീതിയിൽ ഒരു പ്രതിസന്ധിയായി ആഭിചാര ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് അതിന്റെ അകത്തുനിന്ന് അത്ഭുതമാണ്. ഇന്ന് ആ കാഴ്ചപ്പാടിന്റെ അകത്തുനിന്ന് പുറത്തു വരാൻ വേണ്ടി പോവാ. നോക്കി, ഇവിടെ വചനം പറയുന്നു, വാഴ്ചകളെയും പിശാചിന്റെ അധികാരങ്ങളെയും അവന്റെ ആയുധവർഗം വെപ്പിച്ചു. നോക്കിയേ, വചനം നോക്കിയ, സ്ക്രീനിലോട്ട് നോക്കിയേ, ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. അപ്പൊ യേശു ക്രിസ്തു സാത്താൻ അല്ലെങ്കിൽ പിശാചിന്റെ അല്ലെങ്കിൽ സർപ്പത്തിന്റെ തല തകർത്തിട്ട് അവന്റെ ആയുധത്തെ വെപ്പിച്ചിട്ട് മർക്കോസ് ലീഹായുടെ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവരോട് പറയുകയാണ്, നിങ്ങൾ ഇനി സർപ്പത്തെ പിടിച്ചെടുക്കും. കണ്ടോ, നിങ്ങൾ ഇനി സാത്താനെ പിടിച്ച് ഞെരുക്കുന്നവരായി മാറും. ഇനി അവൻ മരണകരമായിട്ടുള്ള കൂടോത്രമോ ആഭിചാരമോ കൈവശമോ നിങ്ങൾക്ക് തന്നാൽ ഒരു ഹാനിയും വരത്തില്ല. കണ്ടോ? അപ്പൊ വിശ്വാസി പഠിക്കേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വാക്യം ഇറ്റ് ഷാൽ നോട്ട് ഹർട്ട് ദം. ഒന്നും നിങ്ങൾക്ക് ദോഷം വരത്തില്ല, നിങ്ങൾക്ക് ദോഷം വരത്തില്ല എന്നവിടെ പറഞ്ഞിരിക്കുക. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ. അപ്പൊ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്ന ഈ കാര്യങ്ങളെ നിങ്ങളുടെ ഉള്ളത്തിൽ കയറിയില്ല എങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടും സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയാതെ കാട്ടിൽ ബ്രിട്ടീഷുകാരന്റെ അടിമയായി ജീവിക്കുന്ന വ്യക്തിയുടെ അവസ്ഥയായി പോവും. ഇതാണ് പലപ്പോഴും വിശ്വാസിക്ക് സംഭവിക്കുന്നത്. അതുകൊണ്ട് എന്നാ സംഭവിക്കുന്ന അറിയാവോ? നിങ്ങൾ ഇത് വിശ്വസിക്കുകയാണ്, ബ്രദറെ ആഭിചാര എനിക്കെന്തോ കൂടോത്രം ആരോ ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ പറയുന്ന നിമിഷം മുതൽ നിങ്ങൾ ഡോറ് തുറക്കു കൊടുക്കുക. കണ്ടോ? കാര്യം എന്താ സംഭവിക്കുന്നത് അറിയാവോ? നിങ്ങൾ വിശ്വസിക്കുന്നു കൂടോത്രക്കാരൻ ചെയ്തത് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെടാത്തത്. ആ ഒറ്റ ഡോറുണ്ടല്ലോ, അവൻ അകത്തോട്ട് പ്രവേശിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവോ? നിങ്ങൾ പറയേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നാണ് പറയേണ്ടത്? എനിക്ക് ആ വാക്യം ഒന്ന് എടുത്തു തരാമോ? ഞാൻ ഇന്ന് ആ വാക്യം പ്രൊജക്ട് ചെയ്തില്ല. നിങ്ങൾക്കെതിരായി വരുന്ന ഒരായുധവും ഫലിക്കുകയില്ല. ആ വാക്യം ഒന്ന് എടുത്ത വേഗത്തിൽ നോക്കിക്കേ. നമ്മൾ ആവർത്തന പുസ്തകത്തിന്റെ അകത്ത് വായിച്ചു, നിന്നോട് എതിർക്കുന്ന യെശയ്യാവ് 54:17 അല്ലേ? ഗോഡ് ബ്ലസ് യു സിസ്റ്റർ ഗീതാ സഹോദരിയുടെ. നോക്കിക്കേ, നമുക്ക് ഞാൻ ആ വാക്യം എടുത്താണ്, പക്ഷെ അത് നമ്മുടെ അന്യഭാഷ പ്രാർത്ഥനകളെ പ്രൊജക്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഇവിടെ നോക്കിയേ, നിങ്ങൾക്കെതിരായി വരുന്ന ആയുധം ഫലിക്കത്തില്ല. ഹല്ലേലൂയ. നോക്കിയേ, നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ കുറ്റമതിക്ക് ഈ വാക്യം ഓക്കെ, നിനക്ക് വിരോധമായി വരുന്ന യാതൊരായുധവും ഫലിക്കത്തില്ല. ഹല്ലേലൂയ. അപ്പൊ ഇത് നിങ്ങളുടെ ഹൃദയത്തിലോട്ട് കേറണം. എനിക്ക് വിരോധമായി വരുന്ന ആയുധം ഫലിക്കത്തില്ല. അപ്പൊ കൈവശക്കാരന്റെ ശക്തി എന്നാന്നറിയാമോ? നിങ്ങളുടെ വിശ്വാസമാണ്. എന്റെ കൂടെ പറഞ്ഞാട്ടെ, കൈവശക്കാരന്റെയും മന്ത്രവാദിയുടെയും ശക്തി എന്റെ വിശ്വാസമാണെന്ന് പറ.
ആമേൻ. അവന്റെ ശക്തിയെ എങ്ങനെ തകർക്കാന്നറിയാവോ? അവന്റെ ശക്തിയെ തകർക്കാൻ ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ തിരിച്ചറിവാണ് അവന്റെ ശക്തി തകർക്കുന്നത്. എനിക്ക് വിരോധമായിട്ടുള്ള ഒരായുധവും ഫലിക്കത്തില്ല എന്ന് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പറയുന്ന നിമിഷം മുതൽ എന്താ സംഭവിക്കുന്ന അറിയാവോ? ഇത് ആക്റ്റീവ് ആകുവാൻ തുടങ്ങും. എന്നാൽ പല വിശ്വാസികളും പറഞ്ഞ, ബ്രദറെ എനിക്കിട്ട് ആരോ എന്തോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെടാത്തത്. കണ്ടോ, ആര് പറഞ്ഞു തന്നു നിങ്ങളോട്? നിങ്ങൾ പറയും എന്റെ വിശ്വാസം പറയുന്നു അങ്ങനെയാണ്. കണ്ടോ? അപ്പൊ ഏതോ ഒരു ദൈവദാസൻ പറഞ്ഞു, ബ്രദറെ അതുകൊണ്ട് ഞാൻ പല ദൈവദാസന്മാരും പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു കാര്യം വെളിപ്പെടുത്തിയാൽ പിന്നെ അതെങ്ങനെയാണ് രക്ഷപ്പെടുന്ന കൂടെ പറഞ്ഞു തന്നെ ചോദിക്കണം കേട്ടോ. ഏതെങ്കിലും ദേവദാസൻ പറഞ്ഞു തരും, വലിയ കൂടോത്രം കിടപ്പുണ്ട്, അപ്പൊ അതിനെങ്ങനെ പുറത്തു വരണ്ടെന്ന് പറഞ്ഞു, അത് പറയത്തില്ല. അങ്ങനെയാണെന്നറിയാം പുറത്തു വരണ്ടെന്നറിയാവോ? നിങ്ങൾ സ്വന്തമായിട്ട് അതിനെ അഴിക്കണം. എങ്ങനെ അഴിക്കുന്നറിയാവോ? വചനം എന്ന വാളുകൊണ്ട് അതിനെ വെട്ടി ആ നുകത്തെ പൊട്ടിക്കണം. സ്വന്തമായിട്ട് പറയണം, എനിക്ക് വിരോധമായി ഉണ്ടാകുന്ന, എനിക്ക് വിരോധമായി പൊങ്ങി വരുന്ന ആഭിചാരക്കാരനായിക്കോട്ടെ, കൂടോത്രക്കാരനായിക്കോട്ടെ, കൈവശക്കാരനായിക്കോട്ടെ, അവന്റെ ഒരു പരിപാടിയും എനിക്ക് ഫലിക്കത്തില്ല എന്ന് പറയുമ്പോൾ ആ വാതിൽ ശക്തമായിട്ട് നിങ്ങൾ അടയ്ക്കുകയാണ്, വലിച്ചടയ്ക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ അടയ്ക്കാത്തത് കൊണ്ടാണ് പല വിശ്വാസികളുടെ മേലും കൂടോത്രം ഫലിക്കുന്നത്. അങ്ങനെ അടയ്ക്കാത്തത് കൊണ്ടാണ് ആഭിചാര ശക്തി കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാത്തത്. അങ്ങനെ അടയ്ക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ ഏതെങ്കിലും ഒരു ബ്രദർ തലയൊക്കെ വെച്ചിട്ട് പറയും, വലിയ പ്രതികൂലം, വലിയൊരു കൂടോത്രം കാണുന്നുണ്ടല്ലോ, വലിയ പ്രതിസന്ധി കാണുന്നുണ്ടല്ലോ, എന്താണ് ഇതിൻ്റെ അകത്തുനിന്നുള്ള പോംവഴി എന്ന് പറയുമ്പോൾ ഉടനെ പറയും, നിങ്ങൾ പ്രാർത്ഥിക്കുക. എന്താ പ്രാർത്ഥിക്കേണ്ടത്? ഡോർ അടയ്ക്കണം. എന്റെ കൂടെ പറഞ്ഞാട്ടെ, വാതിൽ അടയ്ക്കാതെ ഇത് പോകത്തില്ലെന്ന് പറ. ആമേൻ. അപ്പൊ നിങ്ങൾ തിരിച്ചറിഞ്ഞോണം, എനിക്ക് വിരോധമായി ഉയരുന്ന ആയുധങ്ങൾ ഫലിക്കാതിരിക്കാൻ തക്കവണ്ണം ഞാൻ ഡോർ അടയ്ക്കണം. അപ്പൊ നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തൊരു കാര്യമുണ്ട്. ഞാൻ രക്ഷപ്പെടാത്തതിന്റെ കാരണം കൂടോത്രം ചെയ്തുകൊണ്ടല്ല. ശ്രദ്ധിച്ചു നോക്കണം. നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ അകത്തോട്ട് നിങ്ങൾ കയറ്റണം. കൂടോത്രക്കാരൻ കൂടോത്രം ചെയ്താൽ എനിക്കിട്ട് ഏക്കത്തില്ല. നിങ്ങൾ ആ വാതിൽ അടച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ, വചനത്താൽ ആ വാതിൽ അടച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങളിലേക്ക് ഇത് പ്രവേശിക്കാതിരിക്കത്തുള്ളൂ. അതിന് ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ അകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അറിയാതെ ഈ മനുഷ്യൻ കാട്ടി നിന്നുകൊണ്ട് കുരങ്ങന്മാരുടെ കൂടെ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യുക? അവര് കഴിക്കുന്ന ഏത്തപ്പഴം കഴിച്ചുകൊണ്ട് അവിടെ കിടക്കുക. അദ്ദേഹം സിംഹത്തിനെയും പാമ്പിനെയും എല്ലാത്തിനെയും പേടിച്ച് കാട്ടിക്കിടക്കുക. സ്വന്തം ഭാര്യനെയോ മക്കളെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിലും പേടി കാരണം കാട്ടിക്കിടക്കുക. പക്ഷെ ഈ മനുഷ്യൻ അറിഞ്ഞിട്ടില്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നും ഇന്ത്യക്കാരെല്ലാം സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുവാന്നും ഇപ്പോൾ ഫ്രീഡത്തിലാണെന്നുമുള്ള കാര്യങ്ങൾ ഇദ്ദേഹം മനസ്സിലാക്കുന്നില്ല. ഇത് മനസ്സിലാക്കാതെ ഇദ്ദേഹം അവിടെ ജീവിക്കുന്നത് പോലെയാണ് പല വിശ്വാസികളുടെയും ജീവിതത്തിൽ ആഭിചാര ശക്തികൾ നമുക്ക് ഫലിക്കത്തില്ല പ്രിയരെ. അത് ഞാൻ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ പലരുടെയും ജീവിതത്തിൽ ഈ കാര്യം വെളിപ്പെടുമ്പോൾ എനിക്ക് ആദ്യമൊക്കെ അതിശയ കാര്യം, ഈ വിശ്വാസിക്ക് എന്തുകൊണ്ട് ഇത് ഫലിക്കുന്നു, വിശ്വാസിയുടെ ജീവിതത്തിൽ എന്തുകൊണ്ട്? അപ്പോഴാണ് ഇവിടെ സംസാരിക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാവും. ഇവരിങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ അകത്താണ് ജീവിക്കുന്നത്, ഇവർ മുന്നോട്ട് ചലിക്കുന്നത്, ഇവരെ നടത്തുന്ന അണ്ടർസ്റ്റാൻഡിങ് എന്നാണെന്നറിയാവോ? ആഭിചാര ശക്തികളാൽ ഞാൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. പിശാച് എന്നെ എവിടെയെല്ലാം വഴികൾ നിങ്ങൾ എപ്പോഴാണോ പിശാച് എന്റെ വഴികളെ അടച്ചു എന്ന് വിശ്വസിക്കുന്നത്, അവിടെയെല്ലാം നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് ആ നന്മ കാണാൻ കഴിയാതെ വരും. ശ്രദ്ധിച്ച്, പിശാചിന്റെ പ്രവൃത്തികളെ നിങ്ങൾ എപ്പോഴാണോ നിങ്ങളിലേക്ക് ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത്, ആ നിമിഷം മുതൽ ഇതിന് പ്രവേശിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്, പിശാചിന് ഇടം കൊടുക്കരുത്. ഹല്ലേലൂയ. അപ്പൊ എന്താണ് അവന്റെ ശക്തിയും ഇടമെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ വിശ്വാസമാണ്. യെശയ്യാവിൽ പറയുന്നു, നിനക്കെതിരായി വിരോധമായി വരുന്ന യാതൊരായുധവും ഫലിക്കത്തില്ല. അപ്പൊ ആയുധം വരും. ആയുധം വന്നാൽ ഏക്കത്തില്ല. നിങ്ങൾ ആദ്യം വിശ്വസിക്കണേ. അപ്പൊ എവിടെയെങ്കിലും നിങ്ങളുടെ മനസ്സിന്റെ അകത്തുണ്ടോ, ബ്രദറെ എനിക്ക് എന്തോ ഒരു ചിലർ ഇങ്ങനെ പറഞ്ഞുണ്ട്, ബ്രദറെ എനിക്കെന്തോ ആരോ എനിക്കിട്ട് എന്തോ ചെയ്തിട്ടുണ്ട്, എന്തോ സംതിങ് ഉണ്ട്. ഞാൻ പറഞ്ഞോട്ടെ, ഇങ്ങനെ നിങ്ങൾ എപ്പോഴാണോ എടുത്ത് കളയാതെ ഒരിക്കലും പ്രാർത്ഥിച്ചാൽ അത് മാറത്തില്ല കേട്ടോ.
ഈ കാഴ്ചപ്പാടിന്റെ അകത്തുനിന്ന് നിങ്ങൾ പുറത്തു വരണം. ഇതേ കാഴ്ചപ്പാടിന്റെ അകത്തുനിന്നും നിങ്ങൾ പുറത്തു വരുന്നില്ല എങ്കിൽ നോക്കിക്കേ, നിങ്ങൾ ഈ ഡോർ അടയ്ക്കണം. നിങ്ങൾ സ്വന്തമായിട്ട് ഈ ഡോർ അടയ്ക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? അടുത്ത വാക്കിൽ ഞാനൊന്ന് പോകാൻ പെട്ടെന്ന് തന്നെ. നിങ്ങൾ സങ്കീർത്തനം 91 പരിചിതമായ വാക്യമുണ്ട്. നിനക്ക് ഒരനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല. അടുത്തത്, ഒരു ബാധയും നിന്റെ കൂടാരത്തിന്റെ മേൽ അടുക്കത്തില്ല. നോക്കിക്കേ, അപ്പൊ ബാധയെ എന്റെ കൂടാരത്തിന്റെ മേൽ അടുക്കാതെ വണ്ണം ദൈവം എന്നെ പൊതിയുമ്പോൾ ഞാൻ ഈ പിശാചിന്റെ ഡോറ് തുറന്നു കൊടുക്കുന്നതെന്നറിയാവോ? നിങ്ങൾ സ്വന്തമായിട്ട് പറയാം, ബ്രദറെ എന്റെ കുടുംബത്തിൽ പൈശാചിക ബന്ധനമാണെന്ന് പറയുമ്പോൾ അതുവരെ കാത്തിരുന്ന പിശാച് നേരെ ആ വാതിലിലൂടെ അകത്തോട്ട് വരും. ഹല്ലേലൂയ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഡോർ അടയ്ക്കണം. പ്രാർത്ഥനയ്ക്ക് പോയിട്ട് കാര്യമില്ല, പ്രാർത്ഥിച്ചുകൊണ്ട് കാര്യമില്ല, ഡോർ അടയ്ക്കണം. എങ്ങനെ ഡോർ അടയ്ക്കുന്ന അറിയാവോ? സ്വന്തമായിട്ട് പറയണം, ഒരു പിശാചിന്റെ ബാധയും എന്റെ കൂടാരത്തിൽ കയറത്തില്ല. ഹല്ലേലൂയ. ഒരനർത്ഥവും എനിക്ക് ഭവിക്കത്തില്ല. അപ്പൊ എന്താ അതിന്റെ വ്യത്യാസം ഞാൻ പറയാം. നിങ്ങൾ ഈ വചനം പറയുമ്പോൾ വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. ഒരനർത്ഥവും എനിക്ക് ഭരത്തില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അനർത്ഥം വരാൻ വേണ്ടി ആരെങ്കിലും കൂടോത്രമോ ആഭിചാരമോ ചെയ്തു കഴിഞ്ഞാൽ ഈ വചനം നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യും. ഓ ഹല്ലേലൂയ. ഈ വചനം തീ പോലെ നിങ്ങളെ കവർ ചെയ്യും. ഈ വചനം വാള് പോലെ നിങ്ങളുടെ മുമ്പിൽ തിരിഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ഈ വചനത്തിന്റെ അകത്ത്, ബ്രദർ എനിക്ക് ഈ വചനമൊക്കെ എത്ര വർഷമായിട്ട് അറിയാമെന്നറിയാവോ? പിന്നെ എന്തുകൊണ്ടാണ് ബ്രദർ എനിക്കിത് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വചനം അറിയാമെങ്കിലും കൂടത്തിൽ പറയും രക്ഷപ്പെടാത്തതിന്റെ കാരണം ആരോ ഒരിക്കട്ട് ചെയ്ത. ഇത് പറയുന്നിടത്തോളം കാലം വചനം പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് കളയണം. ഉദാഹരണം പറയാം. നിങ്ങൾ ഡോറ് തുറക്കുകയും അടയ്ക്കുകയും തുറക്കുകയും അടയ്ക്കുകയും ചെയ്തുകൊണ്ടിരുന്നൊരു ഗുണമുണ്ടോ? പറ. ഒരു വാതില് കള്ളന്മാര് കയറാതിരിക്കാൻ വേണ്ടി നിങ്ങൾ തുറക്കുന്നു, പിന്നെ അടയ്ക്കുന്നു, തുറക്കുന്നു, പിന്നെ അടയ്ക്കുന്നു. ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരു ഗുണവുമില്ല, അടച്ചു വെക്കണം. ആമേൻ. തോമസ് വാറെ ഒന്ന് ഹോസ്റ്റ് നോക്കിക്കോണേ. ഞാൻ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അനാവശ്യമായിട്ട് ആരാണ്ടൊക്കെ നടത്തപ്പോൾ തന്നെ ആവശ്യമില്ലാതെ എനിക്ക് തോന്നുന്നത് ആവശ്യമില്ലാത്ത വീഡിയോകൾ ഷെയർ ചെയ്യാൻ നോക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കിക്കോണേ. എനിക്കറിയാം ഈ ചില വിഷയങ്ങൾ വരുമ്പോൾ പിശാചിന് ഇരിക്കപ്പുറതില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ചോണം. അനാവശ്യമായിട്ട് ഷെയർ ചെയ്യുന്ന വീഡിയോസ് ഷെയർ ചെയ്യാൻ നോക്കുന്ന ആൾക്കാരെയൊക്കെ റിമൂവ് ചെയ്തോണേ. ജീസസ്. ആമേൻ. അശ്ലീലമായിട്ടുള്ള സകല വിധമാകുന്ന വീഡിയോസും ഷെയർ ചെയ്യാൻ നോക്കുന്ന പിശാചിന്റെ മുഖത്തെ ഞങ്ങൾ ആത്മാവിൽ വെട്ടിവിടുന്നു. ആമേൻ. നോക്കിക്കേ, നിനക്കെതിരായി വരുന്നൊരു ബാധയും എടുക്കും. അപ്പൊ നിങ്ങൾ എന്നെ സംഭവിക്കുന്ന അറിയാം. നിങ്ങൾ ഒരേ സമയം വചനം പറയുകയും നിങ്ങൾ പറയും, ബ്രദർ എനിക്ക് 20 വർഷമായിട്ട് ഈ വചനം അറിയാം. അപ്പൊ ഡോർ അടയ്ക്കാതെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ നിങ്ങൾ അടുത്ത വചനം വാക്ക് പറയുകയാണ്, ബ്രദറെ ആരോ എനിക്കിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡോർ തുറന്നു കണ്ടോ. പിന്നെ പറയും എനിക്കെതിരായി വരുന്ന ഒരു ആയുധവും വലിക്കത്തില്ല. അപ്പൊ ഡോർ അടച്ചു. പിന്നെയും പറയുന്നു ഞാൻ രക്ഷപ്പെടാത്തതിന്റെ കാരണം എനിക്കിട്ട് ആരോ എന്തോ ചെയ്ത്, വീണ്ടും തുറക്കുന്നുണ്ടോ. ഈ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുമ്പോൾ ഈ ഗ്യാപ്പിൽ അവൻ അകത്തോട്ട് കയറുകയാ. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്ന ഗ്യാപ്പിൽ അകത്തോട്ട് അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് പിശാചിന് ഇടം കൊടുക്കരുത്, വാതിൽ തുറക്കരുത്. അപ്പൊ നിങ്ങൾ എന്നാ ചെയ്യണം? നിങ്ങളുടെ മൈൻഡിന്റെ അകത്തുണ്ടായിരിക്കണം, ഇനി ആരെങ്കിലും എനിക്കിട്ട് കൂടോത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും, അവൻ നേരിട്ട് വന്ന് പറഞ്ഞാൽ പോലും അവന്റെ ശക്തി എനിക്കെതിരായി വരുന്ന ആയുധം ഫലിക്കത്തില്ല. ഇനി അവൻ അയക്കുന്ന ദുരാത്മ ബാധകൾ, പൈശാചിക ബാധകൾ എന്റെ കൂടാരത്തിന്റെ മേൽ അടുക്കത്തില്ല. ഇങ്ങനെ നിങ്ങൾ പറഞ്ഞെങ്കിൽ മാത്രമേ ദൂതന്മാർക്ക് വെട്ടാൻ പറ്റത്തുള്ളൂ. അല്ല എങ്കിൽ ദൂതന്മാർ കൈയും കെട്ടി നിൽക്കും. ദൂതന്മാർക്ക് വെട്ടണമെങ്കിൽ നിങ്ങൾ അവർക്ക് കമാൻഡ് കൊടുക്കണം. അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നിങ്ങൾ സംസാരിക്കണം. ദൈവവചനമാണ് അവരെ കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞിരുന്നത് വചനത്താൽ ദൈവം സ്ഥലത്തെയും ഉളവാക്കി. ദൂതന്മാരെ എല്ലാം ദൈവം നിർമ്മിച്ചത് വചനത്താലാണ്. ഇവർക്ക് മനസ്സിലാകുന്ന ഭാഷ വചനത്തിന്റെ ഭാഷയാണ്. ഹല്ലേലൂയ. ഇവിടെ നോക്കിക്കേ, യേശുക്രിസ്തു വന്നിട്ട് മർക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്ന വാക്ക് നോക്കിക്കേ. ആമേൻ. നിങ്ങൾ സർപ്പങ്ങളെ പിടിച്ചെടുക്കും. ഇവിടെ അണലിയെ പിടിക്കും എന്നല്ല പറഞ്ഞേക്കുന്നത്. സർപ്പം എന്ന് പറഞ്ഞാൽ പിശാചിനെ പിടിക്കും നിങ്ങൾ. അടുത്ത വാക്യം പറയാം, മരണകരമായ യാതൊന്ന് കുടിച്ചാലും ഹാനി വരത്തില്ല. ഞാൻ പല കൂട്ടായ്മയിൽ പോകുമ്പോൾ യേശുവിനെ അറിയാത്ത ജാതികൾക്കകത്തുനിന്നും കൈവിഷങ്ങൾ ഇറങ്ങിപ്പോകുന്ന കണ്ടിട്ടുണ്ട്. അവർ ഉള്ളത്തിൽ കൊടുത്ത കൈവിഷങ്ങളും
അവരെ ബന്ധിച്ച ദുരാത്മാക്കളെ കൊണ്ട് ബന്ധിക്കുന്ന ആൾക്കാരുണ്ട്. പിശാചിന് ദുരാത്മാക്കളെ കൊണ്ട് ബന്ധിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ലെന്ന് പറഞ്ഞ കാര്യം. അവൻ എത്ര ആഭിചാരക്കാരനോ മന്ത്രവാദിയോ പൈശാചിക ബന്ധനങ്ങളെ ആത്മാക്കളെ നിങ്ങളുടെ മേൽ അയച്ചാലും നിങ്ങളെ അവന് തൊടാൻ കഴിയത്തില്ല. വിശ്വാസിയോടെ ഞാൻ ഈ പറയുന്നത്. യേശുവിനെ അറിയാത്തവർക്ക് അവർക്ക് ഈ ബന്ധനം അഴിക്കണം. അതുകൊണ്ടാണ് യേശുവിന്റെ കാലഘട്ടത്തിൽ ഒരു ചന്ദ്രരോഗം ബാധിച്ച ഒരു മനുഷ്യൻ, ഒരു പിതാവ് മകനെയായിട്ട് വരികയാണ്. മകനാണ് രോഗം. അവന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവന് തീക്കകത്തും വെള്ളത്താലും വെള്ളം കണ്ടു കഴിഞ്ഞാൽ ദുരാത്മാവ് അവനെ ഉന്തിയിടും. ചെറുപ്പം മുതൽ അവൻ ബാധയുള്ളവനാ. ആ ദുരാത്മാവ് അവനെ കൊല്ലാൻ വേണ്ടി നോക്കി. യേശു അവനോട് കൽപ്പിച്ചപ്പോൾ അവന്റെ ഉള്ളത്തിൽ നിന്നും ദുരാത്മാവ് ഇറങ്ങിപ്പോയി. കണ്ടോ? അപ്പൊ അവനെ നശിപ്പിക്കാൻ വേണ്ടി, ആ കുടുംബത്തെ നശിപ്പിക്കാൻ വേണ്ടി ആരോ അവന്റെ ശരീരത്തിന്റെ മേൽ ദുരാത്മാവിനെ കയറ്റിവിട്ടു. അപ്പൊ വിശ്വാസിക്ക് ഇത് ഫലിക്കുമോ? ഇല്ല. എന്നാൽ പല വിശ്വാസികളുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കാൻ കാര്യം എന്തുവാ? എന്താ അതിന്റെ കാരണം ഒന്ന് പറഞ്ഞ്. പല വിശ്വാസിക്ക് ഇത് ഫലിക്കത്തില്ല. പക്ഷെ വിശ്വാസിക്ക് ഫലിക്കാൻ കാരണം എന്തുവാ? വാതിൽ തുറക്കുന്നു. അപ്പൊ തെറ്റായ അണ്ടർസ്റ്റാൻഡിങ് നിങ്ങളുടെ ഉള്ളത്തിൽ കയറിക്കൂടിയാൽ അത് നിങ്ങൾ അതുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും കാണുന്ന വചനം എല്ലാം കേൾക്കുമ്പോൾ ചിലർ ബ്രദറെ എന്നാ കാര്യങ്ങൾ വെളിപ്പെട്ടെന്നറിയോ, ഉടനെ പോയി തല പോലും വെക്കരുത്, ഉടനെ കൈവെപ്പ് മേടിക്കാൻ നിൽക്കരുത്. അതെല്ലാം നിങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ ഇടയായിത്തീരും. അനാവശ്യമായിട്ടുള്ള കൈവെപ്പുകൾ പോലും നിങ്ങൾ എന്ത് ചെയ്യരുത്, പോയി പിടിക്കരുത്. ചിലരുണ്ട് എവിടെ കേട്ടാലും പോയി നിങ്ങളുടെ അകത്ത് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. ഞാൻ ക്രിസ്തുവിൽ ആരാണ്? യേശു ക്രിസ്തു കഷ്ടപ്പെട്ട് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധം വെപ്പിച്ചു. അവരുടെ മേൽ ജയത്തിന്റെ ഉത്സവം കൊണ്ടാടി. അപ്പൊ എന്നിട്ട് എന്നോട് പറയാം, നീ സർപ്പത്തെ പിടിക്കാൻ വരുന്ന സർപ്പത്തെ എനിക്ക് പിടിക്കാൻ പറ്റും. എങ്ങനെ? സർപ്പത്തെ പിടിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, നിങ്ങളുടെ അകത്തിരിക്കുന്ന വചനം പറയണം. ഹല്ലേലൂയ. ആരെങ്കിലും ആഭിചാര ശക്തിയാലോ കൂടോത്രത്തിന്റെ ബന്ധനത്താലോ ഭാരപ്പെടുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ, ഇനി ആരെങ്കിലും എവിടെയെങ്കിലും പോയി വെളിപ്പെട്ടു, ബ്രദറെ ഇന്ന കാര്യം ഉണ്ടെന്ന് വെളിപ്പെട്ടു, ഇനി എന്നാ പരിഹാരം എന്നറിയാവോ? ഡോർ അടച്ചാൽ മതി. ആ വാതിലൂടെയാ പ്രവേശിക്കുന്നത്. നിങ്ങളുടെ വിശ്വാസം എന്ന വാതിലൂടെ അവൻ പ്രവേശിച്ചു. യോ എനിക്കിത് ഫലിച്ചു എന്ന്. അതുകൊണ്ടാണ് ഞാൻ കുറെ കാലങ്ങളായിട്ട് എനിക്ക് അറിയാവുന്ന ഒരു വിശ്വാസി ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു, ബ്രദറെ എന്റെ മോളുടെ മേൽ ഒരു വലിയൊരു ദുരാത്മ ബാധ പ്രവേശിച്ചിരിക്കുന്നു പറഞ്ഞു. അപ്പൊ പലയിടങ്ങളിൽ പോയിട്ട് ഇതിങ്ങനെ വെളിപ്പെട്ട് വരുന്നുണ്ടെങ്കിലും ഇതങ്ങോട്ട് വിട്ടുപോകുന്നില്ല. ദുരാത്മാവ് വിട്ടുപോകുന്നില്ല. ഈ ദുരാത്മാവ് വിട്ടുപോകാത്തതിന്റെ കാര്യം എന്നാണെന്നറിയോ? എല്ലായിടത്തും പോയിട്ട് ദുരാത്മാവ് ചാടി വെളിപ്പെടും. വെളിപ്പെട്ട് വിട്ടുപോകുന്നില്ല. ശരീരം വിട്ട് ദുരാത്മാവ് വിട്ടുപോകുന്നില്ല. എല്ലാ പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ ചെല്ലും ഭൂതം അങ്ങോട്ട് പോണില്ല. ഞാൻ പറഞ്ഞു, ഭൂതം പോകാത്തതിന്റെ കാരണം ഭൂതത്തെ പിടിച്ചു നിർത്തുന്ന ഒരു കാര്യം ഈ ഉള്ളത്തിലുണ്ട്. അയ്യോ ബ്രദറെ, എന്റെ മോള് നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ആളാണ്, വചനം പറയുന്ന ആളാണ്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഭൂതത്തെ പിടിച്ചു നിർത്തുന്ന ഒരു കാര്യം എന്നാണെന്നറിയാവോ? നിങ്ങളുടെ വിശ്വാസമാണ്. അമ്മയും മോളും വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്, ആരോ എന്തോ ചെയ്ത് വിട്ടിരിക്കുന്നത് കൊണ്ടാണ് എൻ്റെ മോള് രക്ഷപ്പെടാത്തത്. ഉടനെ അത് വിട്ടുകളാ. ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ഞാനും എൻ്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞു തുടങ്ങി. എന്നിട്ട് ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്നില്ലേ, അതുകൊണ്ടാണ് രക്ഷപ്പെടാത്തത്. ആ ഡോറങ്ങ് അടക്കി, ആ പറച്ചിലങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യ്. പലപ്പോഴും വചനം പറയുമ്പോഴും രാവിലെ മുതൽ വചനം പറഞ്ഞിട്ടും ബ്രദറെ എന്നാ മറന്നറിയാവോ? വാതിൽ അടയ്ക്കുകയും തുറക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. വചനം പറയുകയും ചെയ്യും, അതേ വാഗൊണ്ട് പറയുകയും ചെയ്യും, എന്തോ എനിക്കിട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾ വചനം പറയണം, അല്ലെങ്കിൽ എന്തോ ചെയ്തെന്ന് പറഞ്ഞത് നിർത്തണം. ഇത് രണ്ടും കൂടെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ദൂതന്മാർക്ക്, അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല എന്ന് പറയാൻ കാര്യം, ബാധയ്ക്ക് എന്നെ അടുക്കലേക്ക് വരണമെങ്കിൽ ഞാൻ അവർ ഡോർ തുറന്നു കൊടുക്കണം. ദൈവം ആ ഡോർ അടച്ചു. ഈ വചനം കൊണ്ട് ദൈവം ആ വാതിൽ അടച്ചു. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നറിയാവോ? അകത്തുനിന്ന് തുറന്നു കൊടുക്കുക. നമുക്കറിയാം, നോഹയുടെ പെട്ടകം നോഹയാണ് നിർമ്മിച്ചതെങ്കിലും അതിന്റെ വാതിലടച്ചത് ആരാ? ഒന്ന് പറ. നോഹയുടെ പെട്ടകത്തിന്റെ വാതിലടച്ചത് ആരാ? കണ്ടോ? വാതിലുണ്ടാക്കിയത് നോഹയാണെങ്കിലും നോഹയുടെ വാതിലടച്ചത് ദൈവം. ഇതേപോലെ തന്നെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പിശാചിന്റെ സകല വാതിലുകളെ അടച്ചത് ദൈവം വചനം കൊണ്ട്. പക്ഷെ വിശ്വാസി ഇപ്പൊ അകത്തുനിന്ന് തുറന്നു കൊടുക്കുക.
നിങ്ങൾക്ക് ഒരിക്കലും പുറത്തുനിന്ന് അവന് തുറക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? ദൈവം അടച്ചതുകൊണ്ട്, ദൈവം വചനത്താൽ, യേശു പറഞ്ഞു വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച വചനം കൊണ്ട് അങ്ങ് അടച്ചു. വചനം കൊണ്ട് അടച്ചു. അതുകൊണ്ടാണ് ഇയ്യോബിന് ചുറ്റും വേലി ദൈവം കെട്ടിയിരിക്കുന്നത്. ഇയ്യോബിന് ചുറ്റും ദൈവമാണ് വേലി കെട്ടിയിരിക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾ നോക്കിക്കേ, ദൈവം വാതിൽ അടച്ചു, ഇനി പിശാചിന് തുറക്കാൻ പറ്റത്തില്ല. കേട്ടെ, ഇനി ആർക്കേ ഇത് തുറക്കാൻ പറ്റത്തുള്ളൂ? ഒന്നെങ്കിൽ ദൈവത്തിന്, അല്ലെങ്കിൽ വിശ്വാസിക്ക്. എന്റെ കൂടെ പറഞ്ഞോട്ടെ, വിശ്വാസിക്കും ദൈവത്തിനും മാത്രമേ ഈ വാതിൽ തുറക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയാം. വിശ്വാസിക്കും ദൈവത്തിന് മാത്രമേ ഈ വാതിൽ തുറക്കാൻ പറ്റൂ. ആമേൻ. അപ്പൊ ഇവൻ പല രീതിയിൽ ട്രൈ ചെയ്യുക. ഇവൻ ഇത് തുറക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവൻ ട്രൈ ചെയ്യുക. എങ്ങനെയാണെന്നറിയാവോ? ഏതെങ്കിലും ഉപദേശിയെ കൊണ്ട് അങ്ങോട്ട് പ്രസംഗിപ്പിക്കും. സഹോദരി, ആഭിചാരം നിങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ കിടക്കുക, ഇത് പിടിച്ച് നിങ്ങൾക്കിട്ട് സംഭവം ചെയ്തിട്ടിരിക്കുകയാണ്, നിങ്ങൾ കര കയറത്ത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടി വിറച്ച് പേടിച്ചു ഉയ്യോ 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 വെക്കരുത്. ആ ഉയ്യോ ആണ് തുറക്കുന്നത്. ആ ഉയ്യോ കൊണ്ടാണ് ആ ഡോറ് തുറക്കാൻ വേണ്ടി പോകുന്നത്. വിശ്വസിക്കരുത്. ആണോ? ആ വിചാരം ചെയ്തിട്ടുണ്ടോ? എന്നാ പേടിക്കണ്ട, എനിക്കെതിരായി വരുന്ന ഒരായുധവും ഫലിക്കത്തില്ല. തിരിച്ചങ്ങോട്ട് പറയണം. അങ്ങനെ നിങ്ങൾ പറയുമ്പോൾ ഡോറ് മുറുകും. പക്ഷെ നിങ്ങൾ എപ്പോഴാണ് അയ്യോ ശരിയാണ്, ഞാൻ ആ വിഷയത്തിന്റെ അകത്ത് ഭയങ്കര ഭാരപ്പെടുക, സാത്താൻ എന്നെ വട്ടം പിടിച്ചേക്കുക, ഈ പിശാച് എന്നെ വിടാതെ പിടിച്ചേക്കുക, അപ്പൊ ഉടനെ എന്ത് ചെയ്യുന്നറിയാവോ? ദൈവം അടച്ച വാതിൽ വിശ്വാസിക്ക് മാത്രം തുറക്കാൻ പറ്റുന്ന, ദൈവത്തിനും തുറക്കാൻ പറ്റുന്ന ഡോറ് നിങ്ങൾ അകത്തും തുറക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തുറന്നു കൊടുക്കുമ്പോൾ അവൻ അകത്തോട്ട് പോകും. ഇതാണ് പിശാച് പറഞ്ഞത്, പിശാചിന്റെ ഇടം കൊടുക്കരുത്. ആമേൻ. ഇവിടെ നോക്കിയേ, സർപ്പങ്ങളെ പിടിച്ചെടുക്കും. അപ്പൊ സർപ്പങ്ങൾ എന്ന വാക്കുണ്ടോ? ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു സർപ്പമേ വന്നുള്ളൂ, പഴയ പാമ്പെന്ന് പറയുന്ന സർപ്പം. പക്ഷെ ഇവിടെ യേശു പറയുന്ന സർപ്പങ്ങളെ, കുറേ സർപ്പങ്ങൾ വന്നു. എന്താ സർപ്പങ്ങൾ എന്ന് പറഞ്ഞാൽ? പിശാചിന്റെ ആത്മാക്കളെയാണ് അവിടെ കാണിക്കുന്നത്. അതിനെ പിടിച്ചെടുക്കുവാൻ നിങ്ങളെ കൊണ്ട് പറ്റും. നിങ്ങൾ എത്ര ശക്തരാണെന്നറിയാവോ? ഇവിടെയാണ് അവന്റെ തന്ത്രം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ശക്തരല്ല എന്ന് നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നു. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, തമ്പുരാൻ എനിക്ക് ചുറ്റും വേലി കെട്ടി വെച്ചിരിക്കുന്നു. ആ വേലിയാണ് നിനക്ക് എതിരായി വരുന്ന ഒരായുധവും ഫലിക്കത്തില്ല. ഇവിടെ വാക്കുണ്ടല്ലോ, നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുമ്പിൽ തോൽക്കുമാറാക്കും, ഒരനർത്ഥവും നിനക്ക് വരത്തില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടക്കത്തില്ല. തമ്പുരാൻ അത് ലോക്ക് ചെയ്തു ആ വചനം കൊണ്ട്. പുതിയ നിയമത്തിൽ യേശു അതിനെ ആമേൻ പറഞ്ഞതിനെ വീണ്ടും മുറുക്കി അങ്ങ് അടച്ചു. പക്ഷെ പൗലോസ്ലീഹ പറഞ്ഞ് സൂക്ഷിക്കണം, തുറന്നു കൊടുത്തിട്ട് ഉത്തരവാദിത്തമില്ല. ഇതുകൊണ്ടാണ് പല വിശ്വാസികൾക്കിടയിൽ പോലും ഈ സംഭവം ആക്റ്റീവ് ആകുന്നത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും വാണിംഗ് പറയാറുണ്ട്, നിങ്ങൾ നല്ല സുവിശേഷം പറയുന്നിടത്ത് കേൾക്കാൻ പോകാവുള്ളൂ. എല്ലാ സുവിശേഷക്കാരും പരിശുദ്ധാത്മാവാന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഞാൻ സുവിശേഷം എന്ന വാക്ക് പറഞ്ഞു ക്ഷമിക്കണം. സുവിശേഷം പറയുന്ന എല്ലാ ആൾക്കാരും പരിശുദ്ധാത്മാവിനാൽ ഉള്ളവരാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുതേ, നിങ്ങൾ ധരിക്കരുതേ. മനസ്സിലാക്കണമേ, നിങ്ങൾ ശ്രദ്ധിക്കണമേ. നിങ്ങളുടെ ഉള്ളിലോട്ട് ഇത് കയറാതെ നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ പൊതിഞ്ഞു സൂക്ഷിക്കണം. ആമേൻ. മരണകരമായി യാതൊന്ന് കുടിച്ചാലും ഹാനി വരത്തില്ല. നിങ്ങൾ സ്വന്തമായിട്ട് പറയണം. ഈ ദിവസങ്ങളിൽ ഒരു ഗതിയും പിടിക്കാതെ, മുന്നോട്ടൊരു സ്റ്റെപ്പ് പോലും എടുത്തു വെക്കാൻ കഴിയാതെ 4 ചുറ്റും അടഞ്ഞിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ടോ? വെറുതെ ഒരു ഗതിയും വരുന്നില്ല. എവിടെ ചെന്നാലും തൊടുന്നോടത്തെല്ലാം പ്രശ്നമാ. എന്നാ ചെയ്തിട്ട് നേരെയാകുന്നില്ല, എവിടെ പോയിട്ടും രക്ഷപ്പെടുന്നില്ല. ഇന്നു മുതൽ പറഞ്ഞു തുടങ്ങണം നിങ്ങൾ, എനിക്കെതിരായി വരുന്ന ഒറ്റ ആയുധം ഫലിക്കത്തില്ല. അങ്ങനെയുള്ളവരെന്നെ കേൾക്കാൻ വേണ്ടി പറയാം, 4 കുറ്റും അടഞ്ഞതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഭാഗത്തുനിന്ന് പുറത്തു വന്നോണം. എവിടെയൊക്കെയോ നിങ്ങളുടെ ഉള്ളത്തിന്റെ അകത്ത് അണ്ടർസ്റ്റാൻഡിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. കാര്യം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാ. നിങ്ങൾ തകർന്നു പോകേണ്ടവരല്ല, നിങ്ങൾ നശിച്ചു പോകേണ്ടവരല്ല, നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടേണ്ടവർ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എനിക്കറിയാവുന്ന ഒരു സഹോദരനെ പരിചയപ്പെട്ടു. എനിക്കറിയാവുന്നതാണ്, ഒരു കുഴപ്പമില്ലാത്ത ആളാണ്. സാമ്പത്തികമായിട്ട് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്, വലിയ ധനാട്ടിലൊന്നുമല്ല, എന്നാൽ ഒത്തിരി എന്താ പറയുക ദാരിദ്ര്യത്തിലും അല്ല, ഒരു മിഡിൽ ക്ലാസ്സിൽ നിൽക്കുന്നയാളാണ്. ഒരു പ്രശ്നവും ഇല്ലായിരുന്നു, ചെറുപ്പക്കാരനായ മനുഷ്യനാ. ഇത് നിക്കക്കള്ളിയില്ല അവന്.
കടം മേടിച്ച് കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്ത് പറയുക, അവനിപ്പം ഒരു സ്ഥലത്ത് ഒരു ജോലിക്ക് പോലും കയറാൻ പറ്റാത്ത രീതിയിൽ എന്ത് ചെയ്തു, ബാധിച്ചിരിക്കുക. ഒരു പ്രശ്നവും ഇല്ലാത്തയാളാ, വിശ്വാസിയാണേ, പ്രാർത്ഥിക്കുന്നയാളാണ്, ഒരു പ്രശ്നവും ഇല്ല. ഒരു സ്ഥലത്ത് ജോലിക്ക് പോയതാണ്, ആ സ്ഥലത്തു നിന്നും സാമ്പത്തിക കുരുക്ക് അവന്റെ ജീവിതത്തോട് പ്രവേശിച്ചു. ജന്മത്തിൽ ഞാൻ സൂം ലിങ്ക് അയച്ചു കൊടുത്താൽ പോലും കയറത്തില്ല. എനിക്കറിയത്തില്ല എത്രയും മസിലെടുത്ത എന്നാന്ന്. സാമ്പത്തിക കുരുക്ക് കയറിയിട്ട് അവന്റെ ജീവിതത്തിൽ ഇപ്പൊ അഴിക്കാൻ പറ്റുന്നില്ല. ലക്ഷങ്ങൾ അവന്റെ ഒരു കുഴപ്പമില്ലാതിരുന്ന ആളാ, ഒരു പ്രശ്നമില്ലാതിരുന്ന ആളാ. ഇപ്പം നിക്കക്കള്ളിയില്ല, കടം കേറി ഈ മുങ്ങണ്ട അവസ്ഥയാ. അവനോട് സംസാരിക്കുന്നവർ പോലും ഒന്ന് ആത്മഹത്യ ചെയ്യാൻ തോന്നിപ്പോവും. അതേപോലെ പ്രയാസത്തിലൂടെ കടന്നു പോവുക, അതേപോലെ ശ്വാസം മുട്ടുക. കണ്ടോ, എവിടുന്നോ കയറി കൂടിയതാണ്. ഇതുപോലെയാണ് പലരുടെയും ജീവിതത്തിൽ. നമ്മൾ ശരിക്കും ഓർത്തോണം, വചനത്തിന്റെ കാഴ്ചപ്പാടിൽ നിങ്ങൾ വളരണം, വചനത്തിന്റെ ശക്തിയിൽ നിങ്ങൾ വളരാൻ പഠിക്കണം. ഇത് നിങ്ങളെ ഉയർത്തും. യഹോവയുടെ വചനം ഊതി കത്തിച്ചെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ വചനം നല്ല തികവുള്ളതാ. അതെന്നെ നന്മയാക്കി മാറ്റും. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ വചനം, സത്യവചനം കറക്റ്റായിട്ട് നിങ്ങൾക്ക് അകത്തോട്ട് കയറിയുണ്ടല്ലോ, നിങ്ങളുടെ ജീവിതം ചേഞ്ച് ആകുന്നത് നിങ്ങൾക്ക് തന്നെ അതിശയമായി തരും. ഞാൻ ചുമ്മാ പറയുന്നതല്ല. നാട്ടിലെ അയൽക്കൂട്ടത്തിൽ 10 പേര് അറിയുന്ന കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. നിങ്ങളുടെ പട്ടണത്തിൽ നിങ്ങൾ അറിയപ്പെടും. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചപ്പോഴേക്കും 4 ചുവരിന്റെ അകത്ത് ഒതുങ്ങിപ്പോയില്ല. നീ ഒരു അനുഗ്രഹമാണ് തമ്പുരാൻ പറഞ്ഞപ്പോൾ ഇന്ന് 4000 വർഷം കഴിഞ്ഞിട്ടും നമുക്ക് ഒറ്റ പേരറിയാം, അബ്രഹാം, ദ ബ്ലെസ്സഡ് മാൻ. കണ്ടോ, ദൈവം അനുഗ്രഹിച്ചാൽ 4000 വർഷം കഴിഞ്ഞാലും അത് നിൽക്കും. ഇതാണ് ദൈവത്തിന്റെ അനുഗ്രഹം. വചനത്താൽ അനുഗ്രഹിക്കപ്പെട്ടയാളാ. എന്തുകൊണ്ട് എനിക്ക് ഉയരാൻ പറ്റുന്നില്ല? ഡോറുകൾ പലതും തുറന്നിട്ടിരിക്കുന്നു. എപ്പോഴും ശ്രദ്ധിച്ചോണേ, നിങ്ങൾ പറയുന്ന വാക്കുകളെല്ലാം ഡോറുകളാണ്. നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകളും അനുഗ്രഹത്തിന്റെ വചനത്താൽ എൻ്റെ ഓരോ ദൈവം ഞാൻ ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണം. നോഹയ്ക്ക് വേണ്ടി ദൈവം ഒരു പെട്ടകം നിർമ്മിക്കാൻ പറഞ്ഞു നോഹയോട്. നോഹ പെട്ടകം നിർമ്മിച്ചു, വാതിലുണ്ടാക്കി. പക്ഷെ കുറ്റി നീ ഇടരുത്. കണ്ടോണേ, നീ കുറ്റി ഇടരുത്. നീ കുറ്റി ഇട്ടാലുള്ള കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ കുറ്റി ഇട്ടാൽ പുറത്തുനിന്ന് വെള്ളപ്പൊക്ക സമയത്ത് പാപത്തിൽ ജീവിക്കുന്നവൻ ന്യായവിധി വരുമ്പോൾ അവൻ തന്നെ തുറന്നകത്തോട്ട് കയറും. തമ്പുരാൻ അടച്ചത് കൊണ്ട് അവന് തുറക്കാൻ പറ്റത്തില്ല. ഇനി ഒറ്റ വഴിയുള്ളൂ, നോഹയകത്തും തുറക്കണം. കണ്ടോ, ഇത് തന്നെയാണ് വിശ്വാസികളുടെ ജീവിതം. നോഹയുടെ ജീവിതം നോക്കുക, പെട്ടകം നോക്കുക. നിങ്ങളെ തമ്പുരാൻ ഒരു പെട്ടകം പോലെ പൊതിഞ്ഞു വെച്ചിരിക്കുക. ഇത് അടച്ചത് യഹോവയാണ്. ഇത് തുറക്കുവാൻ ഒരു മനുഷ്യനും കഴിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഓർത്തോണെ, അകത്തുനിന്ന് തുറക്കാൻ. ഇവിടെ പറഞ്ഞാട്ടെ, നോഹയ്ക്ക് തുറക്കാന്ന് പറ. നിങ്ങളാണ് ഈ കാലഘട്ടത്തിലെ നോഹ. വെള്ളം ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, ജലം ഇങ്ങനെ വെള്ളം 4 കോണിലും വെള്ളം പൊങ്ങുന്നു, ആകാശത്തിന്റെ വാതിൽ തുറക്കുന്നു, അടിയിൽ നിന്നും മുകളിൽ നിന്നും എല്ലാം വെള്ളം വരുന്നു, പ്രളയം വരുന്നു. ആ സമയത്ത് നോഹ ചിന്തിക്കും, അയ്യോ എനിക്കറിയാവുന്ന ഒരു പലചരക്കടക്കാരാണ് ഒഴുകിപ്പോകുന്നു എന്ന് അവനെ കയറ്റിയേക്കാന്ന് വിചാരിച്ച് നോഹ അകത്തുനിന്ന് ആ വാതിൽ തുറന്നാൽ എന്നാ സംഭവിക്കും എന്ന് പറ. ആ പെട്ടകത്തിന്റെ ഡോറ് തുറന്നാൽ എന്നാ സംഭവിക്കും? വെള്ളം കയറി. കണ്ടോ, അവനെ പോലെ നോഹയും ചത്ത് വീർത്ത് വെള്ളത്തിൽ ഒഴുകി നടക്കും. അതുകൊണ്ട് നോഹയ്ക്ക് മനസ്സിലായി, ഞാൻ ഡോറ് തുറക്കത്തില്ല. തമ്പുരാൻ പറഞ്ഞു, ഞാൻ തുറക്കത്തുമില്ല, നീയും തുറക്കരുത്. ഇത് തന്നെയാ വിശ്വാസി. എപ്പോഴും കാണുന്നോടത്തെല്ലാം പോയി വചനം കേട്ടു അവിടെ ഇരുന്നുകൊണ്ട് ഭയങ്കര ആരാധിച്ചു വരുമ്പോഴേക്കും നിങ്ങൾ പോലും അറിയാതെ വചനത്തിന്റെ തിരിച്ചറിവിൽ നിന്ന് വിരോധമായി ഡോറുകൾ തുറന്നിട്ടിട്ട് പലരും വരുന്നത്. അതുകൊണ്ടാണ് ചിലർ എത്ര വർഷമായാലും ദുരാത്മാവ് വിട്ടുപോകത്തില്ല. പിശാച് ഇളകും, വലിയ പരിപാടി കാണിക്കും, അത് പോയ പുറകെ പിന്നെയും കയറി വരും. അതെന്നെ കാരണം എന്നറിയാവോ? കറക്റ്റായിട്ടുള്ള വചനത്താൽ ഡോറുകൾ അടയ്ക്കുന്നില്ല. ആമേൻ. അതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ നന്മ തുറക്കുന്നുണ്ടെങ്കിലും അത് കംപ്ലീറ്റ് ആകുന്നില്ല. അനുഗ്രഹം വരുന്നുണ്ടെങ്കിലും അതിങ്ങനെ പൊങ്ങി വരുമ്പോഴേക്കും അതങ്ങോട്ട് തീർന്നു പോവുക. ഒരനുഗ്രഹം തുറക്കും, പിന്നെ ഇത് പെട്ടെന്ന് അങ്ങ് മാഞ്ഞു പോവുക. കാര്യം വചനത്താൽ ലോക്ക് ചെയ്യണം നിങ്ങൾ. ഒരു ബാധയും എൻ്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. എൻ്റെ അധ്വാനം ഞാൻ തന്നെ ഭക്ഷിക്കും. എനിക്ക് നന്മ വരും. ഒരു ഹോസ്പിറ്റലിലും കൊണ്ടേ കളയത്തില്ലെന്ന് പറയണം. വചനം കൊണ്ട് ഡോറുകളെ മുറുക്കി അടയ്ക്കണം. ഓ ജീസസ് ക്രൈസ്റ്റ്.
ഹല്ലേലൂയ. ഇതാണ് പലരുടെയും ജീവിതത്തിൽ നമ്മളറിയത്തില്ല, സാത്താൻ ഒരിക്കലും നിങ്ങളുടെ ഞാൻ കൂടെ പറയാം, ഇയ്യോബിന്റെ വേലി പൊളിച്ചത് യഹോവയാണോ ലൂസിഫർ ആണോ എന്ന് പറ. സാത്താനാണോ പൊളിച്ചത്? നോഹയുടെ ഇയ്യോബിന്റെ വേലി ദൈവം അടച്ചു. ദൈവമാണ് തുറക്കുന്നത്, അല്ലേ? ഇയ്യോബിന് ചുറ്റും വേലി കെട്ടിയിരിക്കുന്ന വേലിനെ ഇയ്യോബിന് പോലും തുറക്കാൻ കഴിയത്തില്ല. പുതിയ നിയമത്തിൽ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്നാണെന്നറിയാവോ? നമുക്ക് ഈ ഡോറുകൾ തുറക്കാൻ പറ്റും. ഹല്ലേലൂയ. അതാണ് നോഹയെ ഞാൻ കണക്ട് ചെയ്തത്. നോഹയ്ക്ക് കൃപ ലഭിച്ചു, അതാ വ്യത്യാസം. നോഹയ്ക്ക് കൃപ ലഭിച്ചത് കൊണ്ട് നോഹയ്ക്ക് അടയ്ക്കാനും തുറക്കാനും കഴിയും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, സ്വർഗത്തിൽ നീ കെട്ടുന്നത് ഭൂമിയിൽ കെട്ടിയിരിക്കും, നീ ഭൂമിയിൽ അഴിച്ചാൽ സ്വർഗത്തിലും അഴിച്ചു. കാര്യം ഒരേ അധികാരം രണ്ടുപേർക്കും ഉണ്ട്. ദൈവത്തിനുള്ള അതേ അധികാരം നമുക്കും കർത്താവ് തന്നു. അതുകൊണ്ടാണ് സ്വർഗത്തിലെയും ഭൂമിയിലെയും താക്കോൽ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. കണ്ടോ, താക്കോല് കണ്ടോ? ഇതാണ് ഡോറ് തുറക്കാനുള്ള താക്കോലായത്. സ്വർഗത്തിലെയും ഭൂമിയിലെയും താക്കോൽ നിനക്ക് തന്നിരിക്കുന്നു. മനസ്സിലായോ? നീ ഭൂമിയിൽ കെട്ടിയാൽ അവിടെ കെട്ടും. നിങ്ങൾ ചിന്തിക്കുക, ഒരു മന്ത്രവാദി നിങ്ങൾക്കെതിരെ ഒരു ദേശം മൊത്തം ആഭിചാരം ചെയ്ത് ഭയപ്പെടുത്തുവാന്ന് വിചാരിച്ചോ? നിങ്ങൾ പോയി ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി. നിന്റെ ഒരു പരിപാടിയും ഇനി ഈ ദേശത്ത് വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കെട്ടാൻ പറ്റും. അറിയാവോ? നിങ്ങൾക്ക് അവിടെ കെട്ടാൻ പറ്റും. നിങ്ങളെ കെട്ടാൻ പറ്റത്തില്ല അവന്. ഇതുകൊണ്ടാണ് ഫിലിപ്പോസ് പോയി ശമരിയയിലെല്ലാം പോയി വചനം പറഞ്ഞ സമയത്ത് അവിടെ മന്ത്രവാദികൾ എന്ത് ചെയ്തു? ഫിലിപ്പോസിനെ കെട്ടാൻ വേണ്ടി നോക്കി. അവസാനം എന്നാ സംഭവിച്ചറിയാവോ? അവര് മന്ത്ര പുസ്തകങ്ങളെല്ലാം കൊണ്ടുവന്ന് കത്തിച്ചു കളഞ്ഞു. അവര് പഠിച്ചതൊന്നും ഫലിക്കുന്നില്ല. പക്ഷെ ഫിലിപ്പോസ് ഈസി ആയിട്ട് മന്ത്രവാദിയെ കെട്ടുക. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഫിലിപ്പോസ് ഈസി ആയിട്ട് മന്ത്രവാദിയെ കെട്ടി കോടിക്കണക്കിന് രൂപ വിലയുള്ള പുസ്തകങ്ങളെ കത്തിച്ചു കളയുന്നവര്. ഫിലിപ്പോസിനെ കെട്ടാൻ പറ്റുന്നില്ല. ഫിലിപ്പോസ് ആണെങ്കിൽ ഈസി ആയിട്ട് മന്ത്രവാദിയെ കെട്ടുക. ഇപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? കാര്യം ഫിലിപ്പോസിന്റെ താക്കോൽ ഇരിപ്പുണ്ട്. സാത്താന്റെ ഡോറുകളെ മുറുക്കി അടയ്ക്കുവാനും പട്ടണങ്ങളെ അൺലോക്ക് ചെയ്യുവാനും ആർക്ക് കഴിയും? ഫിലിപ്പോസിന് പറ്റും. ഇതാണ് കൃപ എന്ന വാക്കിന്റെ അർത്ഥം. അതുകൊണ്ടാണ് നോഹയ്ക്ക് കൃപ ലഭിച്ചു. നോഹയ്ക്ക് ഡോറ് അൺലോക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നോഹ ചെയ്യത്തില്ല. നോഹയ്ക്ക് മനസ്സിലായി, ഇത് അൺലോക്ക് ചെയ്താൽ മുങ്ങിപ്പോകാൻ നിൽക്കുന്നവനും വെള്ളവും കൂടെ അകത്തോട്ട് കയറി വരും, അവരെന്നെയും കൂടെ മുക്കിക്കളയും. ഇത് തന്നെയാണ് വിശ്വാസിയുടെ പൗലോസ് പറഞ്ഞത്, സാത്താൻ ഇടം കൊടുക്കരുത് കേട്ടോ. ആമേൻ. ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾക്കെതിരായിട്ട് വരുന്ന ആയുധങ്ങൾ, കൂടോത്രങ്ങൾ നിങ്ങൾ ഒരിക്കലും പറയരുത്, വാഗൊണ്ട് പോലും പറയരുത്, അവരെനിക്കിട്ട് എന്തോ ചെയ്തിട്ടുണ്ട്. ബ്രദർ ഒന്ന് പ്രാർത്ഥിച്ചേ. ഞാൻ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നിടത്തോളം കാലം അത് വെളിപ്പെട്ട് വരും. കണ്ടോ? നിങ്ങൾ അങ്ങനെ വിശ്വസിച്ചിട്ടുണ്ടോ? അവരെനിക്കിട്ട് എന്തോ ചെയ്തിട്ടുണ്ട് ബ്രദർ എന്ന് പറഞ്ഞാൽ ഞാനത് പ്രാർത്ഥിച്ചാൽ അത് വെളിപ്പെട്ട് വന്നിരിക്കും. ഞാൻ പറയും, സിസ്റ്ററെ സംഭവം ചെയ്തിട്ടുണ്ട് കേട്ടോ. അയ്യോ ബ്രദറെ, എന്നാ ചെയ്യണം? തലകുത്തി മറിഞ്ഞ് പ്രാർത്ഥിക്കണോ? അല്ല, ഡോർ അടയ്ക്കുക. വളരെ സിമ്പിളാ. യേശുവിന്റെ നാമത്തിൽ പറ, എനിക്കെതിരായി വരുന്ന ഒരു ആയുധവും ഫലിക്കത്തില്ല, ഒരു ബാധയും എന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല, ഒരുത്തനും എന്നാ ചെയ്താലും എനിക്ക് ഫലിക്കത്തില്ല. ബൈബിളിൽ വാക്യമുണ്ട്, ആഭിചാരം യാക്കോബിന് ഫലിക്കത്തില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിന് ഏക്കത്തില്ല. കണ്ടോ, എന്നാ വാക്യം അത്! ആഭിചാരം യാക്കോബിന് ഫലിക്കത്തില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വാക്യമാണ്. കാരി യാക്കോബ് കുതികാലി പിടിച്ചു ഇറങ്ങി വന്നവനാണെങ്കിലും തമ്പുരാന്റെ വചനം പറയുക, അങ്ങോട്ട് ഏക്കത്തില്ല. കാര്യം എന്തോ? യാക്കോബിന്റെ മനസ്സിൽ മൊത്തം നിറഞ്ഞിരിക്കുക, എനിക്കെതിരായിട്ട് വരുന്ന ഒറ്റ ആയുധം ഫലിക്കത്തില്ല. ഇങ്ങനെ വിശ്വസിച്ചിരിക്കുന്ന ഒരാൾക്കെതിരെ എങ്ങനെയാണ് പിശാചിന്? അപ്പം യാക്കോബിന് പിശാചിനെ ബന്ധിക്കുവാൻ ശക്തിയുണ്ട്. ഇത് തിരിച്ചറിഞ്ഞോണേ. നിങ്ങൾക്കൊരു മന്ത്രവാദ ശക്തിയെ ബന്ധിക്കുവാൻ പറ്റും. അറിയാവോ? നിങ്ങൾക്ക് അവരെ ബന്ധിക്കാൻ പറ്റും. നിങ്ങൾക്ക് സാത്താന്റെ മേഖലകളെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആ ശക്തികളെ, ഞാൻ പ്രശസ്തനായ ഒരു ദൈവദാസൻ വന്ന സമയത്ത് ഇന്ത്യയിലെ ഒരു, ഞാൻ പ്രദേശമൊന്നും പറയത്തില്ല, പ്രത്യേകിച്ച് പലയിടങ്ങളിൽ പല വിഷയങ്ങളുള്ളതാണ്. അപ്പൊ അവിടെയുള്ള ആൾക്കാർ പറഞ്ഞു, അവരാരാധിക്കുന്ന ചില മൂർത്തികൾ, ഇങ്ങനെ ഞാൻ കേട്ട ചരിത്രത്തിൽ, അവരുടെ പല ആരാധനാ മൂർത്തികളും അവിടെ പ്രവേശിക്കുന്നില്ല. അവർ നോക്കിയപ്പോഴേക്കും അതവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ചിലരിങ്ങനെ പറഞ്ഞു, അവരുടെ വിഗ്രഹങ്ങൾ ഉരുകിപ്പോയെന്നാ പറഞ്ഞത്. അതെന്താ? ഒരു ദൈവദാസം വന്നപ്പോൾ സംഭവിച്ചത്. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ അകത്തിരിക്കുകയാണ്, ഞാൻ കാല് കുത്തുന്ന പട്ടണങ്ങളെ യഹോവ എനിക്ക് അവകാശമാക്കി തന്നിരിക്കുന്നു. കണ്ടോ? ഇങ്ങനെയുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൽ വിശ്വസിക്കുന്ന ആൾക്കാരുടെ അടുക്കിലേക്ക് ഒരു പരിപാടി നടക്കത്തില്ല. ഇതുകൊണ്ടാണ് വചനം കേൾക്കണം എന്ന് പറയുന്നത്. വചനം കേൾക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല? നമ്മൾ
എത്ര ശ്രമിച്ചാലും, നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ഓർത്തോണം, നിങ്ങൾ ചെണ്ടപ്പുറത്ത് കോല് കുത്തുന്നിടത്ത് എല്ലാം പോയി തല വെക്കരുതേ. ഞാൻ എപ്പോഴും പറഞ്ഞു, അവിടെ എല്ലായിടത്തും പോയി തല വെക്കരുതേ. നിങ്ങൾ സത്യവചനം കേട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഡോറുകളെ അടയ്ക്കുവാൻ നിങ്ങൾ പഠിക്കണം. അങ്ങനെ അടച്ചില്ല എങ്കിൽ എന്താണ് സംഭവിക്കുന്നത് അറിയാവോ? പല ജീവിത സാഹചര്യത്തിന്റെ അകത്തും നമുക്ക് രക്ഷപ്പെടാൻ കഴിയാതെ, പല നന്മകളും അനുഭവിക്കാൻ കഴിയാതെ, പല ഉയർച്ചകളും കാണാൻ കഴിയാതെ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് എന്ത് സംഭവിക്കുന്നത് അറിയാവോ? തുറക്കുന്ന നന്മകൾ അനുഭവിക്കാൻ കഴിയാതെ നമ്മൾ തകർന്നു പോകും. ഇതാണ് പല വിശ്വാസിക്ക് സംഭവിക്കുന്നത്. രക്ഷപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും എങ്ങനെയാണ് ഈ ഡോർ അടയ്ക്കണമെന്ന് അറിയത്തില്ല. ഈ ഡോർ അടയ്ക്കണമെങ്കിൽ യേശുക്രിസ്തു ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഒരുവന്റെ മേൽ നിന്ന് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കിയാൽ അവൻ പിന്നെയും തിരിച്ചു വരും. അടുത്ത വാക്യത്തിൽ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നു, ഒരുവൻ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഏറെ ഫലം കായ്ക്കും. കണ്ടോ? അപ്പം വചനം നിങ്ങളുടെ ഉള്ളത്തിൽ വസിക്കണം. ഇതൊരു കീ ആണ്. വചനം ഒരു താക്കോലാണ്. നിങ്ങൾക്ക് സ്വർഗത്തിൽ കെട്ടിയിരിക്കാനും ഭൂമിയിൽ അഴിക്കാനും ഭൂമിയിൽ തുറക്കാനും അധികാരമുള്ളവരാ വിശ്വാസികൾ. ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, യേശുവേ നന്ദി കർത്താവേ. ഇന്ന് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ നിങ്ങളുടെ ഭവനത്തിൽ സംഭവിക്കുന്നു. ദൈവാത്മാവിന്റെ ശക്തി ഇവിടെ സംഭവിക്കുന്നു. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് മനസ്സിലാകുമെന്ന് എനിക്ക് അറിയത്തില്ല. ഈ ദിവസങ്ങളിൽ തുറന്ന വാതിലുകളൊക്കെ അടയട്ടെ. 4 വഴികളും ബ്രദറെ എൻ്റെ ജീവിതത്തിൽ അടഞ്ഞിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുക. എനിക്ക് മുന്നോട്ട് കരകയറാൻ കഴിയുന്നില്ല. യേശുവിന്റെ നാമത്തിൽ ആ വാതിലങ്ങ് അടയ്ക്ക്, ഡോർ തുറന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ, പല രീതിയിൽ ഞാൻ ആ ചെറുപ്പക്കാരനാരും പറഞ്ഞല്ലോ, ആ സാമ്പത്തിക വിഷയത്തിന്റെ അകത്ത് അവനിപ്പോ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവൻ വല്ലാത്തൊരു അവസരം കടന്നുപോയി. ഇനി കടം മേടിക്കാൻ എനിക്ക് വന്ന ആ ജില്ലയിൽ ഇനി ആരുമില്ല. കാണുന്നവരെല്ലാം കടം, ഒരു കുഴപ്പമില്ലാതിരുന്ന ആളാ, ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ കടം മേടിക്കാതെ, എന്നോട് ഇങ്ങനെ ഒരു കൂട്ടുകാരൻ പറഞ്ഞത്, ഈ ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് അവസാനം ഇപ്പൊ ക്രെഡിറ്റ് കാർഡ് മുഴുവനും കടത്തില്ല, എല്ലായിടത്തും കടമാണ്, കള്ളിയില്ല. കാണുന്നിടത്തെല്ലാം കടം മേടിച്ചിപ്പോ ഒരു പ്രശ്നവും ഇല്ലാത്തൊരു മനുഷ്യനാണ്. പക്ഷെ സാമ്പത്തിക കുരുക്കുകൾ കയറിക്കൂടുന്നുണ്ട്. ഇതെല്ലാം ഡോറുകൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വചനം നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ നന്മ പ്രാപിക്കണം. വചനം കൊണ്ട് നന്മ കിട്ടണം. നമുക്ക് വചനത്താൽ നമുക്ക് അനുഗ്രഹത്തെ തുറക്കണം. നിങ്ങൾ അങ്ങനെ തുറന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് നന്മ ഒഴുകിക്കും. വൺസ് ഇത് ആക്റ്റീവായി കഴിഞ്ഞാൽ, ഒന്ന് തുറന്നു ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, യാക്കോബിന്റെ മേൽ അത് തുറന്നു കഴിഞ്ഞത് കൊണ്ടാണ് യാക്കോബ് പറഞ്ഞത്, ഞാൻ എവിടെ ചെന്നാലും അനുഗ്രഹം ഉണ്ടാകും, ഞാൻ എവിടെ ചെന്നാലും അനുഗ്രഹം ഉണ്ടാകും, ഞാൻ എവിടെ പോയാലും നന്മ എനിക്കുണ്ടാകും. ശ്രദ്ധിച്ചു നോക്കിയേ. അപ്പൊ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഓർത്തോണം, ഞാൻ ആ വ്യക്തിയെ ഒരിക്കലും കുറച്ച് കാണുമല്ല, നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക കുരുക്കുകളിലൂടെ പ്രവേശിക്കുക. നമ്മൾ പോലും അറിയാതെ ചില രീതികളിൽ, ഞാൻ ഈ സാമ്പത്തികം എടുത്ത് പറയാൻ കാര്യം എന്നറിയാവോ, ഒട്ടുമുക്കാലും ആൾക്കാരുടെ ജീവിതത്തിൽ പ്രവേശിക്കുന്ന ചില വാതിലുകൾ അങ്ങനെയൊക്കെയാണ്. നമ്മുടെ കുടുംബ സമാധാനം കെടുത്തി നന്മ വിറ്റ് കളയേണ്ട അവസ്ഥ വന്നു, സ്വന്തം ഭവനം കളയേണ്ട അവസ്ഥ വന്നു, ജീവനം നശിപ്പിക്കേണ്ട അവസ്ഥ വന്നു, എല്ലാം നഷ്ടപ്പെട്ടു പോകേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഇതിലെല്ലാം കാരണം എന്നാണ്? ചില ഡോറുകൾ തുറന്നു വെച്ചിരിക്കുന്നു. ഇതേപോലെ രോഗശക്തികളുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലേ, പ്രാർത്ഥിച്ചിട്ടും രോഗം മാറുന്നില്ല എങ്കിൽ, നിങ്ങളുടെ രോഗം മാറുന്നില്ല എങ്കിൽ, രോഗബന്ധനങ്ങൾ മാറുന്നില്ല എങ്കിൽ, ദുരാത്മാക്കൾ മാറുന്നില്ല എങ്കിൽ, ആ ഡോർ അടയ്ക്കണം. നിങ്ങൾ പറയണം, ഞാൻ എവിടെയെങ്കിലും എൻ്റെ മനസ്സിന്റെ അകത്ത് ചിന്തിക്കുന്നുണ്ടോ, ആ കുഴപ്പം കൊണ്ടാണ്, ഈ കുഴപ്പം കൊണ്ടാണ്, എൻ്റെ കുറവ് കൊണ്ടാണ്, അവരുടെ കുറവ് കൊണ്ടാണ്, എൻ്റെ ഭാര്യയുടെ കുറവാണ്, മക്കളുടെ കുറവാണ്, എൻ്റെ കുറവാണെന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ, ഇതൊക്കെ ഡോറുകളാണ്. എങ്ങനെയാ ഡോർ അടയ്ക്കുന്നത്? പറയണം, എനിക്കെതിരായി വരുന്ന ഒരു ആയുധം ഫലിക്കത്തില്ല. എനിക്കെതിരായി വരുന്ന ആയുധം ഫലിക്കത്തില്ല. എന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ എൻ്റെ മുമ്പിൽ തോൽക്കും. ഒരനർത്ഥവും എനിക്ക് വരത്തില്ല, ഒരു ബാധയും എൻ്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. ഞാൻ സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായി യാതൊന്ന് കുടിച്ചാലും എനിക്ക് ഒരു കൈവശവും ഏക്കത്തില്ല. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ യേശുക്രിസ്തു അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടിയത് കൊണ്ട് എനിക്ക് ഏക്കത്തില്ല. ഇങ്ങനെ പറയും തോറും ആ വചനം നിങ്ങളിൽ അൺലോക്ക് ചെയ്യുന്നു. സ്വർഗവുമായിട്ട്
സ്വർഗവുമായിട്ട് നമ്മൾ കണക്ട് ആവും. എനിക്ക് ചുമ വന്നുകൊണ്ട് മ്യൂട്ട് ചെയ്തത്. സ്വർഗവുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആകുന്നു. ഇതാണ് പല വിശ്വാസികളും രക്ഷപ്പെടാത്തത്. പല വിശ്വാസികളുടെയും ജീവിതത്തിൽ ഈ പ്രതിസന്ധി, നിങ്ങൾ എത്ര ബ്രദർമാർ എടുത്തു പോയി പ്രാർത്ഥിച്ചാലും ഈ ഡോർ അടയ്ക്കാതെ കാര്യമില്ല. കാര്യം ഇവരുടെ അടുക്കലേക്ക് പോകുമ്പോൾ ഈ സാധനം മറഞ്ഞിരിക്കും. ചിലപ്പോൾ ഇത് വെളിപ്പെട്ട് ഇങ്ങനെ ഷോ കാണിച്ചെന്നിരിക്കും. പക്ഷെ വിട്ടു പോകണമെങ്കിൽ നിങ്ങൾ ഡോർ അടയ്ക്കണം. ഇതുകൊണ്ടാണ് തെറ്റായ അണ്ടർസ്റ്റാൻഡിങ് അകത്തോട്ട് കയറ്റരുത്. എപ്പോഴും ഓർത്തോണം, ഞാൻ എന്താണ് വിശ്വസിച്ചിരിക്കുന്നത്, ഞാൻ എന്താണ് വിശ്വസിച്ചിരിക്കുന്നത്. എന്റെ ബിസിനസ്സിൽ ഞാൻ തകരും. അയ്യോ ബ്രദറെ, എനിക്കെതിരെ ഒത്തിരി ആൾക്കാരുണ്ട് ബ്രദർ. ചിലരിങ്ങനെ, ഞാൻ ഉദാഹരണം പറയാം. നിങ്ങളിപ്പോൾ ഒത്തിരി ആൾക്കാർ പറയും, ബ്രദറെ എനിക്കൊരു കച്ചവടമുണ്ട്, ഞാൻ ആരെയും വേദനിപ്പിക്കുമല്ലോ, നിങ്ങൾ ക്ഷമിക്കണം. ചില വാചകങ്ങൾ അങ്ങനെ വന്നു പോവാണ്. ചിലർ പറയും, ബ്രദർ എനിക്ക് കച്ചവടമുണ്ട്, ഞങ്ങളുടെ അപ്പുറത്ത് നിൽക്കുന്ന ചില മതക്കാർ, ഞാൻ മതമൊന്നും പറയത്തില്ല, ചില അങ്ങനെ എടുത്തു പറയുന്നുണ്ട്. ഞാൻ അങ്ങനെ പറയരുത് കേട്ടോ. ഒരു മതത്തെ നമ്മൾ മുറിവേൽപ്പിക്കരുത്. അപ്പൊ അവരെനിക്കെതിരെ എന്തോ ചെയ്തിട്ടുണ്ട്, അവരെന്റെ കടയ്ക്ക് എതിരെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഉയരാത്തത്. കണ്ടോ, ഇങ്ങനെ നിങ്ങൾ പറയുന്നിടത്തോളം കാലം സാത്താൻ അവരുടെ പേര് പറഞ്ഞ് കയറി വരും. അങ്ങനെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ കച്ചവടം കയറത്തില്ല. ഞാനൊരു കാര്യം പറയാം. ഈ നിങ്ങൾ മരിച്ചു പോയ ആളുകളെ സ്വപ്നത്തിലൂടെയൊക്കെ കാണുന്ന ആരെങ്കിലും ഉണ്ടോ? മരിച്ചു പോയ ആൾക്കാരെ സ്വപ്നത്തിലൂടെ കാണുന്നവരാരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്കറിയാവോ, മരിച്ചവർക്ക് ഒരിക്കലും മടങ്ങി വരാൻ കഴിയത്തില്ല. മരിച്ചവർക്ക് മടങ്ങി വരാൻ കഴിയത്തില്ല. പക്ഷെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് മരിച്ചയാളല്ല, ആ വ്യക്തിയുടെ പേരിൽ പറഞ്ഞ് കയറി വരാം. അപ്പൊ നിങ്ങൾ പലരെയും സ്വപ്നം കണ്ടു, അയ്യോ എന്റെ മരിച്ചുപോയ അമ്മാച്ചൻ എന്നെ ഇങ്ങനെ വിളിക്കുവാ, ഓടി വാ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട്. എങ്ങോട്ടായി വിളിക്കുന്നത്? എല്ലാ ദിവസവും സ്വപ്നത്തിൽ വന്നുകൊണ്ട് എന്റെ അപ്പച്ചൻ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ പറയും, ഞാൻ അപ്പച്ചൻ നേരെ കണ്ടു. ഒരിക്കലും അപ്പച്ചനല്ല കേട്ടോ, അവർക്ക് വരാൻ പറ്റത്തില്ല. അങ്ങനെ വരാൻ പറ്റുമായിരുന്നെങ്കിൽ ധനവാൻ നരകത്തിൽ നിന്ന് ചാടി ഇറങ്ങിയിട്ട് തന്റെ സഹോദരന്മാരോട് പറഞ്ഞു, ഇങ്ങോട്ട് വരരുതേ, ഞാൻ ലാസറിനെ കണ്ടു, അബ്രഹാമിന്റെ മടിയിലിരിപ്പുണ്ട്, എന്നാ സുഖമാണെന്നറിയോ അവിടെ, ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ആ ധനവാൻ എന്തുകൊണ്ട് അവന്റെ സഹോദരന്മാരുടെ സ്വപ്നത്തിൽ വരാൻ പറ്റിയില്ല? അവിടെ പറയുന്നൊരു വാക്കുണ്ട്, ലാസർ പറഞ്ഞ വാക്കുണ്ട്, എനിക്കും നിനക്കും തമ്മിൽ വലിയൊരു വിള്ളലുണ്ട്. ഇവിടുന്ന് ആർക്കും അങ്ങോട്ടും വരാൻ പറ്റത്തില്ല, ഇവിടുന്ന് അങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? മരിച്ചവർക്ക് ഇനി തിരിച്ചു വരാൻ പറ്റത്തില്ല. അപ്പൊ ഈ സ്വപ്നത്തിലൂടെ വരുന്ന ആരാ ബ്രദറെ? നിങ്ങളെ മാടി വിളിക്കുന്നത് നിങ്ങളുടെ അമ്മാച്ചനോ ചേട്ടനോ ഒന്നും ആരുമല്ല. ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നു, അങ്ങനെ ആയിരുന്നെങ്കിൽ ധനവാൻ ചാടി അവിടെ ചെന്നേനെ. അവന് പോകാൻ പറ്റിയില്ലെങ്കിൽ ആർക്കും വരാൻ പറ്റത്തില്ല. അബ്രഹാം പിതാവിനെ കണ്ടയാൾ കൂടെ വരാൻ പറ്റത്തില്ലേ? ഇല്ല. അപ്പൊ ആ പേര് പറഞ്ഞൊക്കെ വരുമ്പോഴേക്കും നിങ്ങൾ കൂടെ പോകാൻ നിൽക്കരുത് കേട്ടോ. അയ്യോ ബ്രദറെ, എന്നെ മരിച്ചുപോയ ഇന്നയാൾ എന്നെ അതേപോലെ, ഒരു മാറ്റവും ഇല്ല. ഇപ്പോഴും സ്വപ്നത്തിലേക്ക് എന്നെ യേശുവിന്റെ നാമത്തിൽ വെട്ടിക്കള, യേശുവിന്റെ നാമത്തിൽ അതങ്ങ് വെട്ട്. മരിച്ചവർ മറഞ്ഞു പോയിരിക്കുന്നു. അവർ യേശുവിനെ കർത്താവായി സ്വീകരിച്ചുവെങ്കിൽ സ്വർഗത്തിലും നിത്യജീവനിലേക്കും, ഇനി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അവർ നിത്യ നരകത്തിലേക്കും പോയി. ഇവിടെ രണ്ടിലോട്ടും അല്ലാതെ വേറെങ്ങും പോകാൻ കഴിയത്തില്ല. അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ പറ്റത്തില്ല ഇവർക്ക്. പിന്നെ അവരുടെ പേര് പറഞ്ഞു, അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ മന്ത്രവാദി മരിച്ചപ്പോഴേക്കും അവളുടെ പേരെടുത്തുകൊണ്ട്, അവളുടെ ശരീരം എടുത്തുകൊണ്ട് ശൗലിനോട് വീണ്ടും പ്രവചിക്കാൻ വേണ്ടി ചെന്നത്. അപ്പൊ ഈ സ്വപ്നത്തിലൂടെയൊക്കെ വരുമ്പോൾ നിങ്ങൾ ഉടനെ നിങ്ങളുടെ അയ്യോ മരിച്ചുപോയ ആളാന്നുകൊണ്ട് ചാടിക്കയറി പിടിക്കരുതേ. ആത്മാവിൽ വെട്ടിക്കോണം. യേശുവിന്റെ നാമത്തിൽ പറ, ഒരു ബാധയും എന്റെ കൂടാരത്തിൽ അടുക്കത്തില്ലെന്ന് പറഞ്ഞോണം. നിങ്ങളെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി വരുന്നതാ. നിങ്ങൾ ടാറ്റ കൊടുത്ത് വിശ്വസിക്കും, അയ്യോ അതേപോലെ തന്നെ ഇരിക്കുന്നൊക്കെ പറയുമ്പോഴേക്കും ഒന്നുമല്ല. അയാൾ പോയി, ആ വ്യക്തി പോയി, അദ്ദേഹം ഞങ്ങളെ വിട്ട് മാറി. ഞാൻ പറഞ്ഞല്ലോ, ക്രിസ്തുവിലാണെങ്കിൽ അവിടെ ഉണ്ട്, നിത്യതയെ കാണാം. അല്ല എങ്കിൽ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഇതെപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇത് ഫലിക്കുന്നതിന്റെ പിന്നിലെ രഹസ്യം നിങ്ങളുടെ വിശ്വാസമാണ്, നിങ്ങൾ കൊടുക്കുന്ന ധൈര്യമാണ്, ശക്തിയാണ്. നിങ്ങൾ ഡോറ് തുറന്ന് കൊടുക്കരുത്. ഹല്ലേലൂയ. അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെടാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും ചിന്തിച്ചാൽ മതി. ഞാൻ രക്ഷപ്പെടാത്തതിന്റെ കാരണം ഞാൻ ഇപ്പോഴും ഡോറ് തുറന്നിട്ടിരിക്കുന്നു. ഇനി എന്നാ ബ്രദറെ ചെയ്യേണ്ടത്? സിമ്പിളാണ്, ഡോർ അടയ്ക്കുക. ബ്രദറെ, എൻ്റെ ഈ സാമ്പത്തിക കുരുക്ക്, ഞാൻ പറയില്ലേ, സാമ്പത്തികം പല രീതിയിൽ കയറി വരും. ഈ കൊടുക്കൽ വാങ്ങൽ വളരെ, ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ, നിങ്ങൾ കൊടുക്കൽ വാങ്ങലുകൾ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? നിങ്ങൾ തുടങ്ങിയത് വരെ ഞാൻ പണ്ട് ഓർക്കുന്നുണ്ട്, ഞാൻ വിശ്വാസി വരുന്നതിന് മുമ്പ് കേട്ടോ, ഒരു മൊബൈൽ ഫോൺ എടുക്കാൻ വേണ്ടി ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ എൻ്റെ സുഹൃത്തുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ യേശുവിലേക്കൊന്നും വന്നിട്ടില്ല, പ്രാർത്ഥനയ്ക്ക് വന്നിട്ടില്ല. അതുവരെ എനിക്ക് ഒരു കടവും ഇല്ലായിരുന്നു.
കുഴപ്പമില്ലാത്ത ജോലിയും സാഹചര്യവും ഒക്കെ ആയിരുന്നു. ഒരു മൊബൈൽ എടുക്കാൻ വേണ്ടി, അന്നത്തെ കാലത്ത് സാംസങ്ങിന്റെ ഒരു മൊബൈൽ എടുക്കാൻ വേണ്ടി എൻ്റെ കൂടെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. അദ്ദേഹം ഇച്ചിരി പലിശ കൊടുക്കുന്ന ആളാണ്, പലിശയും പരിപാടിയൊക്കെ ഉള്ള ആളാണ്. അപ്പം ചുമ്മാ ഒരു ആഗ്രഹം, അന്നൊരു മൊബൈൽ എടുക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഒരു 4000 രൂപ ഞാൻ കടമെടുത്തു. ആ 4000 രൂപ പിന്നെ എനിക്ക് കിട്ടണമെങ്കിൽ ഏകദേശം 3 ലക്ഷം രൂപ ഞാൻ തിരിച്ചു കൊടുക്കേണ്ടി വന്നു. പല രീതിയിൽ മേടിച്ച് പിന്നെ എനിക്ക് ഊരി വരാൻ പറ്റുന്നില്ല ഇതിൻ്റെ അകത്തുനിന്ന്. കണ്ടോ, വെറും ഒരു മൊബൈൽ ഫോൺ, അത് പിന്നീട് എപ്പോഴേലും പൈസ സ്വരൂപിച്ച് വെച്ച് മേടിച്ചാൽ മതിയായിരുന്നു. പക്ഷെ എൻ്റെ ഉള്ളത്തിലൊരു ആഗ്രഹം ഇട്ടിട്ട് ആഗ്രഹം സാധിപ്പിക്കാൻ വേണ്ടി ഒരു എളുപ്പ വഴി പറഞ്ഞു തന്നു. ആര് പറഞ്ഞു തന്നു? അന്നെനിക്ക് മനസ്സിലായി, ഇന്നെനിക്ക് മനസ്സിലായി ആഗ്രഹം എവിടുന്നാ കൊണ്ടുവന്നെന്ന്. ഇപ്പൊ മനസ്സിലായി. മോഹം, ഗർഭം. അപ്പൊ എല്ലാ മോഹവും ചാടി പിടിക്കരുത്. ബ്രദറെ, എൻ്റെ മനസ്സിന് മോഹമുണ്ട്, കടം മേടിച്ചാണല്ലോ ഞാൻ നടത്തും. പോകരുതേ. ഇത് നിങ്ങൾ പോലും അറിയാതെ ഡോറ് തുറന്നു കൊടുക്കുക. വേണ്ടെങ്കിൽ വേണ്ട, ദൈവം തുറന്നാൽ അത് മേടിക്കും, അത്രയേ ഉള്ളൂ. ദൈവം വാതിൽ തുറന്നാൽ അത് കിട്ടും. വചനം അങ്ങ് പറഞ്ഞോണം, അത് ഒരു നന്മ മുടങ്ങും വരത്തില്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ആ 4000 രൂപ തുടങ്ങിയ പരിപാടി പിന്നെ ആവശ്യം വരുമ്പോഴെല്ലാം ഈ പുള്ളിയോട് ഒന്ന് താ ഇതിങ്ങനെ പലിശ കയറി എപ്പോഴാ സമയം എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായി. എനിക്ക് ആക്സിഡന്റ് ഉണ്ടായ സമയത്ത് കുറേ നാൾ ജോലി ഇല്ലാതെ വന്നതോടെ എനിക്ക് അടയ്ക്കാൻ കഴിയാതെ വന്നു. അടയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ഞാൻ ഈ വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിൽ നിന്ന് കടം മേടിക്കാൻ തുടങ്ങി. ഈ വ്യക്തിയുടെ പലിശ കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ വ്യക്തിയുടെ പലിശ കൊടുക്കണമെങ്കിൽ ഞാൻ വേറെ ആളുടെ മേടിക്കണം. അങ്ങനെ മേടിച്ച് ഞാൻ റോളിംഗ് ആയിപ്പോയി. റോളിംഗ് ചെയ്ത് ഞാൻ അവസാനം റോൾ ചെയ്യാൻ തുടങ്ങി. തിരിച്ച് ജോലിക്ക് കയറിയിട്ട് 2 ജോലി ചെയ്തിട്ട് കിടന്നിരുന്നില്ല. തുടങ്ങിയത് എവിടുന്ന? ഒരു മോഹം ഗർഭം ധരിച്ചു. അപ്പൊ മോഹം വരുമ്പോ തന്നെ ചാടി പിടിക്കരുത്, പ്രാർത്ഥിക്കണം. ദൈവഹിതമാണെങ്കിൽ ഒരു നന്മയ്ക്കും മുടക്കം, എല്ലാം ഭംഗിയായി നടക്കും. അതാണ് പലർക്കും സംഭവിച്ചിരിക്കുന്നത്. അതാണ് ചാടിക്കേറി എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഞാൻ ഈ വിഷയം കുറച്ച് സമയം മുന്നോട്ട് പോയ പ്രശ്നമുണ്ടോ നിങ്ങൾക്ക്? യൂട്യൂബിലെ കാണുന്നവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, പ്രവേശിക്കാൻ നിങ്ങൾക്ക്. അപ്പം ഇവിടെ നോക്കിയേ, സർപ്പങ്ങൾ എന്ന വാക്കുകൊണ്ട് സർപ്പങ്ങളെ പിടിച്ചെടുക്കും. അപ്പൊ സർപ്പങ്ങൾ പല രീതിയിൽ എൻ്റെ ഭവനത്തിൽ കയറിക്കൂടുവാൻ നോക്കും. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ ഒരു സർപ്പത്തിന് കയറണമെങ്കിൽ, ഒരു പാമ്പിന് കയറണമെങ്കിൽ ഒരു തുള ആവശ്യം, അല്ലെ, ഒരു ഹോൾ ആവശ്യമാണ്. ഈ ഹോളിലൂടെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ഒരു മൂർഖപ്പാമ്പിനെ കണ്ടപ്പോൾ ഞാനിങ്ങനെ സോഷ്യൽ മീഡിയ കണ്ടതാ. അപ്പൊ അതിനകത്തൊരു വാണിംഗ് പറയാം, ജനലുകളൊക്കെ നന്നായിട്ട് അടച്ചിടണം. കണ്ടോ? അല്ലെ ഇങ്ങനെ നുഴഞ്ഞു കയറി വരും. സത്യമല്ലേ? ഇതേപോലെ സർപ്പങ്ങളെ പിടിച്ചെടുക്കുവാൻ കഴിവുള്ള, അപ്പൊ സർപ്പം തന്ത്രമായിട്ടാണ് വരുന്നത്. മോഹങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് തരും. മോഹം തരുമ്പോൾ നിങ്ങൾ തിരിച്ചറിഞ്ഞോണേ, ഈ മോഹം എവിടുന്ന് വരുന്നതാണ്? ദൈവം നമുക്ക് മോഹങ്ങൾ തരും. ദൈവം തരുന്ന ഒത്തിരി മോഹമുണ്ട്. ദൈവത്തിന്റെ മോഹത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആരെ ആശ്രയിക്കണ്ട നിങ്ങൾ. ദൈവം തരുന്ന മോഹം, അത് ദൈവത്താൽ ഒരു വഴി ദൈവം തന്നിട്ടുണ്ട്. പക്ഷെ അല്ല എങ്കിൽ അത് കുരുക്കാണേ, സൂക്ഷിക്കണേ. ആ കുരുക്കിൽ വൺസ് നിങ്ങൾ കയറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഇറങ്ങുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. എന്താ ഞാൻ അസാധ്യം എന്ന് പറഞ്ഞതറിയാവോ? ആ സമയത്ത് നിങ്ങൾ പിശാചിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ വേണ്ട. ഹല്ലേലൂയ. ഞാൻ ഒരു പ്രാവശ്യം ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ എൻ്റെ വാഹനം എടുത്ത സമയത്ത് എനിക്ക് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഒരു പഴയ ഇൻഡിക്ക ഉണ്ടായിരുന്നു. അപ്പം ചില ആൾക്കാർ പറയും, നമ്മൾ ഈ പ്രാർത്ഥനക്കാരൊക്കെ എടുത്ത് പോകുമ്പോഴേക്കും കുറച്ച് സ്റ്റാറ്റസ് ഒക്കെ വേണം, നല്ല വലിയ കൂടിയ വണ്ടിയൊക്കെ ഉണ്ടെങ്കിലല്ലേ ഒരു സ്റ്റാറ്റസ് ഉള്ളൂ. ഞാൻ അന്നും എന്നും വിശ്വസിക്കുന്ന ആളാണ്, എൻ്റെ വണ്ടിയുടെ വലിപ്പമല്ല, അഭിഷേകത്തിലാണ് കാര്യം. എനിക്ക് വലിയ വണ്ടി ഇട്ടിട്ട് എനിക്ക് അഭിഷേകമില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ വീട്ടിൽ ഒന്നും നടക്കത്തില്ല. ഞാൻ നിങ്ങളുടെ വീട്ടിൽ കാല് കുത്തുമ്പോൾ ആ വീടിൻ്റെ അകത്തൊരു വിടുതൽ ഉണ്ടാകണമെങ്കിൽ എൻ്റെ അകത്തിരിക്കുന്ന അഭിഷേകം പ്രവർത്തിക്കണം. ബൈബിളിൽ വാക്യമുണ്ട്, നീ കാല് കുത്തുന്ന പട്ടണത്തെ യഹോവ അവകാശമാക്കി തരും. അപ്പം ഞാൻ കാല് കുത്തുന്ന ഭവനം അനുഗ്രഹിക്കപ്പെടുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ കാല് കുത്തുന്ന ഭവനം വിടുവിക്കപ്പെടുന്നു. അപ്പം ഈ അഭിഷേകം എൻ്റെ മേൽ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ ഞാൻ അന്ന് തീരുമാനിച്ചു ഒരു കാര്യം. എനിക്ക് ആദ്യം കണ്ടപ്പോൾ ഞാൻ ഓർത്തു, എന്നാ പിന്നെ ഇല്ലാത്ത പൈസ ലോൺ എടുത്ത് കടം മേടിച്ച് ഇല്ലാത്തത് വലിയൊരു കാർ എടുത്തേക്കാം എന്ന് അന്ന് ചിന്തിച്ചു. പിന്നെ എനിക്ക് മനസ്സിലായി, സ്റ്റാറ്റസ്, ആ വണ്ടി കൊണ്ട് ഞാൻ പോകാത്ത സ്ഥലമൊന്നുമില്ല.
ആ വണ്ടി കൊണ്ട്. പല കുടുംബങ്ങളിലും പേര് കേട്ട വലിയ വലിയ ഫാമിലി പോയിട്ടുണ്ട്. അവർക്കൊന്നും ആ കാറിന്റെ കുറവ് അവർക്ക് തോന്നിയിട്ടേ ഇല്ല. എനിക്ക് ഇന്നേ വരുന്നത്, ഞാൻ ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്നപ്പോഴേക്കും ഒരു ഭവനമാണ്, ആ വീടിന്റെ മുറ്റത്ത് ബെൻസ് BMW ഇല്ലാത്ത കാറൊന്നുമില്ല, വലിയൊരു ഭവനവാ. ഒരു വലിയ വിഷയത്തിന്റെ അകത്ത് അവർ ഭാരപ്പെട്ടിരിക്കുകയായിരുന്നു. എങ്ങനെയോ കറങ്ങി തിരിഞ്ഞ് അവിടെ പോകാൻ പറ്റി. ദൈവം അയച്ചതാ കേട്ടോ, അല്ലാതെ നമ്മൾ ഒരിക്കലും ഒരു സ്ഥലത്തും കയറി ചെല്ലത്തില്ല, ദൈവം അയച്ചിട്ടേ പോകത്തുള്ളൂ. അപ്പൊ ഞാൻ കൊണ്ടുവന്ന ആ വണ്ടി ഇട്ടപ്പോഴേക്കും ഇത്രയും ഭയങ്കര വലിയ ലക്ഷ്യൂറിയസ് ആയിട്ടുള്ള കാറുകളുടെ ഇടയിൽ കിടന്നപ്പം എന്റെ മനസ്സ് പറഞ്ഞു എന്തോ കുറവ്. ഒന്നും ഒരു കുറവുമില്ല. കാര്യം എന്ന് വെച്ചാൽ ആ അത്രയും വലിയ വണ്ടി ഉണ്ടെങ്കിലും ഈ വണ്ടിയെ വന്ന വ്യക്തി വേണം, ആ കുടുംബത്തിൽ ഒരു വിടുതൽ വേണമെങ്കിൽ. കണ്ടോ, ദൈവം അങ്ങനെ ആക്കി വെച്ചിരിക്കുക. ഇതാണ് അഭിഷേകം. അപ്പൊ നമ്മുടെ അകത്ത് മോഹം തരും. ദൈവം നല്ല വണ്ടി തരും. ഞാൻ ചുമ്മാ പറയല്ല, ഏറ്റവും ബെസ്റ്റ് വണ്ടി നമ്മൾ ഉപയോഗിക്കണം. അത് പക്ഷേ എപ്പോഴും ശ്രദ്ധിച്ചോണേ, മോഹം എന്നത് ദൈവം തരണം. ദൈവത്താലുള്ള മോഹമാണെങ്കിൽ അത് ദൈവത്താലുള്ള വഴിയും തുറന്നിരിക്കും. ദൈവത്താലുള്ളതാണെങ്കിൽ എല്ലാം ദൈവ പദ്ധതി പോലെ ഒന്നിനും കുറവ് വരത്തില്ല. ഇല്ല എങ്കിൽ സൂക്ഷിക്കണമേ. ആമേൻ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഡോറുകൾ അടയ്ക്കണം. എപ്പോഴും നിങ്ങൾ വിശ്വസിച്ച് പറയണം, ഒരു ബാധയും ഫലിക്കത്തില്ല. അപ്പൊ ചിലർ പറയും, ബ്രദറെ ആ കൊച്ചിന്റെ വിഷയം എന്നാ ശരിയാകാത്തത്, എന്തോ ഒരു കുഴപ്പമില്ലേ, ആ കൊച്ചിന്റെ കാര്യത്തിൽ എന്തോ ഒരു കുഴപ്പമില്ലേ? ഒരു കുഴപ്പമില്ലെന്ന് പറ. എന്റെ കൂടെ പറ, ഒരു കുഴപ്പം എന്റെ കൊച്ചിനില്ലെന്ന് പറ. എന്റെ കൊച്ച് യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട കൊച്ചാന്ന് പറ. അപ്പൊ കുഴപ്പം ഉണ്ടോ എന്നൊരാൾ ചോദിച്ചാൽ, കുഴപ്പം ഉണ്ടോ എന്നൊരു സംശയം എനിക്ക് വന്നാൽ എന്റെ മനസ്സ് പറയും, കുഴപ്പം ഉണ്ടല്ലോ. പയ്യ ഡോറിന്റെ കുറ്റി തുറക്കുന്നുണ്ടോ? ഇല്ല, ഒരു കുഴപ്പമില്ല. അത്ഭുതമായി തീരും. കണ്ടോ, നിങ്ങൾ തന്നെ ഡോറുകളെ മുറുക്കെ അടയ്ക്കണേ. ശ്രദ്ധിച്ചോണേ, ഇത് വളരെ നമ്മൾ മൈന്യൂട്ടായിട്ട് തോന്നുന്ന ഒരു പ്രധാന കാര്യമാണെങ്കിലും വളരെ വളരെ ശക്തമായ ഒരു വിഷയമാണിത്. വളരെ ശക്തമായ ഒരു വിഷയമാണ്. ഓ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇന്ന് കർത്താവിന്റെ പ്രവൃത്തി ദൈവം ചെയ്യുകയാണ്. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഒരു ബിജു എന്ന് പറയുന്ന ഒരു ഭർത്താവിനെ കർത്താവ് എന്നെ കാണിക്കുക. ബിജു എന്ന് പറഞ്ഞ ഭർത്താവുള്ള കുടുംബത്തിൽ നീതു എന്ന് പറഞ്ഞ മോളുള്ള ആരെങ്കിലും സൂമിലോ ലൈവിലോ എന്നെ കേൾക്കുന്നുണ്ടോ? ഇന്ന് ആ കുടുംബത്തിന്റെ മേൽ ഒരു വിടുതൽ കർത്താവ് ചെയ്യാൻ വേണ്ടി പോവാന്ന് പറയുന്നത്. ആ കുടുംബവുമായിട്ട് ആരാ സിസ്റ്ററെ? എന്റെ ആങ്ങളെയാണ് ബിജു. അവന്റെ മോളെ പേര് നീതു. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മ പറയുക, ഇതേപോലെ ചില ബന്ധനങ്ങൾ ആ കുടുംബത്തിലുണ്ട് കേട്ടോ. ദുഃഖ വാർത്ത കേൾപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പിശാച് വാദിക്കുന്നതാണ്. പക്ഷെ അവന്റെ പ്രവർത്തികളെ അഴിക്കുവാൻ അധികാരമുണ്ട് കേട്ടോ. ഓ യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പൊ ഞാൻ പറയാം, ചില സ്ഥലങ്ങളുടെ മേൽ ഈ കുരുക്കുകളുണ്ട്. ചില സ്ഥലങ്ങളുടെ മേൽ, ചില പ്രോപ്പർട്ടികളുടെ മേൽ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ ചില വീടൊക്കെ പറയുന്ന ചിലർ പറയുന്നുണ്ട്, അവര് കഴിഞ്ഞ ദിവസം ഒരു സ്ഥലം നോക്കിയ സമയത്ത് ഒരാളിങ്ങനെ വീട് മേടിക്കാൻ വേണ്ടി നടക്കും. അപ്പൊ നല്ല കണ്ണായ ഒരു സ്ഥലത്ത് ഒരു വീട് കിട്ടി, വളരെ ലാഭത്തിൽ കിട്ടി. അപ്പൊ ആരോ പറഞ്ഞു അവിടെ എന്തോ ഒരു ബാധയുടെ ഉപദ്രവം ഉണ്ട്, ഉപദ്രവം ഫലത്തിലുണ്ട്. അപ്പം അവിടെ വീട് മേടിച്ചാൽ ഭയങ്കര ലാഭത്തിൽ കിട്ടും, പക്ഷെ ആരും വീട് മേടിക്കുന്നില്ല. അപ്പം ആ ലാഭത്തിൽ പുള്ളി പറയൂ, എനിക്കിതിന്റെ പുറകെ കിടക്കാണെന്ന് മേലുന്നുണ്ട്. പുള്ളി എന്ത് ചെയ്താൽ ലാഭത്തിൽ കിട്ടിയ വീട് മേടിക്കാതെ വേറെ വീട് മേടിച്ചു. അപ്പൊ എന്നോട് ചോദിച്ചു, ബ്രദർ ആണെങ്കിൽ, വലിയ കാര്യമൊക്കെ പറഞ്ഞോളൂ, ബ്രദർ ആണെങ്കിൽ ആ വീട് മേടിക്കുമെന്ന് എന്നോട് ചോദിച്ചു. എൻ്റെ ഒരു സുഹൃത്താണ്. ഞാൻ പറഞ്ഞ 100% മേടിക്കും. കാര്യം എന്നറിയാവോ? ഇനി അവിടെ ബാധ ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങളുടെ അകത്ത് നിങ്ങൾ ഡോറ് തുറക്കാതെ നിങ്ങൾ മുറുക്ക ഡോറടച്ചവരാണോ, ഒരു ബാധയും എന്റെ ഞാൻ ഏത് കൂടാരത്തിൽ കയറിയാലും ഒരു ബാധയും എന്നെ തൊടത്തില്ല എന്ന് നിങ്ങളുടെ അകത്ത് ആ വചനമുണ്ടെങ്കിൽ, ആ വചനത്തിന് വിരോധമായിട്ട് നിങ്ങൾ പറയുകയാണെ ഒരു ബാധയും ഏകത്തില്ല, എന്നാലും പറയാൻ പറ്റുമോ? പറ്റും. പണ്ട് തൂങ്ങിച്ചത്ത ആളല്ലേ പണ്ട്. കണ്ടോ. അപ്പൊ ഒരേ സമയം നിങ്ങൾ വചനം പറയുകയും ഒരേ സമയം അതുകൂടെ പറയുമ്പോഴേക്കും ഉറപ്പായിട്ടും ബാധ കയറും. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ മൈന്യൂട്ടായിട്ട് നമ്മൾ മിസ്സാക്കുന്ന ഒരു പോയിന്റാണ്. പിശാച ഗ്യാപ്പിലൂടെ കയറുന്നത്. പറയണം, എനിക്ക് ആ വീട് കിട്ടിയാൽ, ഫ്രീ ആയിട്ട് കിട്ടിയാൽ സന്തോഷം, ഇനി ഏറ്റവും കുറഞ്ഞ വിലക്ക് കിട്ടിയാൽ ഞാനത് മേടിക്കും. അവിടെ ഒരു പ്രാർത്ഥന അങ്ങ് വെക്കും. ആമേൻ. അപ്പം ഒന്നാലോചിച്ച് നോക്കി. അപ്പൊ എന്താ അതിന്റെ അർത്ഥം എന്നറിയാവോ? നിങ്ങൾ ആദ്യം നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരണം. അപ്പൊ ഇതുപോലെ ചില വിഷയത്തിൽ നമ്മുടെ പലരുടെയും പ്രോപ്പർട്ടികൾക്കകത്ത് ഈ സാധനം കയറി കിടക്കും.
അതുകൊണ്ടാണ് ചില വസ്തു മേടിക്കുമ്പോഴും ചില വസ്തുക്കൾ നമ്മുടെ തലയിൽ നിന്ന് ഇങ്ങനെ വലിയ വിഷയമായി നിൽക്കുന്നതിന്റെ പിന്നിൽ ഇതിന്റെ അകത്തെല്ലാം സാധനം കിടപ്പുണ്ട്. നിങ്ങൾ അതിന്റെ അകത്ത് കൊണ്ട് എന്നാ ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വചനം കൊണ്ട് ഡോറുകൾ അടയ്ക്കണം. ചില വസ്തു വിഷയങ്ങൾ തമ്പുരാൻ ചിലപ്പോൾ വെളിപ്പെടുന്ന കണ്ടിട്ടുണ്ടോ? ആ വെളിപ്പെടുത്തുമ്പോൾ ഒന്നെങ്കിൽ അധികാരമുള്ളൊരു വ്യക്തിക്ക് അതിനെ പൊട്ടിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, യേശുക്രിസ്തു പറഞ്ഞു പത്രോസ് ലീഹായോട്, നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടും. അപ്പൊ നിനക്ക് കെട്ടാൻ അധികാരമുണ്ട്. പിശാചിനെ കെട്ടാൻ പറ്റും. അതാണ് ഫിലിപ്പോസ് ചെയ്തത്. ശമരിയ പട്ടണത്തിൽ പോയിട്ട് മഹദി എന്നറിയപ്പെടുന്ന ഒരു മഹാശക്തി കൊണ്ട് ബറേഷു എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ആഭിചാരക്കാരനാണ്. ഈ പുള്ളി ഇങ്ങനെ മന്ത്രവാദമൊക്കെ ചെയ്തുകൊണ്ട് മഹദി എന്ന് പറഞ്ഞൊരു ദുരാത്മാവിനെ കൊണ്ട് ദേശത്തെ മുഴുവൻ കെട്ടിവെച്ചിരിക്കുക. ഫിലിപ്പോസ് അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യുന്നറിയാവോ? ഇവനെ അങ്ങ് കെട്ടി. ഇവന്റെ മന്ത്രവാദത്തെയും മന്ത്രപ്രവർത്തികളെയും ഇവൻ എന്ത് ചെയ്തു? ഫിലിപ്പോസ് പോയിട്ട് സ്വർഗത്തിൽ ഭൂമിയിലും കെട്ടാനുള്ള അധികാരത്തെ യൂസ് ചെയ്തിട്ട് അതങ്ങ് ഉപയോഗിച്ച് കെട്ടി. എങ്ങനെ കെട്ടുന്ന അറിയാവോ? യേശുവിന്റെ നാമത്തിൽ. ഈ അണ്ടർസ്റ്റാൻഡിങ് ആണ്. എങ്ങനെ കെട്ടുന്നത് ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ് ഇത് കെട്ടാന്ന് ഞാൻ പറഞ്ഞു തരാം. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ അകത്ത് ആദ്യം ഈ വെളിപ്പാടുണ്ടായിരിക്കണം. എന്നെ വെളിപ്പാടെന്ന് എനിക്കെതിരായി വരുന്ന ഒരു ആയുധവും വലിക്കത്തില്ല. എനിക്കെതിരായി വരുന്ന ഒരു ആയുധവും വലിക്കത്തില്ല. സർപ്പങ്ങളെ പിടിക്കുവാൻ എനിക്ക് അധികാരമുണ്ട്. ഒരനർത്ഥവും എനിക്ക് വരത്തില്ല. എന്നോട് എതിർക്കുന്ന ശത്രുവ് എന്റെ മുമ്പിൽ യഹോവ തോപ്പിക്കും. ഈ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ അകത്തുനിന്നുകൊണ്ട് യേശുവിന്റെ നാമം പറഞ്ഞാൽ ആഭിചാരക്കാരൻ എന്നാ പരിപാടി ചെയ്താലും ഏക്കത്തില്ല. ഇതാണ് ഫിലിപ്പോസിനിട്ട് ഒരു പട്ടണത്തെ മുഴുവനും മഹദി എന്ന് പറയുന്ന അപ്പോസ്തല പ്രവൃത്തിയിൽ ഈ ബറേഷു എന്ന് പറയുന്ന മനുഷ്യൻ അതേ മുഴുവൻ കണക്ട് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. ഞാൻ ഈ പേര് പറയുമ്പോൾ അങ്ങോട്ട് മാറിപ്പോയി ക്ഷമിക്കണേ. ഇയാൾ ആ ദേശത്തെ മുഴുവനും കെട്ടിവെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഫിലിപ്പോസ് പോയി അവനെ കെട്ടി. അവനെ കെട്ടിയപ്പോൾ ദുരാത്മാക്കൾ അഴിയാൻ തുടങ്ങി. ബൈബിളിൽ വാക്യമുണ്ട്, ആ പട്ടണത്തിൽ വലിയ സന്തോഷമുണ്ടായി. കണ്ടോ? അപ്പൊ സന്തോഷമില്ലാത്ത കുടുംബങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? അഴിക്കണം കേട്ടോ. വചനം പറഞ്ഞ് അഴിക്കണം. ബ്രദറെ, ഒരു സന്തോഷമില്ല ബ്രദർ, എനിക്കങ്ങോട്ട് ഇറങ്ങി പോകാൻ തോന്നുക വീടിന്റെ അകത്തുനിന്ന്. അങ്ങനെ പറയുന്ന ആരെങ്കിലും ഉണ്ടോ? എൻ്റെ വീടിനകത്ത് എനിക്ക് ഇറങ്ങി പോകാൻ തോന്നുന്നു ബ്രദർ, ഒരു സന്തോഷവുമില്ല. ഇങ്ങോട്ട് കയറുമ്പം അയൽക്കൂട്ടത്തിൽ പോകുമ്പോൾ ഒരു കുഴപ്പമില്ല, ബസ്സിൽ പോകുമ്പോൾ കുഴപ്പമില്ല, ജോലിക്ക് പോകുമ്പോൾ കുഴപ്പമില്ല, വീട്ടിൽ കയറിയാൽ പിന്നെ എനിക്ക് ഇറങ്ങാൻ തോന്നുക. അഴിക്കുക കേട്ടോ അവിടുന്ന് യേശുവിന്റെ നാമത്തിൽ. വീട്ടിൽ കയറുമ്പോൾ സമാധാനമില്ല, വീട്ടിൽ വരുമ്പോൾ സന്തോഷമില്ല. ശ്രദ്ധിച്ച്, വചനം കൊണ്ട് ഡോർ അടയ്ക്കണം. എവിടെയൊക്കെയോ ഡോർ തുറന്നിട്ടുണ്ട്, അഴിക്കുക യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. പറയണം, എനിക്കെതിരായി വരുന്ന ഒരായുധവും വലിക്കത്തില്ല. അവൻ ഒരു വഴിയായിട്ട് വന്നെങ്കിൽ 7 വഴിയായി ഓടിപ്പോകും. എൻ്റെ ഭവനത്തിൽ ഈ വചനം പറഞ്ഞുകൊണ്ട് എന്നെ ഗുണമെന്നറിയാവോ? മുറുക്ക ഡോറടയ്ക്കുക. ഇത് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു നോക്കിക്കേ. യേശു ചില രോഗങ്ങൾ ഈ സമയത്ത് അഴിയുക. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രോഗബാധകൾ വിട്ടുമാറുക, രോഗശക്തികൾ വിട്ടുമാറുക, പൈശാചിക ബന്ധനങ്ങൾ കുടുംബത്തിൽ നിന്ന് വിട്ടുമാറുക. കടഭാരം കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് സമാധാനം കെടുത്തി, സ്വസ്ഥത കെടുത്തി, നിങ്ങളുടെ ജീവിതത്തെ മുഴുവനും ഒന്നിനും കൊള്ളാത്ത വ്യക്തിയാക്കാൻ നോക്കുന്ന പരിപാടികൾ ഇന്ന് അഴിയുക. തുടങ്ങി എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മ പറയുക, എൻ്റെ ഉള്ളത്തിൽ ഒരു 5000 രൂപ വായ്പയല്ല, ഇതേപോലെ മേടിച്ചിട്ട് 5000 മേടിച്ചിട്ട് ഇപ്പം ആ കടം കയറിയിട്ട് വീട് വിൽക്കേണ്ട അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാൾ എന്നെ കേട്ടോണ്ടിരിക്കുക. അതാരാന്ന് എനിക്കറിയത്തില്ല. ആ വ്യക്തി യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തു. കടഭാരം കയറ്റി കീടിക്കുന്ന ദുരാത്മാവ് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഇപ്പൊ അഴിയാൻ വേണ്ടി പോവാ. തുടങ്ങിയത് ഒരു 5000 രൂപയെന്നാ, ഇപ്പൊ നിൽക്കുന്നത് വീട് വിറ്റാലും തീരാത്ത വിഷയത്തിന്റെ അകത്ത്. ആരാണോ സൂമിലാണ് എന്നെ വ്യക്തി കേൾക്കുന്നതെങ്കിൽ ഇപ്പോൾ ആമേൻ പറഞ്ഞു, അത് അഴിക്കാൻ പോവുക യേശുവിന്റെ നാമത്തിൽ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ നാമത്തിൽ ഞാൻ അഴിക്കുന്നപ്പ ആ വ്യക്തിയുടെ ജീവിതം അത്ഭുതമായി തീരട്ടെ. ആ പ്രതിസന്ധി അഴിയട്ടെ, പ്രതികൂലം അഴിയട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ. താങ്ക് യു. പറഞ്ഞു പറയാൻ വേണ്ടിയാണ് മ്യൂട്ട് മാറ്റിയെങ്കിൽ പറയാ, അല്ലെങ്കിൽ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോണം. ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ഭവനത്തിന്റെ മേൽ വ്യാപരിക്കാൻ വേണ്ടി. ഓ യേശുവേ, ഇതിനകത്ത് വേറെ ആരെങ്കിലും ഹോസ്റ്റ് ചെയ്യുന്നുണ്ടോ? അനാവശ്യമായിട്ട് മ്യൂട്ട് മാറ്റുന്നവരെ മ്യൂട്ട് മാറ്റുന്ന ആരെങ്കിലും അതുണ്ടോ? ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ഹോളി, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആ വ്യക്തി ഇപ്പൊ മ്യൂട്ട് മാറ്റണ്ടെങ്കിൽ ഏറ്റെടുത്താൽ മതി. ഞാൻ എല്ലാം ഒന്ന് മ്യൂട്ട് ചെയ്യാൻ പോകും. എല്ലാവരും മ്യൂട്ട് ചെയ്യാൻ വേണ്ടി പോവാം. താങ്ക് യു ഹോളി സ്പിരിറ്റ്.
ഇന്ന് സകലതും അഴിയാൻ വേണ്ടി എല്ലാം എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച് ഇന്ന് ഡോറുകളൊക്കെ നമ്മൾ അടയ്ക്കാൻ വേണ്ടി പോവുക. നോഹയുടെ വാതിൽ നോഹ തുറക്കാതെ ഇനി നോഹയ്ക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പ്രളയത്തിന് ശേഷം മാത്രമാണ് നോഹ ഡോറ് തുറന്നത്. അതുവരെ നോഹ ഡോർ അടച്ചിട്ടു. തമ്പുരാൻ ജന്മത്തെ തുറക്കത്തില്ല, പിന്നെ തുറക്കാൻ പറ്റുന്ന നോഹയ്ക്ക്. ഇതാണ് നോഹയുടെ ജനറേഷൻ. നമ്മൾ കൃപ ലഭിച്ചു നോഹയ്ക്ക്. അപ്പൊ കൃപ ലഭിച്ച ജനറേഷൻ നമുക്ക് തുറക്കാൻ പറ്റും. ഇയ്യോബിന് തുറക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇയ്യോബിന് സ്വന്തമായിട്ട് വേലി അടയ്ക്കാനും പറ്റത്തില്ല. ഇയ്യോബിന് തുറന്നു കൊടുക്കാൻ പറ്റുമായിരുന്നു, പക്ഷെ ഇയ്യോബിന് അടയ്ക്കാൻ പറ്റത്തില്ല. എന്നാൽ കൃപ ലഭിച്ച നോഹയ്ക്ക് തുറക്കാനും അടയ്ക്കാനും പറ്റുന്നയാളാ. ഇതേ ജനറേഷനാണ് നമ്മൾ ഇന്ന് യേശുവിന്റെ നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എൻ്റെ ഉള്ളത്തിൽ ജെർമിയ എന്ന് പറയുന്ന ഒരു പേര് കർത്താവ് എന്നെ വെളിപ്പെടുത്തുക. ഏത് കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ജെർമിയ എന്ന പേര് എൻ്റെ ഉള്ളത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുക. ആ കുടുംബത്തിൽ കർത്താവോട് പറയുക, സ്ഥല സംബന്ധമായിട്ടൊരു പ്രശ്നത്തിന്റെ മേൽ ജെർമിയ എന്ന പേര്, അത് ആ കുടുംബത്തിലെ പേര് ഞാൻ ഇങ്ങനെ എടുത്തെടുത്ത് കണ്ടുകൊണ്ടിരിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ നാമത്തിൽ ജെർമിയയുടെ ഭവനത്തിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ ദൈവം അയക്കുവാൻ വേണ്ടി പോകുന്നു പറയുക. സൂമിലോ ലൈവിലോ എൻ്റെ കുടുംബം കേൾക്കുന്നുവെങ്കിൽ ആ കുടുംബം വിട്ട് ബാധ ഒഴിയാൻ വേണ്ടി പോവുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നപ്പ ഫ്രീ ആകട്ടെ. കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ സമാധാനം ഇന്നുണ്ടാകട്ടെ. ഇപ്പോൾ ഞാൻ കൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. കർത്താവിന്റെ കൃപ വ്യാപരിക്കുന്നല്ലോ. അത്ഭുതകരമായ പ്രവൃത്തികൾ ഇന്ന് അവിടെ സംഭവിക്കുന്നല്ലോ. അത്ഭുതകരമായ പ്രവൃത്തികൾ സംഭവിക്കുന്നല്ലോ. നന്ദി യേശുവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഈ അലോഷി എന്നൊരു പേര് എൻ്റെ ഉള്ളത്തിൽ കർത്താവ് എന്നെ കാണിക്കുക. അലോഷി എന്ന് പറഞ്ഞ ആ മകനെ ഇങ്ങനെ ചുറ്റി വരിഞ്ഞ് മുറുകി നിൽക്കുന്ന ഒരു പ്രശ്നം അലോഷിയുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോവാന്ന് കർത്താവ് പറയുന്നു. അലോഷിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ആ മകന് വേണ്ടി പ്രാർത്ഥിച്ചു, അവന്റെ വിടുതലിന് വേണ്ടി. ആ ജെർമിയ പറഞ്ഞതാരാ? ജെർമിയ ഇപ്പൊ കമന്റ് ചെയ്തേക്കുന്ന ആരാ? മകനാന്ന് പറഞ്ഞ്. എന്നാ മോന് വേണ്ടി പ്രാർത്ഥിച്ച് ആ കുടുംബത്തിന്റെ മേൽ ഉന്നം വെച്ച് നിൽക്കുന്ന ജെർമിയ എന്നല്ല അവന്റെ പേര്. യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചു. ഇന്ന് ആ കുടുംബത്തെ ഉന്നം വെച്ച് നിൽക്കുന്ന അതിനെ കാണുന്ന ഒരു പ്രോപ്പർട്ടി നിങ്ങളുടെ കൈരത്തിലേക്ക് വരാൻ വേണ്ടി പോവാ. അത് അനുഗ്രഹമായി സ്വർഗം തീർക്കാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ നാമത്തെ ഞങ്ങൾ തുറക്കുന്നപ്പോ നന്മയായി തീരട്ടെ, നന്മയായി തീരട്ടെ, നന്മയായി തീരട്ടെ. ഓ യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു. ഈ സമയത്തുള്ള കർത്താവിനുള്ളത് പറയും, ഈ സോപ്പിന്റെ അലർജി പോലെ ശരീരത്തിൽ കയ്യിലൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞ് തടിച്ചു വരുന്ന വ്യക്തികൾക്ക് ഇന്ന് സൗഖ്യം. എല്ലാ അലർജി രോഗങ്ങളും ഇപ്പോൾ ശരീരം പ്രത്യേകിച്ച് സ്കിൻ അലർജികൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അത്ഭുത സൗഖ്യം നടക്കുക. സ്കിന്നിന്റെ അലർജികൾ, ഈ ചൊറിച്ചില് പോലെ ബുദ്ധിമുട്ടുകൾ വന്നിട്ട് ചില ഭയങ്കര അലർജി സംബന്ധമായ രോഗബന്ധനങ്ങൾ ഇപ്പോൾ അഴിയുക യേശുവിന്റെ നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഓ റസറ്റലിയാമ. In the name of Jesus, in the name of Jesus, in the name of Jesus. എൻ്റെ ഉള്ളത്തിൽ കർത്താവിൻ്റെ ഉള്ളത്തിൽ ഇങ്ങനെ പറയുക, ഒരു രമ എന്ന് പറയുന്ന ഒരു മാതാവിനെ കർത്താവ് എന്നെ കാണിക്കുക. രമ എന്ന് പറയുന്ന ഒരു മുഖമുള്ള ഒരു മാതാവിനെ ഞാൻ കാണുന്നത്, രമ എന്ന് പറഞ്ഞുകൊണ്ട്. ആ രമയുടെ ഭവനത്തിന്റെ മേൽ ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തിയെ ദൈവം അയക്കുവാൻ വേണ്ടി പോകുന്നു പറയുന്നു. ആ ഭവനത്തിലേക്ക് അഭിലാഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി നടന്നു വരുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുക. ദൈവം ഇന്ന് ആ കുടുംബത്തിന്റെ മേൽ ഒരു സാക്ഷ്യത്തെ ഈ പറയുന്ന വ്യക്തി മുഖാന്തരം തുറക്കാൻ വേണ്ടി പോവാന്ന് പറയുന്നത്. ആ വ്യക്തി ഭവനത്തിലോട്ട് കയറി വരുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. പുറത്ത് നിൽക്കുവാണ്, അകത്തോട്ട് കയറി വരുന്ന ഒരു കാഴ്ചയാണ് കർത്താവ് എന്നെ കാണിച്ചത്. ഇന്ന് ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ കേൾക്കുന്ന വ്യക്തി യേശുവിന്റെ നാമത്തിൽ ആ പേര് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചു. ആ മകൻ ഒരു അനുഗ്രഹമായി നിങ്ങളുടെ ഭവനത്തിലേക്ക് വരാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. സൂമിലോ ലൈവിൽ കേൾക്കുന്ന ഭവനമാണെങ്കിൽ ഏതാണോ നിങ്ങൾ ഇവിടെ നിന്നാണ് കേൾക്കുന്നതെങ്കിൽ ഇപ്പോൾ അത് ചാടി പിടിച്ചോ, ആമേൻ പറഞ്ഞ് അതിനെ ലോക്ക് ചെയ്തോ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ റിലീസ് ചെയ്യുന്നപ്പ സാക്ഷ്യമായി തീരട്ടെ. ഓ യേശുവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവെ, ഇപ്പോൾ ഞാൻ കൽപ്പിക്കുന്നപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ സമയത്ത് അതെന്റെ ചേച്ചി രമ, എന്റെ ചേച്ചി, അച്ഛൻ്റെ അനിയന്റെ മോള്, അഭിലാഷ് എന്റെ സഹോദരനുമാണ്. ഇന്ന് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആമേൻ. സാക്ഷ്യമാകാൻ വേണ്ടി പോവാ. അവരുടെ കുടുംബത്തിന്റെ അവസ്ഥകൾ മാറാൻ വേണ്ടി പോവാ. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാനൊരു കർത്താവ് എന്നെ ഒരു ഭവനം കാണിക്കുക. ആ ഭവനത്തിന്റെ അകത്ത് മരിച്ചുപോയ ഒരു മിലിറ്ററിയിൽ ജോലി ഉണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ ഭവനമാണ് കാണുന്നത്. ആ വ്യക്തിയുടെ ഫോട്ടോ മിലിറ്ററി യൂണിഫോമിൽ തന്നെ
തൂക്കിയിട്ടിട്ടുണ്ട്. അതേ വ്യക്തിയുടെ ഫോട്ടോ തന്നെ മറ്റൊരു മുറിയിൽ ഒരു ഗ്രൂപ്പ് ഫോട്ടോയ്ക്കകത്ത് 4 പേര് അടങ്ങുന്ന ഒരു ഗ്രൂപ്പിന്റെ അകത്ത് നിൽക്കുന്ന ഒരു ഫോട്ടോ സെപ്പറേറ്റ് ആ വീട്ടിൽ തന്നെ ഉണ്ട്. യേശുവിന്റെ നാമത്തിൽ ഞാനത് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഞാനത് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ എൻ്റെ ഉള്ളത്തിൽ മറ്റ് ഞാൻ കാഴ്ച കാണുന്ന കാണിച്ചാൽ ആ കുടുംബത്തിന്റെ അകത്ത് ഒരു 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 ഫ്രിഡ്ജിന്റെ മുകളിൽ ഒരു കട്ടിയുള്ള ഒരു തുണി ഇങ്ങനെ മടക്കി വെച്ചിരിക്കുന്ന ഈ നമ്മുടെ ഈ മജന്ത പോലത്തെ ഒരു കളർ, ലൈറ്റ് മജന്ത പോലത്തെ ഒരു കളറുള്ള ഒരു 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 കളറാണ് ഞാൻ കാണുന്നത് ആ ഫ്രിഡ്ജിന്റെ മുകളിൽ തുണിക്ക്. ഞാൻ ഈ വീടിന്റെ അകത്ത് അടയാളം കാണുവാണ്. ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്തോ ഭയങ്കരമായ ഒരു അനർത്ഥം സംഭവിക്കാൻ പോകുന്നു എന്ന് മനസ്സിലൊരു ഭയം എപ്പോഴും കയറിക്കൂടുന്ന ഒരു വ്യക്തി ആ കുടുംബത്തിന്റെ അകത്തുണ്ട്. ഭയം ഉള്ളത്തിൽ കയറ്റി സമാധാനത്തെ കളയുവാൻ നോക്കുന്ന ഒരു പരിപാടി ഇപ്പോൾ ആ കുടുംബം വിട്ട് അഴിഞ്ഞു മാറുന്നു. ഈ അടയാളമുള്ള കുടുംബം ഏത് ഭവനമാണോ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഭയത്തെ കയറ്റിയിട്ട് എന്തോ അനർത്ഥം വരാൻ വേണ്ടി പോകുന്നു, എന്തോ എൻ്റെ ഭവനത്തിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്ന ഒരു ഭയം, എപ്പോഴും ഭയമാണ്, എപ്പോഴും ഈ ഭയ ചിന്ത കയറാൻ നോക്കുക. പ്രാർത്ഥിക്കുന്നുണ്ട്. വചനമൊക്കെ പറയാൻ വേണ്ടിയാണോ വീട്ടു മാറ്റിയത്? അതെ പാസ്റ്റേ, എന്റെ വീടാണത്. ഈ പറയുന്ന അടയാളമുള്ള ഏത് പറഞ്ഞു? അത് ആ ഫോട്ടോ എന്റെ അച്ഛൻ്റെതാണ്. ഈ പറഞ്ഞ പോലെയാണ് സിസ്റ്റർ. ബാക്കി അടയാളം കേട്ടായിരുന്നു സിസ്റ്റർ? അത് തന്നെയാണ് പാസ്റ്റേ, എല്ലാം സെയിം ആണ്. എല്ലാം സെയിം. ഫ്രിഡ്ജിന്റെ കാര്യമൊക്കെ പറഞ്ഞതെല്ലാം കണ്ടത്. ഇന്ന് ആ കുടുംബത്തിന്റെ മേൽ ഈ ആരെങ്കിലും അതിനെ ഭയപ്പെടുന്നുണ്ട്, എന്തോ സംഭവിക്കാൻ വേണ്ടി പോകുന്ന സിസ്റ്ററെ, ആ സഹോദരിയാണോ അതോ മറ്റാരെങ്കിലും ആണോ എനിക്ക് അറിയത്തില്ല. ആ പരവശനാകാൻ നോക്കുന്ന ഒരു അവസ്ഥയാണ്. എന്തോ ഒരു ഭയം, ഉൾഭയം, ഇന്ന് അത് വിട്ടുമാറുന്നു. കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഇന്ന് തമ്പുരാൻ ചില അടയാളത്തിലൂടെ കുടുംബങ്ങളുടെ വിഷയത്തിന്റെ മേൽ ദൈവം ഇടപെടുക. ഓ യേശുവേ, നന്ദി കർത്താവേ, നന്ദി പരിശുദ്ധാത്മാവേ, കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നു. എല്ലാവരും പ്രാർത്ഥിച്ച് ഇന്ന് ലൈവിൽ കാണുന്നവർക്ക് നിങ്ങൾക്ക് സൂമിൽ പ്രവേശിക്കുവാൻ കഴിയുമെങ്കിൽ കയറിക്കോ. ആരോടൊക്കെയോ കർത്താവ് ഇടപെടുക. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാനൊരു ഭവനത്തിന്റെ അകത്ത് കർത്താവ് എന്നെ ഒരു കാഴ്ച കാണിക്കുന്നു. ഒരു റോബിൻസൺ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏതോ ഒരു കമ്പനിയുടെ ഒരു പ്രോഡക്റ്റ് ഒരു ഭവനത്തിന്റെ അകത്ത് ഇരിക്കുന്ന ഒരു കുടുംബത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓഗസ്റ്റ് മാസം ജനിച്ച ഒരു വ്യക്തി ആ ഭവനത്തിന്റെ അകത്തുണ്ട്. ആ ഓഗസ്റ്റ് മാസത്തിൽ ജനിച്ച ഒരു വ്യക്തി ആ ഭവനത്തിന്റെ അകത്തുണ്ട്. ആ വ്യക്തിയുടെ മേൽ ദൈവത്തിന്റെ ശക്തിയുടെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നതായിട്ട് തമ്പുരാൻ പറയുന്നു. ആ കർത്താവ് ഇന്ന് ആ ഭവനത്തെ തൊടുവാണ്. ആ വ്യക്തി രൂപാന്തരപ്പെടാൻ വേണ്ടി പോവാണ്. ഈ അടയാളം റോബിൻസ് എന്ന് പറഞ്ഞ എന്തോ ഒരു ബ്രാൻഡോ എന്തോ സംഭവമാണത്. ഇൻ ദ നെയിം ഓഫ് ജീസസ് യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നത്. ഓഗസ്റ്റ് മാസത്തിൽ ജനിച്ച വ്യക്തി ആ ഭവനത്തിലുണ്ട്. കർത്താവിന്റെ കൃപ പെരുകുന്നു. സകല വിഷയങ്ങളും ഇന്ന് ദൈവം തോടും കയറി. ദൈവം തൊട്ടാൽ എന്റെ സിസ്റ്റർ റോബിൻസ് എന്ന് പറയുന്നത് ഈ റോബിൻസ് എന്ന് പറയുന്ന റോബിൻസ് എന്ന് പറയുന്ന ആളെ കേൾക്കണം. ആ റോബിൻസ് എന്ന് പറയുന്ന എന്തോ ഒരു പേര് എനിക്ക് ശരിക്കും കാണാൻ പറ്റും. റോബിൻസ് ബോട്ടിലില്ലേ അതിലാണ് എഴുതി വെച്ചേക്കുന്നത് റോബിൻസ്. അത് കിച്ചണിൽ തന്നെ എല്ലാവർക്കും കാണുന്ന പോലാണ് വെച്ചേക്കുന്നത്. ഓഗസ്റ്റ് മാസം ജനിച്ചത് വൈഫിന്റെ അനിയനാണ്. ഓ യേശുവിന്റെ നാമത്തിൽ ഇന്ന് കർത്താവിന്റെ ഒരു പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോകട്ടോ. അത് ഞാൻ പറഞ്ഞു, റോബിൻസൺ പേരല്ല, ഇങ്ങനെ ഞാൻ കാണുമായിരുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് കർത്താവിന്റെ ശക്തിയുടെ വ്യാപാരം. ആ മകന് വേണ്ടി ഓഗസ്റ്റ് മാസം ജനിച്ച വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു ദുഃഖവാർത്തയും കയറാൻ പിശാച് സമ്മതിക്കത്തില്ല, ദൈവം സമ്മതിക്കത്തില്ല. പിശാചല്ല, ദൈവം സമ്മതിക്കത്തില്ല. പിശാചിന്റെ ആഗ്രഹം നമ്മുടെ മനസ്സ് ദുഃഖിപ്പിക്കണമെന്നാണ്. ഒരനർത്ഥവും വരുന്ന ഡോറ് അങ്ങ് അടയ്ക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ സാമ്പത്തിക കുരുക്കുകൾക്കകത്ത് കിടക്കുന്ന വ്യക്തികളെ ഇന്ന് കർത്താവ് യേശുവിന്റെ നാമത്തിന് അഴിക്കാൻ വേണ്ടി പോകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓ യേശുവേ, ഞാൻ കാണുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ജാമ്യം നിന്ന വ്യക്തി ജനുവരി മാസത്തിലാണ് ജനിച്ചിരിക്കുന്നത്. ആ വ്യക്തി മറ്റൊരാൾക്ക് വേണ്ടി ജാമ്യം നിന്നതാണ്. പക്ഷെ നിങ്ങളിപ്പോൾ ഊരാക്കുടുക്കിന്റെ അകത്ത് കിടക്കുക. നിങ്ങൾ ജനിച്ച മാസം ഈ ജനുവരിയാണ്. എന്നാൽ നിങ്ങളിപ്പോൾ വലിയ കുരുക്കി കിടക്കുക. ആ കുരുക്കിന്റെ അകത്ത് നിങ്ങൾക്ക് ഊരിപ്പോരണമെങ്കിൽ ഒന്നെങ്കിൽ എല്ലാം വിട്ട് കളയണം, അല്ലെങ്കിൽ നാട് വിടണം.
ഇങ്ങനെ ചില അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി എന്നെ കേൾക്കുവാണ്. ഇന്ന് ആ വ്യക്തിയുടെ മേൽ ദൈവത്തിന്റെ വിടുതൽ കർത്താവ് അയക്കാൻ വേണ്ടി പോവാണ്. ആ വ്യക്തി ഇന്ന് സൂമിലോ ലൈവിലോ എന്നെ കേൾക്കുന്നുണ്ട്. ഞാൻ ആ വ്യക്തി ഇപ്പൊ കേൾക്കുന്നത് എവിടെ ഏത് പ്ലാറ്റ്ഫോമിലാണോ നിങ്ങൾ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോ, നിങ്ങൾ മറ്റൊരാളെ ഹെൽപ്പ് ചെയ്തതാണ്, പക്ഷെ നിങ്ങളിപ്പോ ഊരാക്കുടുക്കിൽ കിടക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അടയാളം ശ്രദ്ധിച്ചോണേ, ജനുവരി മാസത്തിൽ ജനിച്ച ആളാണിത്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവെ ആ കുടുംബം വിടുതൽ പ്രാപിക്കട്ടെ. ഒന്നും നഷ്ടപ്പെട്ടു പോകാതെ യേശുവിന്റെ കൃപ വ്യാപരിച്ച് സാക്ഷ്യമായി തീരട്ടെ. കർത്താവ് കൂടെയുണ്ടല്ലോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ വ്യക്തി ഏത് പ്ലാറ്റ്ഫോമിലാണോ എന്നെ കേൾക്കുന്നത്, ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തു. ഇനി കരയണ്ട, ദൈവം സഹായിക്കും. ദൈവം നിങ്ങളെ സഹായിക്കും. ഓ യേശുവേ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ മഞ്ജുഷ എന്ന് പറയുന്ന ഒരു പേര് കർത്താവ് എന്നെ കാണിക്കും. മഞ്ജുഷ. ഇതേപോലെ തന്നെ സാമ്പത്തിക ഇടപാടുകൾക്കകത്ത് കുരുക്ക് വീണിരിക്കുക. മഞ്ജുഷയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ എന്നെ കേൾക്കുന്നത്, അത് എവിടെ കൊടുത്താലും എന്ത് ചെയ്താലും പരാജയമാണ്. ഇന്ന് പരാജയത്തിന്റെ അകത്തുനിന്നും പുറത്തു വരാൻ വേണ്ടി പോകുന്നു യേശുവിന്റെ നാമത്തിൽ. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ആ വ്യക്തിക്ക് വേണ്ടി ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചു. കർത്താവിന്റെ സാക്ഷിയാകാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവേ നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ വ്യാപാരം എന്ന് വെളിപ്പെടുന്നുണ്ട്. എന്നെ കർത്താവ് ഒരു ഭവനം എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ആ ഭവനത്തിന്റെ അകത്ത് ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി പഴയതാണ്. 17 വർഷം എന്നൊരു കണക്ക് കർത്താവ് എന്നെ കാണിക്കുക. 17 വർഷം മുമ്പ് ആ വീടിന്റെ ആ വീടിരിക്കുന്ന സ്ഥലവും ആ വീടിരിക്കുന്നതിന്റെ കൂടെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അതിന്റെ ഒരു പറമ്പ് ഉണ്ടായിരുന്നു. ആ പറമ്പ് 17 വർഷം മുമ്പ് ആ മറ്റൊരു വ്യക്തിയിലേക്ക് നിങ്ങൾ വാങ്ങിച്ചതാണ്. ആ വാങ്ങിച്ച ആൾക്കാർ നിങ്ങളത് വാങ്ങിച്ചത് നിമിത്തം വാങ്ങിച്ചതിന് ശേഷം 6 വർഷം കഴിഞ്ഞപ്പോൾ ആ ഭവനത്തിന്റെ അകത്തൊരു മരണമുണ്ടായി. ഞാൻ ആ ഭവനം കാണുവാണ്. പിന്നീട് ആ സ്ഥലത്തിന്റെ അകത്ത് എന്ത് ചെയ്യുവാൻ നോക്കിയാലും, കുറെ നാളത് ഉപയോഗിച്ചിട്ടില്ല, എന്ത് കാര്യം ചെയ്യാൻ നോക്കിയാലും, ക്രയവിക്രയങ്ങൾ ചെയ്യാൻ നോക്കിയാലും കുടുംബത്തിന്റെ അകത്ത് സമാധാനത്തിന്റെ അന്തരീക്ഷം പെട്ടെന്ന് അങ്ങ് കുറയും. അങ്ങനെ ഒരു ഭവനം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നീണ്ട കാലങ്ങളായിട്ട് അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആ സ്ഥലത്തിന്റെ മേൽ കുരുക്കി കിടക്കുന്നത് കുരുക്കുകൾ ഇപ്പോൾ അഴിഞ്ഞു മാറുന്നു. ആരാണോ ആ കേൾക്കുന്നത്, ഈ അടയാളം ശ്രദ്ധിച്ചോണേ. ഈ അടയാളവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, ഏത് വസ്തുവിന്റെ ആണോ, ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അത് പിടിച്ചു. അത് വന്ന വഴി നിങ്ങളെ തടസ്സപ്പെടുത്താൻ നോക്കിയെങ്കിൽ ഇന്ന് ആ കുരുക്കിനെ കർത്താവ് അഴിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. അനാവശ്യമായിട്ട് മൈക്ക് മ്യൂട്ട് മറ്റവരൊക്കെ മ്യൂട്ട് ചെയ്ത്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ ആലോചന ആരോടാണോ അവരാമയം പറഞ്ഞ് സ്വീകരിച്ചു, ആ വിഷയം അത്ഭുതമാകാൻ വേണ്ടി പോകുന്നു. ആ പ്രോപ്പർട്ടി കുരുക്കുകളെ കർത്താവ് അഴിക്കുക കേട്ടോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. നിങ്ങൾക്ക് അതൊരു അനുഗ്രഹമായി തീരും. അതിൻ്റെ അകത്തുനിന്നും നന്മയുണ്ടാകും. അതിൻ്റെ അകത്തുനിന്നും കർത്താവിന്റെ നാമത്തിൽ ഫലം കായ്ക്കുന്നവരായി ദൈവം നിങ്ങളെ മാറ്റും. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ യേശുവിന്റെ നാമത്തിൽ ഈ മ്യൂട്ട് മാറ്റി ആരെങ്കിലും പറയാൻ വേണ്ടി വെച്ചിരിക്കുന്നവരാണോ? മ്യൂട്ട് മാറ്റിയിരിക്കുന്നവർ അല്ല എങ്കിൽ നിങ്ങൾ എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്. പറയാനുള്ളവരല്ലാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്. അനാവശ്യമായിട്ട് മ്യൂട്ട് മാറ്റി വെച്ചിരിക്കുന്നവരെല്ലാം മൈക്ക് മ്യൂട്ട് ചെയ്ത്. നിങ്ങളോട് ആലോചന ഇടപെടുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ മ്യൂട്ട് മാറ്റിയാൽ മതിയെ. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശു. ഞാൻ പറഞ്ഞു, നമ്മൾ സൂമിൽ മാത്രമല്ല, നമ്മുടെ യൂട്യൂബിലെ 2 യൂട്യൂബ് ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും എല്ലാം ഒരേപോലെ ലൈവ് വെക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പല ആൾക്കാരും പറഞ്ഞാൽ യൂട്യൂബിൽ കേട്ടതാണെന്ന് പലരും പറയത്തില്ല, സാക്ഷ്യം അയച്ചു തരുമ്പോൾ. അപ്പൊ ഇത് കർത്താവ് ആരോടാണ് ഇടപെടുന്നത് അവർക്ക്. സൂമിലാണെങ്കിൽ നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റി പ്രതികരിക്കാം. അല്ല എങ്കിൽ നിങ്ങൾ മൈക്ക് മ്യൂട്ട് ചെയ്താട്ടെ. കർത്താവ് ദൈവം ആ വ്യക്തിയെ തൊടാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തു യേശുവിന്റെ നാമത്തിൽ. പറഞ്ഞു ബ്രദറെ, ഞാൻ നിങ്ങളെ 2000-ല് വർഷം മരിച്ചതാണ്. 12-ലല്ല ഇത് മരിച്ചു. അതിനുശേഷം ഇന്ന് വരെ കിട്ടില്ല. സിസ്റ്ററെ ഹെഡ്സെറ്റ് ഒന്ന് മാറ്റോ, സൗണ്ട് ക്ലിയർ അല്ല. ഹലോ. സിസ്റ്റർ ഈ പറഞ്ഞ വിഷയം സിസ്റ്ററുടെ വിഷയമാണോ?
അതെ, ഞങ്ങൾ 2020 വസ്ത്രം മേടിച്ചത്. വസ്ത്രം മേടിച്ച് കഴിഞ്ഞ് ഞങ്ങള് 2012 എന്റെ ഹസ്ബൻഡ് മരിക്കുന്നത്. ഉം. ആ വീട് ഞങ്ങൾ 2 മാസമായപ്പോ ഹസ്ബൻഡ് മരിച്ചു. പിന്നീട് ഞങ്ങളുടെ വിൽക്കാനേ സാധിക്കുന്നില്ല. അതിനകത്ത് ഇതാവശ്യം എത്ര പൈസ മുടക്കിയാലും ഞങ്ങൾക്ക് അതിനൊരു നേട്ടവും ഇല്ല. വാടകയ്ക്ക് കൊടുത്തിട്ട് വാടക കാശ് ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഞാനൊരു 12 വർഷമായിട്ട് വീട്ടിൽ ഞങ്ങൾക്ക് താമസിക്കാനേ പറ്റുന്നില്ലായിരുന്നു. അതിനുശേഷം ഒരു ജനുവരിയോടുകൂടിയാണ് ഞാനിപ്പോ താമസത്തിന് പോയത്. വീണ്ടും എനിക്ക് അവിടെ താമസിക്കാൻ പറ്റുന്നില്ല. ഇന്ന് ഇന്ന് ആ ഇനി അത് ഇനി അത് വാതിൽ അടച്ചിട്ടടപ്പ് താമസിച്ചാണ്. വീടിന്റെ വാതിലല്ല അവിടെ ചെന്നിലൂടെ ഇനി ഒരു ബാധയും എന്റെ കൂടാരത്തിൽ അടുക്ക ഇത്രയും കാലപ്പഴക്കം ചെന്ന് നമ്മുടെ നന്മ മുടിപ്പിച്ച് ആളപായം വരെ കൊണ്ടുവരാൻ നോക്കിയ എല്ലാ നുഖങ്ങളും ഓടിക്കാൻ വേണ്ടി ചെയ്യേണ്ടത്. ഇനി ആ ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ പറയണം, ആ ഭവനത്തിന്റെ അകത്ത് ഇപ്പൊ ഒരു വാടക കൊടുത്ത് എന്തു ആയിക്കോട്ടെ, അവിടെ ചെന്നിട്ട് ആ പറമ്പിൽ കയറിയിട്ട് ആ മണ്ണിൽ കയറിയിട്ട് പറയണം, ഒരു ബാധയും എന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. എന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ എന്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. അവരൊരു വഴിയായി വരും, 7 വഴിയായി ഓടിപ്പോകും. ഒരനർത്ഥവും. ഇനി ഈ വചനങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് ഉരുവിടണം. ഇനി ആ പറമ്പിൽ താമസക്കാരുണ്ടെങ്കിൽ അവിടെ ചുറ്റും നടന്നുകൊണ്ട് പറഞ്ഞ ഒരു നന്മയും ഗുണമില്ലാത്ത സ്ഥലത്ത് നിന്നുകൊണ്ട് നടന്ന് അവര് കേൾക്കുകയൊന്നും പറയരുത്. ഇനി ചിലപ്പോൾ അവിടെ ഉണ്ടെങ്കിൽ, അല്ല എങ്കിൽ നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് ആ വചനം പറഞ്ഞ ഡോർ അടച്ചോണം. അവിടെ അത്ഭുതകരമായ മാറ്റം കർത്താവ് ചെയ്യും. നന്ദി യേശുവേ, നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തെ ഞാൻ റിലീസ് ചെയ്തപ്പ. ഓ ജീസസ്, ഈ എൻ്റെ ഉള്ളത്തിൽ ഈ വെനീസ് എന്ന് പറയുന്ന ഒരു രാജ്യം, വെനീസ് എന്ന് പറയുന്ന അത് എനിക്ക് തോന്നുന്നത് ഏത് ജർമ്മനിയിലാണ് വെനീസ് വരുന്നത്, സ്ഥലം വരുന്നത് ഇറ്റലിയിലാണ് വരുന്നത് അല്ലേ? ഈ വെനീസുമായിട്ട് കണക്ട് ചെയ്ത് ആ സ്ഥലവുമായിട്ട് ഇപ്പം നിൽക്കുന്നതോ അല്ലെങ്കിൽ ആ സ്ഥലവുമായിട്ട് ബന്ധമുള്ള, ഞാൻ വെനീസ് എന്നുള്ള സ്ഥലം, ആ പട്ടണമാണ് എന്നെ കാണിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ആ കണക്ഷനുള്ള അവിടെ ആരാണോ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നത് ആ വ്യക്തിക്ക് വേണ്ടി പെട്ടെന്ന് പ്രാർത്ഥിച്ചാണ്. ഞാൻ ആ വെനീസിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഞാൻ കാണുന്നത് ആ വ്യക്തി താമസിക്കുന്നതിൻ്റെ അകത്ത് ഈ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഈ കൂടാരം പോലെ ഉണ്ടല്ലോ, ചില ബിൽഡിങ്ങിൻ്റെ ഒക്കെ മുകളിൽ കൂടാരം പോലെ അടിച്ചു വെച്ചേക്കുന്നത് പോലെ അങ്ങനെ എന്തോ ഒരു സാധനം ആ താമസിക്കുന്ന വ്യക്തിയുടെ സ്ട്രീറ്റ് കഴിയുമ്പോൾ അവിടെ എവിടെയോ ഒരു സ്ഥാനം ഇങ്ങനെ ഉണ്ട്. അതൊരു അടയാളം കാണിക്കുക കർത്താവ്. ആ വെനീസിൽ ആരാണോ ഉള്ളത് വേഗത്തിൽ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. ദുഷ്ടന്റെ ആശ നശിക്കും. അവിടെ നിന്ന് നന്മയുടെ വാർത്ത കേൾക്കത്തുള്ളൂ. ആരാണോ എന്നെ കേൾക്കുന്നത്, സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, വേഗത്തിൽ വെനീസ് എന്ന് പറയുന്ന ആ പട്ടണത്തിൽ താമസിക്കുന്ന ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവിടുന്ന് ദുഃഖവാർത്ത കേൾക്കത്തില്ല, സന്തോഷ വാർത്ത കേൾക്കും. ദൈവത്താൽ അനുഗ്രഹമായി തീരും. എന്നെ കേൾക്കുന്ന വ്യക്തി ഏത് പ്ലാറ്റ്ഫോമിലാണോ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തിട്ട് വേഗത്തിൽ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. യേശുവിന്റെ നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാനത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗം എന്നവരെ സഹായിക്കുന്നല്ലോ. സാക്ഷ്യമാക്കുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു. അത്ഭുത വിടുതൽ കൽപ്പിക്കുന്നപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ സമയത്ത് പറയാൻ വേണ്ടിയാണോ സിസ്റ്ററെ മ്യൂട്ട് മാറ്റിയത്? അല്ല എങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ നമുക്ക് രോഗികളായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ആ രോഗമുള്ള ഭാഗത്ത് കൈവച്ചിട്ട് പറഞ്ഞേ, ഒരു രോഗത്തിന് എൻ്റെ മേൽ അവകാശമുണ്ട്. ഇങ്ങനെ പറഞ്ഞു, രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിന്റെ ദുരാത്മാക്കൾക്കോ എൻ്റെ ശരീരത്തിന്റെ മേൽ അവകാശമില്ല. ആരോഗ്യം എൻ്റെ അവകാശമാണ്, സൗഖ്യം എൻ്റെ അവകാശമാണ്, അത്ഭുതം എൻ്റെ അവകാശമാണ്. ബ്ലഡിലോ ശരീരത്തിലോ ആന്തരിക അവയവത്തിലോ എവിടെയെങ്കിലും വേദനകളോ രോഗങ്ങളോ ഉണ്ടെങ്കിൽ ഇപ്പോൾ അത്ഭുതമാണ്. കൈവച്ച് നാളെയല്ല ഇപ്പം സൗഖ്യം ആഗ്രഹിക്കുന്നവർ കൈയെടുത്ത് വെച്ച് ഇപ്പം നടക്കും സൗഖ്യം. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. കൈയെടുത്ത് വെച്ച് യേശുവിന്റെ അടിപ്പിളരുകളാൽ വലിയ സൗഖ്യത്തിന്റെ ഒഴുക്ക് സംഭവിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഒരു ചുരുണ്ട മുടിയുള്ള ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ഈ പെടലി സംബന്ധമായിട്ട് ചില സമയത്ത് ഭയങ്കര വേദനയാണ്. പല മരുന്നും കഴിച്ച്, പല തിരുമലും നടത്തി, പല ട്രീറ്റ്മെന്റും നടത്തി, ഭയങ്കര വേദനയാണ്. അതിങ്ങനെ വേദന താഴേക്ക് ഇറങ്ങി പോകുന്നത് പോലെ ഫീൽ ചെയ്യും. ആ വ്യക്തി കൈയെടുത്ത് വെച്ച് ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ആ വേദന പൂർണ്ണ സൗഖ്യമാണ്. കാലങ്ങളായി ചുമക്കുന്നതാണ്. ഇന്നത് അഴിയുക.
രോഗബന്ധനങ്ങൾ അഴിയുന്നു. സകല സർപ്പങ്ങളും ഇപ്പോൾ ആത്മാവിൽ യേശുവിൻ നാമത്തിൽ വിട്ടുമാറുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓ ജീസസ്. ഈ ഗോപിക എന്ന് പറയുന്ന മോളുള്ള ഒരു വ്യക്തി എന്നെ കേൾക്കുന്നുണ്ട്. ആ കുടുംബത്തോട് കർത്താവ് ഇങ്ങനെ ഒരു വാക്ക് പറയുകയാണ്, നിങ്ങൾക്കൊരു സ്ഥലം ലഭിക്കാൻ വേണ്ടി പോകുന്നു. ആ സ്ഥലം കറങ്ങി, ഇങ്ങനെ ഒരു വാക്ക് എൻ്റെ ഉള്ളത്തിൽ പറയാം, കറങ്ങിത്തിരിഞ്ഞ് നിങ്ങളുടെ കരത്തിലേക്ക് തന്നെ വരും എന്നെൻ്റെ ഉള്ളത്തിൽ പറയാം. അപ്പൊ എന്തോ ഒരു സ്ഥലവുമായിട്ടൊരു മൽപ്പിടുത്തം നടപ്പുണ്ട്. അത് കറങ്ങി നിങ്ങളിലേക്ക് തന്നെ വരും. ആർക്കും അതിൻ്റെ മേൽ അവകാശം പറയുവാൻ കഴിയാതെ വണ്ണം ദൈവത്താൽ അത് വരാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഈ സമയത്ത് ആ വേദന വിട്ടുമാറി ഒന്ന് ചെക്ക് ചെയ്ത് കൈ വെച്ചിട്ട് പറഞ്ഞ്, യേശുവിന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. സൗഖ്യം എന്റെ അവകാശം. പറ, സൗഖ്യം എന്റെ അവകാശമാണ്. അത്ഭുതം എന്റെ അവകാശമാണ്. മിറക്കിൾ മണി എന്റെ അവകാശമാണ്. മിറക്കിൾ മണി, മിറക്കിൾ മണി എന്റെ അവകാശമാണ്. ഞാനൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഈ കർത്താവിന്റെ തിരുവത്താഴത്തിന്റെ ഒടുവിലത്തെ അത്താഴത്തിന്റെ ഒരു ചിത്രം ഒരു ഭവനത്തിൽ വെച്ചിരിക്കുന്ന ഒരു കുടുംബത്തെ കർത്താവ് എന്നെ കാണിക്കുക. ആ കുടുംബത്തിൽ കാണിക്കുമ്പോൾ തന്നെ മത്തായി എന്ന് പറയുന്ന ഒരു പേര് ആ കുടുംബത്തിൽ കർത്താവ് എന്നെ ഉയർത്തി കാണിക്കുക. മത്തായിയുടെ ഭവനമെന്ന് എന്നോട് പറയുന്നത്. ഈ ചിത്രം ആ ഭവനത്തിന്റെ അകത്ത് ഇരിപ്പുണ്ട്. ഈ തിരുവത്താഴത്തിന്റെ ചിത്രം അവിടെ ഇരിപ്പുണ്ട്. മത്തായിയുടെ ഭവനമെന്ന് എൻ്റെ ഉള്ളത്തിൽ പറയുന്നു. മത്തായിയുടെ ഭവനത്തിന്റെ മേൽ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോകുന്നു. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുക, ആരൊക്കെ നിങ്ങളെ പറ്റിച്ചു വഞ്ചിച്ചു തകർക്കാൻ നോക്കിയോ അവരുടെയൊക്കെ നടുവിൽ ദൈവം നിങ്ങളെ സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നു. കർത്താവിന്റെ നാമത്തിൽ ഏതാണോ ഭവനം ഇന്ന് ഈ അടയാളമുള്ളത്, യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചു. ദൈവത്തിന്റെ സാക്ഷ്യമായി സ്വർഗം നിങ്ങളെ തീർക്കാൻ വേണ്ടി പോകുന്നു. നന്ദി യേശുവേ, നന്ദി കർത്താവേ. അത്ഭുത സൗഖ്യത്തിന്റെ വിടുതലിന് നന്ദി പറയുന്നപ്പ. കുടുംബങ്ങളുടെ അകത്ത് കയറിക്കൂടിയ പിശാചിന്റെ നുകങ്ങൾ ഇപ്പോൾ ഞങ്ങൾ ആത്മാവിൽ വെട്ടിവിടുന്നപ്പ. ഞങ്ങളുടെ ഡോറുകൾ ഇപ്പോൾ അടയ്ക്കുന്നപ്പ. ഇനി മേലാൽ ഒരു പിശാചിനും കയറാൻ കഴിയത്തില്ല. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അടയ്ക്കുന്നവരും തുറക്കുന്നവരുമല്ല, അടയ്ക്കുന്നവരാണപ്പ. യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പ. ഈ സമയത്ത് ശരീരത്തിന്റെ മേൽ വേദനകൾ വിട്ടുമാറിയെന്നും പൂർണ്ണ സൗഖ്യമാണ് കേട്ടോ. ഇപ്പൊ കുഴപ്പമില്ല എന്നുള്ളത് നമ്മുടെ ആശ്വാസമാണ്. പൂർണ്ണ സൗഖ്യമാണ്. ആരാണ് ഇട്ടിരിക്കുന്നത്? എൻ്റെ ഭവനമാണ് ഇട്ടിരിക്കുന്നത്. ലീല എന്നുള്ള പേരാണല്ലോ ഞാൻ കാണുന്നത് കമന്റില്. ആ സഹോദരി നിങ്ങളുടെ വീട്ടിലാണോ ഇപ്പൊ പറഞ്ഞ ആലോചന ഉള്ളത്? മ്യൂട്ട് മാറ്റാൻ പറ്റി ആമേൻ പറയാൻ കഴിയുന്നതാണെങ്കിൽ ആമേൻ പറഞ്ഞു. ഇപ്പോൾ യേശുവിന്റെ പ്രവൃത്തിയെ കുടുംബത്തിന്റെ മേൽ വെളിപ്പെടാൻ വേണ്ടി പോകുന്നു. ഇനി മ്യൂട്ട് മാറ്റാൻ കഴിയാത്ത അന്തരീക്ഷമാണെങ്കിൽ ആമേൻ. ഞാൻ ഇപ്പൊ കമന്റ് കണ്ടുകൊണ്ടാണ് ഇത് പറഞ്ഞത് സൂമില്. യേശുവേ നന്ദി കർത്താവേ. ദൈവാത്മാവിന്റെ കൃപ പെരുകുന്നല്ലോ. ഭവനത്തിന്റെ കെട്ടുകളെ കർത്താവ് അഴിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആ വേദന വിട്ടുമാറിയെന്ന് ശരീരത്തിന്റെ അകത്ത് ഉറപ്പ് തോന്നുന്നവര് ഇപ്പോൾ ആ വേദന അവിടെ ഇല്ല, എൻ്റെ രോഗം അവിടെ മാറിയിരിക്കുന്നു ഉറപ്പുള്ളവരുണ്ടെങ്കിൽ അവർ മാത്രം ഒന്ന് ചെക്ക് ചെയ്ത് എന്താണോ കഴിയാത്തത്. അങ്ങനെ ഉറപ്പുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റി പറയാം. ഇനി ലൈവിലാണ് കാണുന്നവരെങ്കിൽ നിങ്ങളുടെ സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് അവിടെ പ്രെയർ ലൈൻ നമ്മളിലേക്ക് അയക്കാൻ പറ്റും. കൈവച്ചു യേശുവിന്റെ നാമത്തിൽ ഒന്ന് കൽപ്പിച്ച്, ഇനി രോഗത്തിന് എൻ്റെ മേൽ അനുവാദമില്ല. യേശുവിന്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു. അത്ഭുതം വന്നിരിക്കുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പുതിയ അവയവങ്ങൾ ഉണ്ടായി വരട്ടെ കർത്താവെ. കാഴ്ച വർദ്ധിക്കട്ടെ. കണ്ണാടിയുടെ പരസഹായം കൂടാതെ നടക്കട്ടെ ആൾക്കാർ. കണ്ണാടി ഇല്ലാതെ കാണട്ടെ. വാക്കിംഗ് സ്റ്റിക്കിന്റെ ഹെൽപ്പ് ഇല്ലാതെ നടക്കട്ടെ. സംസാരങ്ങൾ തുറന്നു വരട്ടെ. കേൾവി തുറന്നു വരട്ടെ. കാഴ്ച തുറന്നു വരട്ടെ. ശരീരത്തിന് മേലുള്ള വേദനകൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പുറത്താക്കുന്നു. അത്ഭുത സൗഖ്യത്തെ കൽപ്പിക്കുന്നു. ശരീരങ്ങൾ ഫ്രീ ആകട്ടെ. സൗഖ്യങ്ങൾ വ്യാപരിക്കട്ടെ. അത്ഭുതങ്ങൾ വ്യാപരിക്കട്ടെ. ദൈവപ്രവർത്തികൾ വ്യാപരിക്കട്ടെ. ആ ഞെരുക്കം മാറി ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെ. സാമ്പത്തിക ഞെരുക്കങ്ങൾ മാറട്ടെ. കബളിപ്പിച്ചുകൊണ്ട് പോയ നന്മകൾ തിരിച്ചു വിളിക്കുന്നപ്പ. എവിടുന്നാണോ കബളിപ്പിച്ചുകൊണ്ട് പോയത് അത് മുഴുവത്തിനെ കൊണ്ടുപോയ വ്യക്തിക്ക് തിരിച്ചു തരാതെ ഒരു സ്വസ്ഥത ഉണ്ടാകത്തില്ല. ഞങ്ങൾ ഇപ്പോൾ അതിനെ അൺലോക്ക് ചെയ്യുന്നപ്പ. അത് മടക്കി വിളിക്കുന്നു. നന്മയെ തിരിച്ചു വിളിക്കുന്നു. അനുഗ്രഹത്തെ തിരിച്ചു വിളിക്കുന്നു. നഷ്ടപ്പെട്ട നന്മകളെ മടക്കി വിളിക്കുന്നപ്പ. യേശുവിന്റെ നാമത്തിൽ തിരിച്ചു വിളിക്കുന്നപ്പോ. അത്ഭുത സൗഖ്യത്തിനും വിടുതലിനും നന്ദിയപ്പ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. കർത്താവിന്റെ അത്ഭുത പ്രവൃത്തികൾക്ക് നന്ദി പറയുന്നു. ഈ സമയത്ത് ശരീരത്തിലോ ആ കർത്താവിന്റെ നാമത്തിൽ ഏതെങ്കിലും രീതിയിൽ സാക്ഷ്യം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ അവസരമാണ്, നിങ്ങൾക്ക് പറയാനുള്ള അവസരമാണ്. ഞാൻ കർത്താവിന്റെ വേലയിൽ വിതച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി, അതിനുശേഷം നമുക്ക് സാക്ഷ്യം കേൾക്കാം. കർത്താവിന്റെ വേലയിൽ വിതച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ഈ സുവിശേഷം അനേകർ അറിയണം.
സത്യസുവിശേഷം വ്യാപരിക്കണം. കർത്താവിന്റെ വയലിൽ ഞാൻ വിതയ്ക്കുമ്പോൾ ഈ സുവിശേഷം വ്യാപനത്തിന് വേണ്ടിയാണ്. ഈ ദിവസം നമുക്കറിയാം, സുവിശേഷം പറയുന്നവരെ ഈ ദിവസം നിയമം കൊണ്ട് ഇന്ത്യയിൽ ബന്ധിക്കാൻ നോക്കുമ്പോൾ പ്രാർത്ഥിക്കണം. കർത്താവിന്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സുവിശേഷത്താൽ മാത്രമല്ലാതെ ലോകത്തിന് വിടുതലില്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കണം. ബന്ധിതർ മോചിക്കപ്പെടുവാൻ, സുവിശേഷ പ്രവർത്തകരെ ബന്ധിക്കാൻ നോക്കുന്ന ഏത് അധികാരമാണോ അതൊക്കെയും അനുകൂലമാകുവാൻ ദൈവമക്കൾ പ്രാർത്ഥിച്ചാൽ മതി. അത്ഭുതം കർത്താവ് ചെയ്യും. യേശുവിന്റെ നാമത്തിൽ ഞാൻ കർത്താവിന്റെ നാമത്തിൽ വിതച്ചവരെ ബ്ലസ് ചെയ്യുന്നു. അവരുടെ ജോലിയിൽ, ബിസിനസ്സിൽ വർദ്ധിക്കട്ടെ. കർത്താവെ സാമ്പത്തികമായിട്ട് കുരുക്കുകളൊന്നും തൊടത്തില്ല. അവരെ ബ്ലസ് ചെയ്യുന്നു. വിശാല തുറക്കട്ടെ, നന്മ വ്യാപരിക്കട്ടെ, വാരി വിതറി കൊടുക്കുവാൻ സമൃദ്ധി ഉണ്ടാകട്ടെ. അവരുടെ ജോലി, ബിസിനസ്സിൽ വർദ്ധിക്കട്ടെ, പെരുകട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നന്ദി കർത്താവെ. നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ പോകാം. ഈ സമയത്ത് ആർക്കെങ്കിലും ഒരു സാക്ഷ്യം പറയുവാൻ, ഒരേ ആലോചന ഒരേപോലെ വരുന്ന എടുത്ത് പറയേണ്ട സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റി പറയാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ഹലോ ബ്രദർ. പറഞ്ഞു സിസ്റ്ററെ. ഹലോ. ആ സാക്ഷ്യം പറയാണ്ട് 29-ാം തീയതി ദേവാലയം എന്ന് പറഞ്ഞാണ് ബ്രദാത്തിന്. 2 വർഷങ്ങൾക്ക് മുമ്പ് വീണ് കൈ വേദനയായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം തൊടുന്നു. ആ വേദന മാറുന്നു. അപ്പൊ അന്ന് എനിക്കത് കേൾക്കാൻ പറ്റിയില്ല. പിറ്റേ ദിവസം പകലാണ് ഞാൻ യൂട്യൂബില് അതിലെ കേട്ടത്. പക്ഷെ അന്നേരം ആ കേട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ എന്റെ കയ്യിലെ വേദന ദൈവ സൗഖ്യം തന്നു. സിസ്റ്റർ, ഇത് വലിയൊരു സാക്ഷ്യമാണ് സിസ്റ്ററെ. ഈ ആലോചന കേൾക്കുന്ന, പ്രവചനം കേൾക്കുന്ന സമയത്ത് സിസ്റ്റർ ആ സമയത്ത് സൂമിൽ ഇല്ലായിരുന്നു അല്ലേ? സൂമിലില്ലായിരുന്നു. യൂട്യൂബിലാണ് കേൾക്കുന്നത്. യൂട്യൂബില് ലിങ്ക് ഇട്ടിട്ടുണ്ടല്ലോ, അത് ഓണാക്കിയ ഞാൻ കേൾക്കണത്. മറ്റേ എത്ര വർഷം മുമ്പ് വീണതാ? 2 വർഷം കഴിഞ്ഞു. 2 വർഷം കഴിഞ്ഞു വീണിട്ട് എന്റെ കൈയുടെ ഷോൾഡറിന്റെ ഇങ്ങനെ മസില് പൊട്ടിപ്പോയായിരുന്നു. അപ്പോ ഞാനിങ്ങനെ ഡോക്ടർമാരൊക്കെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ, പക്ഷെ ഞാൻ അതിനൊന്നും പോയില്ല. സാമ്പത്തികത്തിന്റെ ഇതുകൊണ്ടാണ്. ദൈവത്തോട് പ്രാർത്ഥിച്ച് അങ്ങനെ നടക്കായിരുന്നു. അപ്പൊ ആ വേദന ദൈവം പൂർണ്ണമായും മാറ്റി തന്നു. പിന്നെ വേറെ സാക്ഷിയുണ്ട്. ജൂലൈ 21-ാം തീയതി ഒരു ദൈവാലോചന പറഞ്ഞായിരുന്നു. അതെങ്ങനെയാന്ന് വെച്ചാല്, പെരിക്കകത്തുനിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പം വലത്ത് വശത്ത് ഒരു കൃഷ്ണൻ എന്ന് പറഞ്ഞതിന്റെ വീടുണ്ടെന്ന് പറഞ്ഞത്. എന്റെ വീടിനോട് ചേർന്ന് നിൽക്കുന്ന വീടാണ്. അവരുമായിട്ട് ഭയങ്കര ലഹളം നടന്നുകൊണ്ടിരിക്കും. എപ്പോഴും ഞങ്ങളോട് ലഹളയുണ്ടാക്കും. പക്ഷെ ഞാൻ അവരോട് ഇതായിട്ടൊന്നും പറയത്തില്ല. അവരിങ്ങനെ എപ്പോഴും ഇങ്ങനെ ലഹളമൊക്കെ കൂടി കണ്ടാക്കിയിട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു വീടിന്റെ തൊട്ടുമുറ്റത്ത് തന്നെയുണ്ട്. പിന്നെ കുറെ നാൾ മുമ്പ് 2-3 സാക്ഷ്യങ്ങൾ ഉണ്ടാവുന്നു. പറയാൻ പറ്റിയില്ലായിരുന്നു. എനിക്ക് എഴുതി അയക്കാൻ അറിയില്ല. ഇങ്ങനെ സംസാരിച്ച അറിയത്തുള്ളൂ. എന്നാന്ന് വെച്ചാൽ ഒരു ദിവസം എൻ്റെ ഈ മുഖത്തിന്റെ ചുണ്ടിന്റെ ഈ കടവായുടെ ഒരു അരിമ്പാറ ഉണ്ടായി. അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പൊ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, യേശുവിന്റെ തിരുമുറിവുള്ള എന്റെ ഈ ചുണ്ടത്തുള്ള അരിമ്പാറ അവിടുന്ന് യേശുവെ സൗഖ്യം തരണേന്ന് പറഞ്ഞു. 2-3 ദിവസം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഒരു ദിവസം ഞാൻ ഇങ്ങനെ മുഖം കഴിയപ്പോഴത്തേക്ക് എന്തോ ഉരുണ്ട് പോണത് പോലെ പോയി. അതിപ്പോ അവിടെ ഇല്ല. പിന്നെ കഴുത്തിന്റെ പുറകുവശത്ത് നട്ടെല്ലിന്റെ കുഞ്ചിക്കഴുത്തിൽ ഇതേപോലെ അരിമ്പാറയുണ്ടായി. അത് ഞാനിങ്ങനെ തലയിൽ കൈ വെക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഈ അരിമ്പാറയിൽ തൊട്ട് പ്രാർത്ഥിക്കും, യേശുവിന്റെ തിരുമുറിവിൽ സൗഖ്യം തന്നെന്ന് പറഞ്ഞാൽ അത് പോയി. പിന്നെ മുഖത്ത് ഒരെണ്ണുണ്ടായി. അതേപോലെ യേശുവിന്റെ തിരുമുറിവിൽ ഞാൻ സൗഖ്യം തന്നെന്ന് പറഞ്ഞതും അങ്ങനെ പോയി. അങ്ങനെ വലിയ കുറെ സാക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. അതൊന്നും പറയാൻ പറ്റിയില്ല. പറയുന്ന സമയമാകുമ്പോഴത്തേക്കും ഇത് സിസ്റ്റർ, ഞാനൊരു കാര്യം ചോദിച്ചിട്ട് ഇടയ്ക്ക് കയറി ചോദിക്കുമല്ല. സിസ്റ്റർ പറഞ്ഞ വലിയൊരു സാക്ഷ്യമാണ്. 2 വർഷം മുമ്പ് ഒരു വീഴ്ച നിമിത്തം കൈക്ക് വേദനയാൽ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയെ സൗഖ്യമാക്കുന്നുള്ള സിസ്റ്റർ സൂമിലല്ല കേട്ടത്, യൂട്യൂബിൽ ഒരു ലിങ്ക് വഴി കേട്ടതാണ് ഇത്. അത് കേട്ടോണ്ടിരുന്നപ്പോ തന്നെ കൈ എടുത്ത് വെച്ചു. ആ നിമിഷം തന്നെ സിസ്റ്റർക്ക് ആ സൗഖ്യം ലഭിച്ചു അല്ലേ? ആ സമയത്ത് പൂർണ്ണമായിട്ടും ആ വേദന മാറി സിസ്റ്ററുടെ?
പൂർണ്ണ ചില സമയത്ത് ഇപ്പൊ വന്നിട്ട് ഇപ്പൊ 2 ദിവസമായിട്ട് ഒരു ചെറിയൊരു എന്താ ഒരു കനം പോലെ എനിക്ക് ഷോളറിന് തോന്നുന്നുണ്ട്. പക്ഷെ ആ വേദന അങ്ങനെ ഇല്ല. ആ കനം പോലെ ഷോളറിന് അത് തോന്നുന്നുണ്ട്. പിശാചിന്റെ ഒരു തന്ത്രമാണ്. അപ്പൊ ഇത്രയും വർഷമായിട്ട് 2 വർഷമായിട്ട് ഡോക്ടർ സർജറി വേണമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ സർജറി എടുക്കാനുള്ള പൈസ ഇല്ലായിരുന്നു. പക്ഷെ ആ പ്രവചനം കേട്ടപ്പോൾ തന്നെ കൈവച്ചു. ആ നിമിഷം വേദന പോയി. പക്ഷെ ഇപ്പൊ വേദനയില്ല, കനം. അതാ ഞാൻ പറഞ്ഞ കനം എന്ന് പറഞ്ഞ തന്ത്രമാണ്. പോയ സൗഖ്യം അവിടെ ഉണ്ട്. എന്റെ മനസ്സിലൊരു തോന്നൽ ഉണ്ടാക്കിയിട്ട് ആ കനം പോലെ, ശരിക്കും പറഞ്ഞ വേദനയല്ലത്, എന്റെ ഉള്ളത്തിൽ പിന്നെയും എന്നെ വേദനയിലേക്ക് കൊണ്ടുപോകാൻ നോക്കുന്ന തന്ത്രമാണ് സിസ്റ്ററെ. ഇപ്പൊ സിസ്റ്റർക്ക് വേദന അനുഭവിക്കുന്നുണ്ടോ? ഇല്ല, വേദനയില്ല. കൈയൊക്കെ പൊക്കി നോക്കുന്നുണ്ട്, വേദനയില്ല. വേദനയില്ല. അപ്പൊ ഇന്ന് മുതൽ പറഞ്ഞോണം, എന്റെ ഉള്ളത്തിൽ കർത്താവ് എന്നെ സൗഖ്യമാക്കി. ഇനി വീണ്ടും ആ വേദന കൊണ്ടുവരാൻ വേണ്ടി നോക്കുന്നതാണ്. ഈ കനം ഉണ്ടെന്ന് എന്റെ മനസ്സിൽ പറയുക. കനം എന്തോ ഇപ്പൊ നോക്കി, പൊക്കുമ്പോ വേദനയില്ല, തിരിക്കുമ്പോ വേദനയില്ല, ഒന്നും വേദനയില്ല. കനം കൊണ്ടുവരുന്ന എന്താ പറയുക, വീണ്ടും എന്നെ രോഗിയാക്കാൻ നോക്കുവാണ്. പറയണം, ഇനി ഒരു രോഗത്തിനും എന്റെ മേൽ അനുവാദമില്ല. യേശുവിന്റെ സൗഖ്യത്തിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് മാത്രം പറഞ്ഞാൽ മതി. പോയതൊന്നും നമ്മുടെ മേൽ പ്രവേശിക്കുവാൻ കഴിയാതെ വണ്ണം ഡോറുകളെ അടയ്ക്കുന്നതാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വലിയ സാക്ഷ്യമാണ്. ആലോചന കേട്ട് അത് ഏറ്റെടുത്തു. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ സൂമിൽ കൂടുന്നവർ മാത്രമല്ല, യൂട്യൂബിലും കേൾക്കുന്നവരുണ്ട്, ആ ലിങ്കിലൂടെ കേട്ടവരുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇതേപോലെ അനേകരുണ്ട്. നിങ്ങൾ നേരിൽ വന്ന് നിങ്ങളുടെ സാക്ഷ്യങ്ങളെ പറയുക. ഇത് കേൾക്കുന്നത് ഞങ്ങൾക്ക് ഒരു അനുഗ്രഹമാണ്. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുവാൻ ഇടയായിത്തീരും. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ആ കനത്തോട് പറയണം, ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരികയില്ല. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാനുള്ളവർ? ഞാൻ ഒരാൾ പറയുമ്പോൾ മറ്റുള്ള മ്യൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് വെയിറ്റിംഗിലോട്ട് വരുന്നത്. ഹലോ പറഞ്ഞു. ബ്രദറെ ഹലോ പറയട്ടെ. ബ്രദർ ആ പറഞ്ഞോട്ടെ. പറഞ്ഞു. അതെ, ആ ഇത് പറഞ്ഞു. ഇന്ന് ജോയി തോമസ് എന്ന് പറഞ്ഞ ഒരു ആലോചന പറഞ്ഞല്ലോ, അതെന്റെ നാത്തൂന്റെ ആങ്ങളെയാണ്. ഞാൻ അത് ഏറ്റെടുത്തിരിക്കുന്നു. പിന്നെ ആമേൻ. ഇന്ന് പറഞ്ഞ വചനങ്ങൾ, ഇന്ന് ഞങ്ങളുടെ വീട്ടില് ഒരു 2 ആഴ്ച മുമ്പ് ഒരാൾ വന്ന് ഒരു സാധനം വെച്ചും പോയി. ഉം. അപ്പം അതിനു മുമ്പ് വെച്ചതും എടുത്ത് ഞാൻ ഇങ്ങനെ ആഭിചാരം യാക്കോബിന് ഫലിക്കുകയില്ല, ലക്ഷണവിധി ഇസ്രായേലിന് നിൽക്കുകയില്ലെന്ന് പറഞ്ഞ് അതുകൊണ്ട് ചുട്ടുകളഞ്ഞു. അവൻ വീണ്ടും ഒരു സാധനം കൊണ്ടുവന്ന് വെച്ചും പോയി. അപ്പൊ ഞങ്ങൾ ഇന്ന് അതിനെപ്പറ്റി ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നു. എനിക്കൊരു ബാധയും എന്റെ കൂടാരത്തിന് അടുക്കുകയില്ല, ഞാൻ എന്റെ കാലിടറുകയില്ലെന്നും പറഞ്ഞാണ് ഞങ്ങൾ ആ വചനം പറഞ്ഞ ഇന്ന് പ്രാർത്ഥിച്ചത്. അപ്പൊ ആ വചനം തന്നെ ഇന്ന് വെളിപ്പെടുത്തി തന്നു. എല്ലാം ഈ നല്ലപോലെ ജോയി പ്രാർത്ഥിക്കാനൊക്കെ. അതെ, അത് മനസ്സിലായല്ലോ സിസ്റ്റർ ആ വാക്യല്ലേ. ഈ ജോയി തോമസ് പറഞ്ഞ ആളാരായിരുന്നു? നാത്തൂന്റെ ആങ്ങളെ. അത് ഇന്ന് ആ വ്യക്തിക്ക് വേണ്ടിയും കൂടെ പ്രാർത്ഥിച്ചോണം. അത് മാത്രമല്ല, ഇന്ന് വലിയൊരു അറിവ് ദൈവം തന്നല്ലേ, ആ തിരിച്ചറിവ് ദൈവം അതെ തന്നു. കർത്താവിന്റെ കൃപയ്ക്ക് നന്ദി പറയുന്നു. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഒന്നും നമുക്ക് ഭരിക്കത്തില്ല കേട്ടോ, ഭയപ്പെടേണ്ട. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ആമേൻ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ പറഞ്ഞോട്ടെ. പറഞ്ഞു സിസ്റ്ററെ. അതില്ല ബ്രദറെ, ഞങ്ങൾക്ക് സ്മാർട്ട് ടി വി ഉണ്ടായിരുന്നു. 70,000 രൂപയായിരുന്നു അത് വാങ്ങിച്ചപ്പോ. അപ്പൊ 3 വർഷമായപ്പോ അത് ഇങ്ങനെ ലൈന് വന്നിട്ട് അതിങ്ങനെ നിന്നുപോയി. അപ്പത്തേനും ഞാനത് കഴിച്ചിങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ഇങ്ങനെ മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്തു, യേശുവിന്റെ നാമത്തിൽ നിന്നൊക്കെ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അത് വന്നൊന്നുമില്ല. എല്ലാ ദിവസവും ഞങ്ങളിങ്ങനെ ഓണാക്കി ഇട്ട് നോക്കുകയൊക്കെ ചെയ്യായിരുന്നു. പിന്നെ ഞങ്ങള് ടെക്നീഷ്യനെ ഒക്കെ വിളിച്ച് കാണിച്ചപ്പോ അയാള് പറഞ്ഞു 39,000 ആവും ഇതിന്. ഇത് പോയി എന്ന് പറഞ്ഞു. LG ടെക്നീഷ്യനൊക്കെ വന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പൊ ഹസ്ബൻഡ് അതൊന്നും വേണ്ട, 39,000 കൊടുക്കാൻ വേറെ വാങ്ങിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അയാളെ പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞ് പിന്നെ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ എന്റെ മോളൊരു സ്വപ്നം കണ്ടായിരുന്നു. ഈ TV ഇങ്ങനെ തെളിഞ്ഞു വരുന്നതായിട്ട് ഇങ്ങനെ കണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാ ദിവസവും ഇതിങ്ങനെ സ്വിച്ചൊക്കെ ഓൺ ആക്കിയിടും, പക്ഷെ വരത്തൊന്നുമില്ല, ഇങ്ങനെ ബ്ലാക്ക് കളറിൽ തന്നെ ഇരിക്കും. പക്ഷെ ഞങ്ങളിങ്ങനെ ഫുഡ് കഴിച്ചോണ്ടിരുന്നപ്പോ അതിങ്ങനെ ഞങ്ങളുടെ ഓർക്കാപ്പുറത്ത് ഇങ്ങനെ അതിങ്ങനെ പ്രതീക്ഷിക്കാതെ അവള് കണ്ടതുപോലെ തന്നെ അതിന്റെ ടാബ്ലറ്റ്സ് എല്ലാം ഇങ്ങനെ ഓണായി വന്നു. LG നിന്നൊന്നും അല്ല വന്നത്, അത് നെക്സ്റ്റ് ഇതാണ് വന്നത്. എന്നിട്ട് അത് ശരിയായി വന്നു. എന്നിട്ട് ഇപ്പൊ ഒരു കുഴപ്പമില്ല ബ്രദറെ. ഇപ്പൊ അത് കാണാൻ പറ്റുന്നുണ്ട്. അത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ലൈൻ വന്നായിരുന്നു. ആ ഇപ്പൊ ഇപ്പൊ ഒരു 3 പ്രശ്നമുണ്ട്. മാസം
ഒരു കുഴപ്പമില്ല. 3 മാസമായിട്ട് നന്നായിട്ട് കാണുന്നുണ്ട്. ആ ലൈനും ഇല്ല, ഒന്നുമില്ല, എല്ലാം ഇത് കാണുന്നുണ്ട്. ഇത് 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 തമാശയായിട്ടുള്ള സാക്ഷ്യമല്ല, വളരെ സീരിയസ് ആണ്. കാരണം വെച്ചാല് ബൈബിളിൽ ഒരു വാക്യമുണ്ട്, നിന്റെ അധ്വാനം നീ തന്നെ ഭക്ഷിക്കും, നീ ഭാഗ്യം. പറഞ്ഞ പോലെ 70,000 രൂപ എടുത്ത് മേടിച്ച് ടി വി ആണ്, അതെ അതെ 38,000 രൂപ നന്നാക്കണമെന്ന് പറഞ്ഞു. നമ്മുടെ കാശ് വെറുതെ പോകാൻ ദൈവത്തിന് ആഗ്രഹമില്ല. അമ്മേ സഹോദരങ്ങൾ അമ്മേ വിശ്വസിച്ചു, പ്രാർത്ഥിച്ചു. കണ്ടോ, അതെ നമ്മുടെ എപ്പോഴും ഓർത്തോ, നമ്മുടെ നന്മ അപകരിക്കാൻ പോകുന്ന മെറ്റീരിയൽ ആയിക്കോട്ടെ, മനുഷ്യനായിക്കോട്ടെ, ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, എവിടെയാണോ നന്മ നഷ്ടപ്പെടാൻ നോക്കുന്നത് നമ്മൾ ക്യാൻസൽ ചെയ്തോണം. വേണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യായിരുന്നു, 70,000 രൂപ നമ്മൾ അധ്വാനിച്ച പൈസയല്ല, അതുകൊണ്ട് മേടിച്ച ടി വി അല്ലേ, അത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, 38,000 കൊണ്ട് നന്നാക്കാം. പക്ഷെ പ്രാർത്ഥിച്ചു, ഒരു പൈസ പോലും നമ്മുടെ അധ്വാനം നഷ്ടപ്പെടാതെ അത് റീസ്റ്റോർ ആയിരിക്കുന്നു. ഇത് സിസ്റ്ററെ ഒരു സാക്ഷ്യം, വലിയ കാര്യം തന്നെയാണത്. ഈ സാക്ഷ്യം അതെ ബ്രദറെ. എല്ലാത്തിലും ഉപയോഗിക്കുക. ഈ അതെ അതെ വിശ്വ ഞാൻ ഈ പറഞ്ഞ എല്ലാത്തിലും പറയും, ടി വി നന്നാക്കി തന്ന കർത്താവ് ഇതും നന്നാക്കി തരും. അങ്ങനെ ഇത്രയും വലിയ അത്ഭുതമല്ലേ. നമ്മൾ നേരത്തെയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, കമ്പ്യൂട്ടറിലേക്ക് ഓരോ സോഫ്റ്റ്വെയർ അങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നു. അപ്പം ഞാനും ഇത് തന്നെ ക്ലെയിം ചെയ്ത് വേറെ വേറെ കാര്യത്തിനൊക്കെ പറയും. ആമേൻ. തീർച്ചയായിട്ടും ഇത് വലിയൊരു സാക്ഷി. ഇത് മറ്റുള്ളവർക്ക് ഞാൻ പറയാം, നിങ്ങൾ നമ്മൾ മേടിച്ച നമ്മുടെ നന്മകൾ, അത് നിങ്ങളുടെ വണ്ടി ആയിക്കോട്ടെ, ഇലക്ട്രോണിക്സ് ഉപകരണമായിക്കോട്ടെ, എല്ലാം നമ്മൾ അധ്വാനിച്ച് മേടിച്ചതാണ്. നമ്മുടെ അധ്വാനം നമ്മൾ തന്നെ ഭക്ഷിക്കണം, നീ ഭാഗ്യവാൻ എന്നാണ് സങ്കീർത്തനം പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് കേടായാലും പ്രാർത്ഥിച്ചോണം, അത് തെറ്റൊന്നുമല്ല. ദൈവം അത് അത്ഭുതമാക്കി മാറ്റും, ദൈവം അത് സാക്ഷ്യമാക്കി മാറ്റും. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? വേഗത്തിൽ പറഞ്ഞാട്ടെ. ബ്രദറെ പ്രൈസ് ദി ലോർഡ്. പറഞ്ഞു. ബ്രദറെ പ്രൈസ് ദി ലോർഡ്. പറഞ്ഞു, കേൾക്കുന്നുണ്ട്. ഒരു ആലോചന പറഞ്ഞായിരുന്നു. ആ, ഒരു നമ്പറിന്റെ കാര്യം പറഞ്ഞു. 1503 എന്നുള്ള ഒരു നമ്പറുള്ള കാർഡിലുള്ള ആൾക്കാർ ഒരു ആ. മിറാക്കിൾ മണി റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോ അപ്പോൾ ഹലോ, പറഞ്ഞു കേൾക്കുന്നുണ്ട് ഞാൻ. അപ്പോ ഞാനിന്ന് രാവിലെ പേഴ്സ് തുറന്നപ്പോൾ 5,000 രൂപ പേഴ്സിലൊന്നും പൈസ ഇല്ലായിരുന്നു. അപ്പൊ രാവിലെ തുറന്നപ്പോ 5,000 രൂപ പേഴ്സിൽ കണ്ടു. അപ്പൊ ഞാൻ എത്ര ആലോചിച്ചിട്ട് ഞാനിതെപ്പോ വെച്ചതാണോ ഒന്നും എനിക്കങ്ങനെ ഒരു ഓർമ്മയിലൊന്നും വരുന്നില്ല. പിന്നെ ആ മണി അതായത് ബ്രദർ പറഞ്ഞത്, ഈ പറഞ്ഞ ഇന്നലെ പറഞ്ഞ അക്കൗണ്ട് നമ്പർ ഉള്ളത് ബ്രദറിന്റെ അക്കൗണ്ടിലാണോ? അതാണ് പറഞ്ഞത്. ആ നമ്പര് അല്ല, എന്റെ കാർഡിൽ ആ നമ്പറുണ്ട്. ഓക്കെ, ATM കാർഡിൽ നമ്പർ ഉണ്ട്. പക്ഷെ പേഴ്സിലാണ് എനിക്ക് പൈസ കണ്ടത്. ഞാൻ അത് നമ്മളെ ആ സമയത്ത് പേഴ്സ് എടുത്ത് കയ്യിൽ വെക്കാനും പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞു. അപ്പൊ എന്റെ വൈഫ് എന്റെ കയ്യില് പേഴ്സ് എടുത്ത് തന്നായിരുന്നു. അപ്പൊ ആ സമയത്താണ് മിറാക്കിൾ മണി ഈ റിലീസ് ATM വരുന്നത് ATM വരുന്നത് ആ സമയത്ത് എവിടെയായിരുന്നു? ഈ നമ്പറുള്ള ATM വരുന്നത് എവിടെയായിരുന്നു ആ സമയത്ത്? പേഴ്സിലുണ്ടായിരുന്നു. ഓക്കെ, ആ സമയത്ത് നിങ്ങൾ കുടുംബമായിട്ട് എന്ത് ചെയ്ത? പേഴ്സ് എടുത്ത് വെച്ച് പ്രാർത്ഥിച്ചു. ആ പേഴ്സിൽ 5,000 രൂപ കാണാൻ ഇടയായി തീർന്നല്ലേ, നമ്മൾ വെക്കാത്ത പൈസ. രാവിലെ ഞാൻ തുറന്നു നോക്കിയപ്പോൾ അതിൽ 5,000 റുപ്പീസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എത്ര ആലോചിച്ചിട്ടും ഇത് എപ്പോഴാ വെച്ചതോ ഒന്നും എനിക്ക് അങ്ങനെ ഒരു ഓർമ്മയിൽ വരുന്നില്ല. അതായത് ഞാൻ എപ്പോഴെങ്കിലും മുമ്പേ വെച്ചതാണോ എന്നും ഞാൻ ആലോചിച്ച് നോക്കി, ഞാൻ എപ്പോഴെങ്കിലും വെച്ചതാണോ ഒന്നും. പക്ഷെ ഇത്രയും വലിയ തുകയാണ്ട് ഒരിക്കലും ആരും വെച്ചാൽ നമ്മൾ ചിന്തിക്കത്തേ ഇല്ല അല്ലേ? ചെറിയ 500 100 നമ്മൾ ചിന്തിക്കും. അതായത് എനിക്ക് ഇച്ചിരി സ്ട്രഗിൾ വന്നപ്പോഴൊന്നും എനിക്ക് വേറെ പൈസ ഇല്ലായിരുന്നു. അപ്പൊ ഉള്ള പൈസയിൽ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ പൈസ കണ്ടുവാണ് ഞാൻ എടുത്ത് ചെലവാക്കുമായിരുന്നു. പക്ഷെ ഈ പൈസ ഇത്ര നാളെ ഞാൻ കണ്ടിട്ടില്ല. ഒരു 2-3 മാസമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഈ പൈസ ഞാൻ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പോ അത് ഞാൻ അതിന്റെ ഉള്ളില് ചെറിയൊരു പോക്കറ്റ് ഉണ്ട്. ആ പോക്കറ്റിൽ എനിക്ക് വേറൊരു ലിസ്റ്റ് ഞാൻ എപ്പോ വെക്കാറുണ്ട്. ആ ലിസ്റ്റ് എടുക്കാൻ വേണ്ടി ഞാൻ വെറുതെ നോക്കിയത്. അപ്പൊ ഇത് കുറച്ച് പേപ്പേഴ്സിന്റെ ഒരു കട്ടി കണ്ടപ്പോ ഞാനിങ്ങനെ അതിങ്ങ് വലിച്ചു നോക്കിയതാ. അപ്പോഴാണ് പൈസ കാണുന്നത്. അപ്പൊ അതിന്റെ ഉള്ളിൽ നമ്മളിപ്പോ പേഴ്സിന്റെ ഉള്ളിലുള്ള പോക്കറ്റില് നമ്മൾ ആവശ്യമുണ്ടെങ്കിലല്ലേ നോക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെ അതിന്റെ ഉള്ളിൽ ഞാൻ പേഴ്സിന്റെ പേപ്പർ ഇങ്ങനെ
ഒരാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള പേപ്പർ അതിലിങ്ങനെ തേടി നോക്കിയപ്പോ എനിക്ക് പൈസ കാണുവാനിടയായി. ഇത് മടക്കി വെച്ചിരിക്കുവായിരുന്നു. ഇത് ബ്രദറെ, ഇത് അപ്പോ വലിയൊരു സാക്ഷ്യമാണ്. കാരണം വെച്ചാൽ ഇത് ദൈവത്താൽ തന്നെയാണെന്നുള്ള തെളിവ് ഞാൻ പറഞ്ഞുതരാം. ഈ വെളിപ്പെട്ട നമ്പർ സഹോദരന്റെ കാർഡിലുള്ള നമ്പറാണ്. നിങ്ങൾ എല്ലാവരും ഈ സാമ്പത്തിക കടവാരത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ എപ്പോഴും പറയത്തില്ല, മിറക്കിൾ മണി എന്ന് പറയുമ്പോൾ ആൾക്കാർ വിമർശിക്കാറുണ്ട്. ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞു, കർത്താവിന്റെ കാലഘട്ടത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഏലിയാവിന്റെ കാലഘട്ടത്തിലും ആ എണ്ണ വർദ്ധിപ്പിച്ചത് എല്ലാം മിറക്കിളാ, മാനുഷിക തലമല്ലത്. ആകാശത്ത് നിന്ന് മഞ്ഞ പൊഴിച്ചത് മിറക്കിളാ. ഇന്ന് നമുക്ക് കറൻസി ആവശ്യമാണ്. അന്നത്തെ കാലത്ത് എണ്ണ മതിയായിരുന്നു. ഇന്ന് എണ്ണ വിറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല, ഇന്ന് കട്ടത്തില്ല. ഇന്ന് നമുക്ക് കറൻസി വളരെ പ്രധാനപ്പെട്ടതാണ്. സഹോദരങ്ങൾ എന്ത് ചെയ്തു, ആ വെളിപ്പെട്ട ATM നമ്പർ അതായിരുന്നു. അവർ ആ പേഴ്സ് എടുത്തു വെച്ച് പ്രാർത്ഥിച്ചു. അത് പറയും 3 മാസമായിട്ട് ഉറപ്പാണ് അതിനകത്ത് കാശില്ലാത്തതാണ്. പക്ഷെ ഇന്നലെ നോക്കിയപ്പോൾ നമുക്കറിയാം, ഈ 100 രൂപയോ 200 രൂപയൊക്കെയാണ് നമ്മൾ ചിലപ്പോൾ 500 രൂപ നമ്മൾ ചിലപ്പോൾ 1000 പോട്ടെ ചിന്തിക്കും നമ്മൾ. ആ ചിലപ്പം നമ്മളെടുത്ത് അബദ്ധത്തിൽ വെച്ചതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ പക്ഷേ 5000 രൂപ എന്ന് പറഞ്ഞാൽ വലിയ തുകയാണ്. അതൊരു പേഴ്സിലിരുന്നാൽ എങ്ങനെയാണെങ്കിലും നമ്മൾ കാണും. പക്ഷേ സൗകര്യം പറഞ്ഞത് ഇന്നലെ അത് ആ ATM നമ്പർ ഉള്ള കൈ വെച്ചവർ റിസീവ് ചെയ്തു. ആ നിമിഷം പിറ്റേ ദിവസം തന്നെ ആ തുക കാണാനിട. ബ്രദർ, ഇത് തുടക്കം കേട്ടോ. ഇനിയും വിശ്വാസത്തോടെ എനിക്ക് ഭയങ്കര ഫെയ്ത്ത് ആയ ബ്രദറെ. ഈ 5000 കിട്ടിയപ്പോ ദൈവത്തിന് 5000 തരാൻ പറ്റുന്നത് ഇതിന് എത്ര വേണമെങ്കിലും തരാലോ. അപ്പൊ ഒരു ഭയങ്കര ഫെയ്ത്ത് എന്റെ ഉള്ളിലേക്ക് വന്നു. ഞാൻ വെച്ചതാണോ എന്ന് കുറേ ഞാൻ ആലോചിച്ചു. പക്ഷെ എനിക്ക് ഒരു ഓർമ്മയും അങ്ങനെ ഞാൻ വെച്ചതായിട്ട് എനിക്കൊരു ഓർമ്മയിൽ എടുക്കാനോ അങ്ങനെയൊന്നും കഴിയുന്നില്ല. അപ്പൊ ദൈവത്തിന്റെ ഒരു അത്ഭുതം തന്നെയാണ്. ബ്രദറെ, ഈ പറഞ്ഞ ATM നമ്പർ ഞങ്ങൾക്ക് കിട്ടാൻ വല്ല വഴിയുണ്ടോ? ബ്രദറിന്റെ പേഴ്സണലുള്ള ഒരു വഴിയില്ല. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. ആ കാർഡ് നമ്പർ വെളിപ്പെട്ടു. ആ കാർഡ് നമ്പറിന്റെ പേഴ്സ് ഇരുന്ന് അതിൽ തന്നെ അത് വെളിപ്പെട്ടു. അതുകൊണ്ട് ഇനിയും വലിയ പ്രതീക്ഷയോടെ ഇരുന്നോണം. കർത്താവ് നമ്മൾക്ക് ചില കാര്യം തുറക്കാൻ, ഇതൊരു തുടക്കമാണ്. നമ്മൾ ഇനി അത് വിശ്വസിക്കുന്നോണ്ട് നമ്പരാൻ നോക്കും. നമ്മൾ ഇതുകൊണ്ട് നമ്മൾ കർത്താവ് ഇത് സംശയിക്കരുത് കേട്ടോ ഒരിക്കലും. ഇനി വിമർശകർ പറയും ഇതൊക്കെ ചുമ്മാ തട്ടിപ്പാണൊക്കെ പറയുമ്പോൾ ചെവി പോലും കൊടുക്കരുത്. ഞാൻ വർധനവിൽ വിശ്വസിക്കുന്നു, ഞാൻ മിറക്കിളിൽ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ എപ്പോഴും അത് ഫോക്കസ് ചെയ്തോണം. ഇനിയും കർത്താവ് വർദ്ധിപ്പിക്കും കേട്ടോ. ഗോഡ് ബ്ലസ് യു ബ്രദറെ, ഗോഡ് ബ്ലസ് യു. ഇത് വലിയൊരു സാക്ഷ്യമാണ്. ഇനി ആരെങ്കിലും ഇതേപോലെ മിറക്കിൾ മണിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ, വിശ്വസിച്ചോ, കൈയെടുത്ത് ആ സമയത്ത് ആ പേഴ്സ് എടുത്ത് വെച്ച് പ്രാർത്ഥിച്ചു. അവിടെ റിലീസ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ പോയിന്റ് എപ്പോഴും ഓർത്തോണം. പ്രാർത്ഥനയുടെ സമയം വളരെ പ്രധാനപ്പെട്ട സമയമാണ്. ആ സമയത്ത് നിങ്ങൾ അതും പോയി നോക്കരുതേ, അത്ഭുതങ്ങൾ മിസ്സാവും. ഗോഡ് ബ്ലസ് യു ബ്രദറെ. കർത്താവിന് ഈ സാക്ഷ്യത്താൽ ഉറച്ചു നിൽക്കുക, യേശുവിന്റെ നാമത്തിൽ തന്നെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാനുള്ളവര്? വേഗത്തിൽ പറഞ്ഞാട്ടെ. ഞാൻ ഇന്ന് വെളുത്തുള്ളി നന്നാക്കി. അപ്പൊ കുറച്ചധികം നന്നാക്കി കഴിഞ്ഞ് വന്നപ്പോ എന്റെ കൈവിരല് എനിക്ക് ഭയങ്കര വേദനയായി. അപ്പൊ എന്താണെന്ന് നോക്കിയപ്പോ തൊലി പോയതായിട്ട് കാണാനില്ല, എന്നാലും ചുമന്ന് തടിച്ച് വീർത്തു. അപ്പൊ പുള്ളി പോലെയുള്ള വേദന അങ്ങ് വന്നു, ഭയങ്കര വേദന വന്നപ്പോ ഞാൻ എന്ത് മരുന്ന് പറ്റൂന്ന് ഇങ്ങനെ ആലോചിച്ച് നിന്നപ്പോ ഞാൻ എന്തിനാ മരുന്ന്, വചനമാവുന്ന മരുന്ന് എന്റെ കയ്യിലുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ സൗഖ്യത്തിന്റെ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. തൽക്ഷണം എന്റെ വേദന പോവുകയും ചെയ്തു. ആ ചീർത്ത കൈ വീർത്തിരുന്നു, ആ വീർത്തത് ചുരുങ്ങി ആ റെഡ് കളറൊക്കെ മാറി എനിക്ക് പൂർണ്ണ സൗഖ്യം. ഇപ്പൊ വേദന ഇല്ല സിസ്റ്റർക്ക് അവിടെ? വേദനയില്ല, ഒന്നുമില്ല, നന്ദി യേശു. ഒരു പാടുമില്ല അവിടെ അല്ലേ? പാടുമില്ല, ഒന്നുമില്ല. ഓ യേശുവേ, നന്ദി കർത്താവേ. ഇൻസ്റ്റന്റ് മിറക്കിളാണത്. അപ്പൊ തന്നെ സംഭവിച്ച അത്ഭുതമാണ്. അവിടെ കൈ വേദന ഉണ്ടായിരുന്നു, ചുമന്ന് തടിച്ച പാടുണ്ടായിരുന്നു, ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഉടനെ കൈവച്ച് പ്രാർത്ഥിച്ച നിമിഷം തന്നെ അത് ചുങ്ങിപ്പോയി. ആ വേദനയും പോയി, പാടും പോയി. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? വെയിറ്റ് ചെയ്യുക. ഞാൻ ഒരുമിച്ച് മ്യൂട്ട് മാറ്റാത്തത് സൗണ്ട് ക്ലാഷ് ആകുന്നതുകൊണ്ടാണ്. ദയവായി പറഞ്ഞത് 17 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ലാൻഡിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. ആ ലാൻഡ് ഞങ്ങളുടെ ലാൻഡാണ്. അതിന് 6 വർഷം കഴിഞ്ഞപ്പോഴേ ഹസ്ബൻഡ് മരിച്ചുപോയി. ആ ലാൻഡ് ഭയങ്കര കുരുക്കിൽ മീൻസ് അതിൽ നിന്ന് ഒരു നന്മയും വരുന്നില്ല, അത് വിൽക്കാനും പറ്റുന്നില്ല. ആ ദൂത് ഞാൻ ഏറ്റെടുക്കുന്നു. കർത്താവ് അതിന്റെ എല്ലാ കെട്ടുകളെയും അഴിച്ചതിനായിട്ട് സ്തോത്രം. സിസ്റ്ററെ, അത് മാത്രമല്ല, സ്ഥലത്ത് പോയിട്ട് ഈ വചനങ്ങൾ പറയണമേ. ഞാൻ ഈ പറഞ്ഞ വചനങ്ങളെല്ലാം ഉരുവിടുമ്പോൾ ആ വസ്തുവിന്റെ മേൽ പിടിച്ചു കെട്ടി നിൽക്കുന്ന സകല ഡോറുകളും നമ്മൾ അടയ്ക്കുവാണ്. സൗരി പറഞ്ഞു, ഇതാണ് 17 വർഷങ്ങൾക്ക് മുമ്പ് ക്രയവിക്രയം നടത്തി 6 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഒരു മരണം നടന്ന സ്ഥലം അല്ലേ? അതല്ലേ ഈ വെളിപ്പെട്ടത് അല്ലേ?
അതെ അതെ ഇത് വലിയൊരു അത്ഭുതമാണ്. നോക്കി 17 വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കാര്യമാണ്. നമ്മളിപ്പം ഈ കാലഘട്ടത്തിൽ ഇരുന്നുകൊണ്ട് പഴയ കാലഘട്ടത്തിലേക്ക് നമ്മൾ സഞ്ചരിച്ചു പോയത്, ആത്മാവിൽ കർത്താവിൽ പോയത്. ഇത് വലിയൊരു സാക്ഷ്യമാണ്. അത്രയും കാലപ്പഴക്കം ചെന്ന് ബന്ധനത്തെ യേശു ഇന്ന് അഴിച്ചിരിക്കുകയാണ്. സിസ്റ്റർ അവിടെ പോയി വചനം പറയുന്നുവെങ്കിൽ ആ വസ്തു നമുക്കൊരു അനുഗ്രഹമായി തീരും കേട്ടോ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ആമേൻ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവരും? വേഗത്തിൽ പറഞ്ഞാട്ടെ. പ്രൈസിലോടും ബ്രദറെ, പറഞ്ഞു. എന്റെ മോളാണ് 22-ാം തീയതി ജനിച്ചത്. അത് ഒരാൾക്ക്, ഒരു വ്യക്തിക്ക് വീട് പണിയാൻ വേണ്ടി കുറച്ച് പൈസ എടുത്തു കൊടുത്തു. ആ വ്യക്തി പൈസ തന്നുമില്ല, പലിശക്ക് എടുത്തു കൊടുത്തതാ. അതിപ്പോ വലിയൊരു കടം. അതായത് നേരത്തെ വെളിപ്പെട്ട പ്രവചനമാണ് സിസ്റ്റർ. ജനുവരി മാസത്തിൽ ജനിച്ച വ്യക്തി ജാമ്യം എന്ന് പറഞ്ഞാൽ ഇടനില നിന്നിട്ട് ആ പറഞ്ഞ വിഷയമാണോ? അയ്യോ, മകൾക്ക് വേണ്ടി വചനം പറഞ്ഞു. ആ മകളെ കുടുക്കിയ കുരുക്കാണ്, സാമ്പത്തിക കുരുക്കാണത്. ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവം ഇടപെട്ട ആ വിഷയം സാക്ഷ്യമാകാൻ വേണ്ടി പോകട്ടോ. ആരാണോ പറ്റിച്ചുകൊണ്ട് അപഹരിച്ചു പോയത് ആ വ്യക്തി മടങ്ങി വന്ന് മുഴുവൻ നന്മയും തരും കേട്ടോ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റു പറഞ്ഞു പ്രാർത്ഥിക്കാം. ഇന്ന് എന്തോ സാക്ഷ്യമല്ല, ഇപ്പം ബ്രദർ പ്രാർത്ഥിച്ച് ഏറ്റെടുക്കാൻ വേണ്ടിട്ടായിരുന്നേ. മത്തായിന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പൊ എന്റെ ഹസ്ബൻഡിന്റെ പേര് മാത്യു എന്നാ. അപ്പം ലാസപ്പന്റെ പിക്ചർ ഞങ്ങൾ ഹോളിൽ തന്നെയാ വെച്ചേക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. ഏറ്റെടുത്തത് സിസ്റ്ററെ, കർത്താവ് അത് സാക്ഷ്യമാക്കി ദൈവമാറ്റം കേട്ടോ. ഈ സെപ്റ്റംബർ എന്ന് പറഞ്ഞ മാസമായിട്ട് ആർക്കെങ്കിലും ബന്ധമുള്ള ആരെങ്കിലും കുടുംബത്തിനുണ്ടായിരുന്നോ? സെപ്റ്റംബർ എന്ന് പറഞ്ഞ മാസവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ഒന്ന് അന്വേഷിക്കുക. ആ മാസത്തിൽ ജനിച്ച വ്യക്തികൾ ആ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുക. നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത്, അതായത് ഈ ഭവനത്തിന്റെ അകത്ത് താമസിച്ചതിന്റെ അകത്ത് ഒന്ന് അന്വേഷിക്കുക. ആ വ്യക്തിക്ക് ഉണ്ടെങ്കിൽ ആ വ്യക്തി മുഖാന്തരം ഒരു ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. നന്ദി യേശുവേ, നന്ദി കർത്താവേ. ഗോഡ് ബ്ലസ് യു. ദൈവത്തിനായി, കർത്താവിന്റെ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പ. മറ്റാരുമില്ല എന്ന് ഞാൻ വീണ്ടും വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറയാൻ സമയം ഇത്തിരി മുന്നോട്ട് പോയി. ചില വിഷയങ്ങൾ നമ്മൾ പഠിക്കുമ്പം ചില സമയങ്ങൾ ഇച്ചിരി മുന്നോട്ട് പോകാതിരിക്കും. പക്ഷെ അത് അനുഗ്രഹമാണ്. അത് സമാധാനവും സന്തോഷവും കൊണ്ടുവരും. വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ തൊടുന്നതാണ്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ, വൻ കൃപകളാൽ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ വാഴ്ത്താം. ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾക്കത് ഉണ്ടാകും എന്ന് വചനം പറയുന്നു. കർത്താവിന്റെ നാമത്തിൽ നമുക്ക് ഇന്ന് ഏറ്റു പറയാം. കർത്താവിന്റെ നാമത്തിൽ നമുക്കിന്ന് വിശ്വാസത്താൽ മുന്നോട്ട് പോകാം. ദൈവകൃപ നമ്മളെ മൂടുന്നല്ലോ. ഈ സമയം തന്നെ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ നിങ്ങൾ ലൈവിൽ കാണുന്നവരും ഒക്കെ വിശ്വാസ പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ ലഭിച്ചു, എന്താണോ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് ആവശ്യം, വചനം കൂടെ ചേർത്ത് പറയണം. ചേർത്ത് പറയുമ്പോൾ കാണണം, കണ്ണടച്ചുകൊണ്ട് കണ്ടുകൊണ്ട് അത് പറയണം. നിങ്ങളുടെ മുമ്പിൽ തുറക്കുക തന്നെ ചെയ്യും.